അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥ രോഗികൾ, പീഡിതരെ, മാനസിക സംഘർഷം അനുഭവിക്കുന്നവരെ, ഡിപ്രഷൻ അനുഭവിക്കുന്നവരെ, മരുന്ന് കഴിച്ചിട്ട് ഉറക്കം മൂടുകയും ശരീരം തൂക്കം വെക്കുകയും ചെയ്യുന്നതല്ലാതെ പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലാതെ ഡിപ്രഷൻ കൊണ്ട് വേദനിച്ച് ജീവിക്കുന്ന ആൾക്കാരെ കർത്താവേ, നീ അവരെ തൊടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓട്ടിസം കുഞ്ഞുങ്ങളെ, ഹൈപ്പർ ആക്ടിവിറ്റി കുഞ്ഞുങ്ങൾ, അവിടെ മാതാപിതാക്കന്മാരെ മനസ്സ് കെട്ടുപോയവരെ, തകർച്ച സങ്കടം കൊണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റാത്തവർ, ജീവിക്കാൻ വേണ്ടി ജീവിതത്തോട് മൽപ്പിടുത്തം നടത്തുന്നവർ, മരുന്ന് കഴിച്ചിട്ടും രോഗം സുഖമാക്കാതെയും രോഗം പൊറുക്കാതെയും ഇരിക്കുന്നവർ, എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ നിങ്ങൾക്ക് ദൈവസന്ധിപ്പും സൗഖ്യം ലഭിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരാ എന്നേക്കും ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ,
നമ്മൾ ഉടമ്പടിയിൽ അർത്ഥവത്തായിട്ട് കാര്യക്ഷമമായ ഉടമ്പടി പ്രവർത്തനമാണ് നമ്മൾ നടത്തുന്നതെന്ന്, അഥവാ പ്രേക്ഷിത പ്രവർത്തനമാണ് നമ്മൾ നടത്തുന്നതെന്ന് നമ്മൾ ആദ്യം ഉറപ്പ് വരുത്തേണ്ടതാണ്. ഇപ്പോൾ നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നല്ലേ, അപ്പോൾ സംസാരിക്കുന്ന മുമ്പ് ഞാൻ കുറേ മനസ്സിൽ പ്രാർത്ഥിക്കുകയും ഇനി കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എനിക്ക് വെളിപ്പെടുത്തി കിട്ടാൻ വേണ്ടി ഞാൻ മനസ്സൊരുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് ഇപ്പം തുടങ്ങിയതല്ല, പട്ടുമുതലേ കർത്താവിൻ്റെ കാര്യം പറയാൻ തുടങ്ങുന്ന കാലം മുതലേ എനിക്കൊരു ചെറിയ ടെൻഷൻ ഉണ്ടാകും എപ്പോഴും. അത് എത്ര വയസ്സായാലും എനിക്ക് തോന്നുന്നത് ടെൻഷൻ കുറയരുതെന്നുള്ളതാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പഠിച്ചത്. കാര്യം ഞാൻ ഇടവകയിലൊക്കെ നടത്തിയിട്ടുള്ളത് ഇരിക്കുമ്പോഴേ നമുക്ക് വൈകുന്നേരമല്ല ഓരോ സ്ഥലത്ത് കൺവെൻഷനിൽ വിളിക്കണം നമ്മളാണ്. അപ്പോൾ ഞാൻ ഡെയിലി പോയി വരികയായിരിക്കും ചെയ്യണത്. പക്ഷേ ഇടവകയിൽ വരുമ്പോൾ ചില സമയത്ത് വല്ല സിക്കായിരിക്കും, ചിലപ്പോൾ ചില സമയത്ത് നമ്മുടെ വീട്ടിൽ അവിടെ ഇടവക മരിപ്പുണ്ടാവും. മരണമൊക്കെ ഉണ്ടായാൽ നമുക്ക് ഇട്ടച്ചും പോകാൻ പറ്റത്തില്ലല്ലോ. അതെല്ലാം കഴിഞ്ഞ് പരവെടുത്ത് അതിൻ്റെ കുർബാന ചൊല്ലി ആൾക്കാരെല്ലാം പിരിച്ചതിന് ശേഷമേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ചിലപ്പോൾ 10-120 കിലോമീറ്റർ സഞ്ചരിക്കണമെങ്കിൽ ചിലപ്പോൾ അരമണിക്കൂർ ഉണ്ടാകത്തുള്ളൂ. അപ്പം അങ്ങനെ വരുമ്പോൾ അങ്ങനെ സഞ്ചരിച്ചാൽ പോലും സമയത്ത് എത്താൻ പറ്റത്തില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊരു ടെൻഷൻ അടിക്കും അല്ലേ, തീർച്ചയായിട്ടും. പക്ഷേ ടെൻഷൻ അടിക്കുമ്പോൾ നമ്മളതിനെ പ്രെയറായിട്ട് കൺവേർട്ട് ചെയ്യും. ഞാൻ കാറിലിരുന്നുകൊണ്ട് ആരോടും സംസാരിക്കത്തില്ല. അതിപ്പോഴും അങ്ങനെയാണ്. എനിക്ക് എന്തെങ്കിലും ഹെവി മനസ്സ് ലോഡ് പിടിക്കാൻ തുടങ്ങിയാൽ ഞാൻ സൈലൻ്റ് ആയിരിക്കും. അതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആകാശത്തിൽ ഇന്ധനം നിറക്കുന്ന വിമാനങ്ങളില്ല, അവർ സൈലൻ്റ് ആയിരിക്കും, ശബ്ദമായിട്ട് നിന്നിരിക്കും. അതായത് നമ്മൾ പ്രെയർ ചെയ്ത് നമ്മളുടെ ഒരു ടെൻഷനുണ്ട്, പിന്നെ നമ്മൾക്ക് ചെയ്യാനുള്ള ആശങ്ക ഉണ്ട്, ആങ്സൈറ്റി ഇതൊക്കെ ഉണ്ടാകും. ഇതൊക്കെ ഏറ്റവും കൂടുതൽ വേണ്ട കാര്യങ്ങളാണ് ഇതെല്ലാം. ഈ ഉത്കണ്ഠ, അതുപോലെ തന്നെ ടെൻഷൻ, ഇതിൻ്റെ വരുന്നൊരു വിഷയം ഇത് ആണ് ദൈവത്തെ ആശ്രയിക്കാനും കണ്ടെത്താനും നമ്മളെ ഒരു പരിധി വരെ സഹായിക്കും. എന്നെ സഹായിച്ചിട്ടുള്ളത് കാരണം ഞാൻ ഈ സമയത്തൊക്കെ ബാക്കി എല്ലാ കണക്ഷൻസും കട്ട് ചെയ്യും, മൊബൈൽ ഓഫ് ചെയ്യും, മറ്റുള്ളവരോട് കൂടെയുള്ളവരോട് സംസാരിക്കുമെന്ന് പറയും, അല്ലെങ്കിൽ അവിടെ സംസാരത്തിൽ പങ്കെടുക്കത്തില്ല. ഭയങ്കര ഡിസിപ്ലിൻ കോൺവെർസേഷൻ ഡിസിപ്ലിൻ ഉണ്ടാക്കും. എന്താ കാര്യം വെച്ചാൽ ആ സമയം ദൈവത്തോട് മാത്രം നമ്മൾ സംസാരിക്കുകയോ ജപമാല ചെല്ലുകയോ ചെയ്യണേ. നിങ്ങളവർക്ക് ആധ്യാത്മിക ജീവിതം അത്ര കണ്ട് വലിയ അതിൻ്റെ സങ്കീർണമായ കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഇവരൊക്കെ ആധ്യാത്മിക ഔന്നത്യം പ്രാപിക്കണമെന്ന് ഒരിക്കലും ധരിക്കരുത്. സിമ്പിളാണ്. കത്തോലിക്ക സഭ പഠിപ്പിച്ചിട്ടുള്ള എല്ലാം ജപമാല, കർത്താവിൻ്റെ മാലാഖ, പിന്നെ നമുക്ക് വിസിറ്റ് ചെയ്യണമെങ്കിൽ പരിശുദ്ധ കുർബാനയിൽ വിസിറ്റ് ചെയ്യും. ഇപ്പം കൃപാസനത്തിൽ തന്നെ നിങ്ങൾക്ക് അറിയാമോ, ആപ്പാടെ 50 സെൻറ്റ് സ്ഥലമാണ് നിൽക്കണത്. 50 സെൻറ്റ് സ്ഥലത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് അറിയത്തില്ല, 3 നിത്യാരാധനയുണ്ട്. അപ്പോഴൊക്കെ മനസ്സിലായില്ലേ, എങ്ങോട്ട് തിരിഞ്ഞാലും നമ്മൾ നിത്യാരാധന വന്ന് വീഴും. ഏതെങ്കിലും ഒരു നിത്യാരാധന വന്നു. അതിൽ വിസിറ്റ് എന്ന് പറയണത് ദിവ്യകുർബാനയുടെ വിസിറ്റ്. ഇനി ദിവ്യകുർബാന ഇരിക്കുന്ന സമയത്ത് നമ്മൾ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. എനിക്ക് ആ ഒരു അഭിഷേകമായിട്ടിരിക്കണം. കാര്യം കാനായിലെ കല്യാണമാണ് എൻ്റെ ജീവിതത്തിൻ്റെ ദൈവം എന്നോട് സംസാരിക്കുന്ന പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്.
അതിലേക്കാണ് കർത്താവ് ജനങ്ങളെ കണക്ട് ചെയ്ത് തന്നിരിക്കുന്നത്. അതുകൊണ്ട് അമ്മയുടെ മാധ്യസ്ഥത്തിലാണ് ഞാൻ പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഇരിക്കുന്നത്. കാനായിലെ കല്യാണ വീട് അമ്മയുടെ മാധ്യസ്ഥത്തിലാണ് ഈശോയുടെ മുമ്പിൽ നിന്നത്, ദിവ്യ കുർബാനയുടെ മുമ്പിൽ നിന്നത്. ഓർക്കല്ലേ, അതല്ലേ കൃപാസനത്തിൽ നടക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ എന്താ വിഷയം? ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ്, നിങ്ങൾ ഈ ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ ബോധ്യം ഒന്നും സംഭവമുണ്ട്. ബോധ്യം. അപ്പോൾ നോൺ ബോധ്യം എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ ബോധ്യം എന്നൊക്കെയാണ് പൗലോസ് അപ്പോസ്തലൻ പറയും. ഇപ്പോൾ നോക്കിയാൽ മറ്റുള്ളവരുടെ ബോധ്യം ജനിപ്പിക്കണമെന്നാണ്. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയാം, അതിനെടുത്ത് 2 തിമോത്തി 4:2 വചനം പ്രസംഗിക്കുക, സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും ജാഗരൂകതയോടെ വർത്തിക്കുക. അതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്, നേരത്തെ കൈകാര്യം ചെയ്തതാണ്. മറ്റുള്ളവരിൽ ആ വാക്കെടുക്കുക, മറ്റുള്ളവരിൽ ബോധ്യം ജനിപ്പിക്കുകയും, അതാണ് സംഭവം. വെച്ച് കഴിഞ്ഞാല് മറ്റുള്ളവരിൽ ബോധ്യം ജനിപ്പിക്കുകയും അവരെ ശാസിക്കുകയും ഉദ്ബോധിപ്പിക്കുകയും ചെയ്യുക. ഇത് വരുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നമുണ്ടല്ലോ. ഈ പൗലോസ് അപ്പോസ്തലൻ പോലും പറയണത് മറ്റുള്ളവരിൽ ബോധ്യം ജനിപ്പിക്കണമെന്നാണ്. പക്ഷെ ആധ്യാത്മിക ജീവിതത്തിൽ ഒരു വ്യക്തി വളരണമെങ്കിൽ ആദ്യം ബോധ്യം ജനിപ്പിക്കേണ്ടത് ദൈവത്തിലാണ്. നമ്മൾ ഇങ്ങനെ ഒരു ടെൻഷനിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവേ നീ അത് കാര്യം, ടെൻഷന് എതിരായിട്ടുള്ള എല്ലാ സാധനം ഇൻസ്ട്രുമെൻറ്റ്സൊക്കെ ഉള്ളത് കർത്താവിൻ്റെ കയ്യിലാണ്. എന്തൊക്കെയാണ്? ധൈര്യം, അല്ലേ? പിന്നെ ഞാനൊരു പ്രാക്ടിക്കലായിട്ടൊരു കാര്യം പറയാം. നിങ്ങൾക്ക് ടെൻഷൻ്റെ കാലത്ത് ഒരു ധൈര്യവും തോന്നത്തില്ല. അപ്പം നിങ്ങളോർക്കും പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഉടനെ ടെൻഷൻ വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഉടനെ ഒരു ധൈര്യം തോന്നത്തില്ല. നമ്മൾ ഡെലിവറൻസിൻ്റെ ഇത് ഡെലിവർ ചെയ്യണ സമയത്ത് ചെയ്യണ കാര്യത്തിലും നമുക്ക് അപ്പോൾ ടെൻഷനോട് തന്നെ ആയിരിക്കും നമ്മൾ ചെയ്യണത്. നിങ്ങളാരും വിചാരിക്കുന്നത് പ്രാർത്ഥിക്കുമ്പോൾ ഉടനെ ടെൻഷൻ ഇങ്ങനെ കാറ്റ് വരുമ്പോൾ മേഘങ്ങൾ അങ്ങോട്ട് തൂത്തുപോണ പോലെ ടെൻഷൻ അങ്ങോട്ട് മാറുമെന്ന്. മാറുന്നവരുണ്ടാകാം. പക്ഷേ ഞാൻ 21 ലക്ഷം ആൾക്കാരെ കൗൺസിൽ 21 ലക്ഷം ആൾക്കാരെ കൗൺസിൽ ചെയ്തിട്ടുള്ള അവർ ടെൻഷൻ അടിച്ച് തന്നെയാണ് പ്രാർത്ഥിക്കണത്, ടെൻഷൻ അടിച്ച് തന്നെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യണത്. പക്ഷെ ഒരു കാര്യം കർത്തവാണ്. എന്താണ് വ്യത്യാസം എന്ന് പറയുന്നത്, ഞാൻ എന്തുമാത്രം ടെൻഷൻ അടിച്ചാണ് ഓരോ ധ്യാനങ്ങളും ചെയ്തിരിക്കണത്. ടെൻഷൻ അടിക്കാതെയും ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ടെൻഷൻ അടിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൽ അവലംബിച്ച് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അതിൻ്റെ ഫ്രൂട്ട്സാണ് പ്രധാനം. എന്താ കാര്യം? നമ്മൾ വിചാരിക്കാത്ത റിസൾട്ട് ഉണ്ടാക്കും. എന്താ കാര്യം? അത് ചെയ്യണത് കർത്താവാണ്. എൻ്റെ മക്കളെ, കർത്താവിന് ചെയ്യാൻ പറ്റിയ ഒരു പ്രൊവിഷൻ ജീവിതത്തിലുണ്ട്. നമുക്ക് നാളെ അത് കാണാം. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ടെൻഷൻ അടിക്കുമ്പോൾ എൻ്റെ മക്കൾ എന്ത് ചെയ്യണം? എല്ലാ കണക്ഷനും ഊരിയിടണം. ഇടിവിട്ട് വരേണ്ട സമയത്ത് അങ്ങനെയല്ല അവ ചെയ്യണത്. ഇടിവിട്ട് വരുമ്പോൾ എന്ത് ചെയ്യും? എല്ലാ മെയിൻ സ്വിച്ച് ചിലപ്പോൾ ഓഫ് ആക്കണവരുണ്ട്, ചിലപ്പോൾ ഫീസ് ഊരി കളയണവരുണ്ട്. ഇത് തന്നെയാണ് നമുക്ക് ടെൻഷൻ ഉണ്ടാകുമ്പോഴും മറ്റുള്ള ആൾക്കാരുമായിട്ടുള്ള മൊബൈൽ ഓഫ് ചെയ്യും, മറ്റുള്ള ആൾക്കാരുള്ള കണക്ഷൻസ് മാറുക. കണക്ഷൻസ് ഊരിക്കളയണം മാത്രമല്ല, അതിനെ പ്രെയറായിട്ട് കൺവേർട്ട് ചെയ്യണം. എന്നാൽ ബാക്കി ഈ നമ്മൾ ടെൻഷൻ അടിക്കുന്ന വിഷയം ചെയ്യണം നമ്മളായിരിക്കത്തില്ല. കൂടി അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരമണ്ണിൽ വന്ന് നിൽക്കുവാൻ ഈശോയും പരിശുദ്ധ അമ്മയും എന്നെ സഹായിച്ചതിന് ഒരു കോടി നന്ദി ഞാൻ അർപ്പിക്കുന്നു. എൻ്റെ പേര് മീന. ഞാൻ കൊല്ലം ജില്ലയിൽ അഴീക്കൽ ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ 2018 ആദ്യമായി ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. ആ ഉടമ്പടിയിൽ ഞാൻ വെച്ച നിയോഗങ്ങളിൽ എനിക്ക് ഏറെക്കുറെ കാര്യങ്ങൾ സാധിച്ചു കിട്ടുകയും പിന്നെ കോവിഡ് മൂലം എനിക്ക് ആ ഉടമ്പടി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവിടെ വരാൻ സാധിക്കാതെയൊക്കെ ഇരുന്നു. പിന്നീട് ഞാൻ വന്ന് വീണ്ടും ഉടമ്പടി പുതുക്കി. ആ ഉടമ്പടിയിൽ ഞാൻ വീണ്ടും എൻ്റെ നിയോഗങ്ങൾ സമർപ്പിച്ചു. അതിലെനിക്ക് ഏറ്റവും അത്യാവശ്യമൊരു നിയോഗമായിരുന്നു എനിക്കൊരു ഭവനം, എനിക്കൊരു വഴി. ഇതൊക്കെ എൻ്റെ ജീവിതത്തിന് ആവശ്യമായിരുന്നു. ഞാൻ ഒരു ഭവനമില്ലയോ എന്ന് ചോദിച്ചാൽ ഒരു ഭവനമുണ്ടായിരുന്നു, അത് വാസയോഗ്യമല്ലായിരുന്നു. ഞാനങ്ങനെ വാടക വീട്ടിലാണ് താമസിച്ചു കൊണ്ടിരുന്നത്.
വാടക വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ ഞാൻ ആ വാടക ചീട്ടുമായിട്ട് ഇവിടെ അച്ഛനെ വന്ന് കണ്ടു. അച്ഛൻ്റെ ബ്ലെസ്സിങ്സ് തന്നു. അച്ഛൻ എന്നോട് ചോദിച്ചു, സ്വന്തമായിട്ട് നിനക്ക് ഭൂമിയുണ്ടോ എന്ന്. ഞാൻ പറഞ്ഞു, എനിക്ക് സ്വന്തമായി ഭൂമിയുണ്ട്. ജോസഫ് അച്ഛൻ അവർ കാശുരി വെഞ്ചിട്ട് തന്നിട്ട് പറഞ്ഞു, ഇതാ മണ്ണിൽ സ്ഥാപിക്കുക, അത് എന്നിട്ട് നീ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെ ഉയർത്തണമേ എന്ന് ഈശോയോടും മാതാവിനോടും പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അത്ഭുതമെന്ന് പറയട്ടെ, എൻ്റെ ഭവനത്തിൻ്റെ പണി ആരംഭിച്ച് 9 മാസം പൂർത്തിയാകുന്നതിന് മുമ്പ് ഞാൻ ആഗ്രഹിക്കുന്നതിൽ കൂടുതൽ നല്ലൊരു ഭവനം എൻ്റെ ഈശോയും പരിശുദ്ധ അമ്മയും തന്ന് എന്നെ സഹായിച്ചു. ആ ഭവനത്തിൽ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയ നേർച്ച വസ്തുക്കളാണ് ഉപ്പ്, ഇവിടുത്തെ മണ്ണ്, ഇവിടുത്തെ കാശുരൂപം, ഇവിടുത്തെ ഉടമ്പടി തൈലം. ഇതൊക്കെ തന്നെയാണ് എൻ്റെ ഭവനത്തിൽ ഞാൻ ആരംഭം മുതൽ അവസാനം വരെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അമ്മ എനിക്ക് ഒരുപാട് അനുഗ്രഹം തന്നു. ഒരു ലാഗും വരാതെ എനിക്ക് ആ ഭവനം ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിലേക്കാൾ ഉപരിയായി ഒരു കടഭാരം പോലും തരാതെ എനിക്ക് ആ ഭവനം പൂർത്തീകരിക്കുവാൻ സാധിച്ചു. എനിക്ക് 2 മക്കളാണ്. എനിക്ക് എൻ്റെ ജീവിത പങ്കാളി നഷ്ടപ്പെട്ടിട്ട് 8 വർഷമായി. എങ്കിലും ഞാൻ എൻ്റെ പരിശുദ്ധ അമ്മയിൽ ഈശോയിൽ ആശ്രയിച്ചു കൊണ്ടാണ് എൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. ഈ ഉടമ്പടിയില്ലാതെ ഞാൻ രണ്ടാമത് വെച്ചിരുന്നത് ഒരു വഴിയാണ്. ഞാൻ അവിടെ വസ്തു മേടിക്കുന്നതിന് മുമ്പേ ആ ഭൂമി വഴിയില്ലാത്തൊരു വസ്തുവായിരുന്നു. എങ്കിലും ഞങ്ങൾ അറിഞ്ഞില്ല, അത് വാങ്ങിച്ചു. ഏറെ ഒരു 50 വർഷത്തിൽ കൂടുതലായി കാണും അവിടെ വഴിയില്ലാതായിട്ട്. പുരയിടക്കാരനാണ് ആ വസ്തുവിൽ കൂടെയാണ് നമ്മൾ നടക്കുകയും നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുകയൊക്കെ ചെയ്യുമെങ്കിലും സ്വന്തമായിട്ട് ഒരു വഴിയില്ല. ഒരു ലോണിന് വേണ്ടി ചെന്നാൽ പോലും നമുക്ക് അതവർ സാധ്യമാക്കി തരത്തില്ല. കാരണം ആദ്യം ചോദിക്കുന്നത് വസ്തുവിലേക്ക് വഴിയുണ്ടോയെന്നാണ്. എന്നാൽ വഴിയില്ലാതായി. ഞാനത് ഉടമ്പടി നിയോഗം വെച്ചിരുന്നു. ആ ഉടമ്പടി നിയോഗത്തിൽ ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ വീട് പണി തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ആ വഴിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എൻ്റെ അടുത്ത വീട്ടിലെ ഒരു സഹോദരൻ, ഒരു അക്രൈസ്തവ സഹോദരനാണ്. ആ മകൻ എന്നോട് ഇങ്ങോട്ട് വന്ന് പറഞ്ഞു, അവൻ എനിക്ക് 1/2 സെൻറ്റ് വസ്തു വഴിയായിട്ട് തന്നു. സുഖമായിട്ടൊരു ഓട്ടോ ഓടി വരാനും എനിക്കൊരു വയ്യാഴിക വന്നാലും ഒരു ഓട്ടോ വിളിച്ചാൽ എൻ്റെ വാതൊക്കെ വന്ന് എനിക്ക് കയറിപ്പോകാനുള്ള സൗകര്യം പരിശുദ്ധ അമ്മയും ഈശോനാഥനും എനിക്ക് സാധിച്ചു തന്നു. പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനമെന്ന് പറയുന്നത്, ഞാനിവിടെ വന്ന് എല്ലാ മാസവും ഞാനിവിടെ വരും. ഞാൻ വന്ന് പത്രം വാങ്ങിക്കും. അത് ആശുപത്രികളിലും ഭവനങ്ങളിലും എനിക്ക് കിട്ടിയ നന്മകളെ വിവരിച്ചുകൊണ്ട് ഞാനത് ആ പത്രം വിതരണം ചെയ്യും. വിതരണം കൊടുക്കുമ്പോൾ സ്വീകരിക്കാത്ത വരയിന്ന് സന്തോഷത്തോടെ തിരികെ വാങ്ങിച്ചുകൊണ്ട് അടുത്ത് നിൽക്കുന്ന ആൾ പെട്ടെന്ന് പറയും, അത് എനിക്കിങ്ങ് തന്നേരെ എന്ന് പറഞ്ഞ് വാങ്ങിച്ച പല അനുഭവങ്ങളും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ എല്ലാ ചൊവ്വാഴ്ചകളിലെയും അച്ഛൻ്റെ ധ്യാനം ഞാൻ കൂടാറുണ്ട്. ആ ധ്യാനം കൂടിയിട്ട് അത് എല്ലാ മക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കും. അതുപോലെ സാക്ഷ്യങ്ങൾ കേൾക്കാറുണ്ട്. ഒരു സാക്ഷ്യം കേൾക്കുമ്പോൾ ഈ സാക്ഷ്യം ആ മകൾക്ക് ഇത് അയച്ചു കൊടുത്താൽ അവൾക്കത് പ്രയോജനപ്പെടും എന്ന് മനസ്സിലാക്കി, ഒരു കുഞ്ഞുങ്ങളില്ലാത്ത അമ്മയാണെങ്കിൽ മക്കളെ ലഭിക്കുന്ന സാക്ഷ്യവും, ഒരു വീടില്ലാത്തവരാണെങ്കിൽ ഭവനം കിട്ടുന്ന സാക്ഷ്യവും, ജപ്തി മറ്റതുപോലുള്ള നടപടികൾ സ്വീകരിക്കുന്നവർക്ക് അതുപോലുള്ള സാക്ഷ്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. ഡെയിലി ബെഡ് കാണാറുണ്ട്. അത് എല്ലാ ദിവസവും എനിക്ക് സ്റ്റാറ്റസായിട്ടിടും. ഞാൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും. അതുപോലെ എൻ്റെ കൂടെ ഞാനൊരു സർക്കാർ സർവീസ് ജോലി ചെയ്ത മകളാണ്. ഇപ്പോൾ ഞാൻ റിട്ടയർഡായി. അവിടെ ജോലി ചെയ്തിരുന്നപ്പോൾ അനേക മക്കളെ ഞാനിവിടെ കൊണ്ടുവരുവാനും രോഗികളായിട്ടുള്ള മക്കൾക്ക് സൗഖ്യം ലഭിക്കുവാനും അവർ ഉടമ്പടി ജീവിക്കുവാനും ഈശോയും പരിശുദ്ധ അമ്മയും പ്രഘോഷിക്കുവാനുമുള്ള ഞാൻ മൂലം ഉണ്ടായിട്ടുണ്ട്. പിന്നെ എനിക്ക് എൻ്റെ കാരുണ്യ പ്രവർത്തികളെന്ന് പറയുന്നത്, ഞാൻ അനാഥാലയങ്ങളിൽ പോകാറുണ്ട്, രോഗികളെ സന്ദർശിക്കാറുണ്ട്. അനാഥാലയങ്ങളിൽ പോകുമ്പോൾ എൻ്റെ വരുമാനത്തിൻ്റെ ഒരു ഓഹരി അവർക്ക് എന്തുവാണ് ആവശ്യമെന്ന് മനസ്സിലാക്കി അവർക്കത് നൽകുകയും എൻ്റെ പരിധിക്ക് നിന്നതിലപ്പുറം ഞാൻ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യാറുണ്ട്. ഞാൻ ഒറ്റപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കതിനു വേണ്ടി വലിയ ചിലവുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. എനിക്ക് കിട്ടുന്നതിൽ നല്ലൊരു ഭാഗവും ഞാൻ മറ്റുള്ള ആതുര സേവനത്തിന് വേണ്ടിയാണ് ഞാൻ ചെലവഴിക്കുന്നത്. പക്ഷേ എനിക്ക് ഒന്നിനും ഒരു കുറവും തന്നിട്ടില്ല. തമ്പുരാൻ കർത്താവ് എന്നെ തക്കവിധമായ നല്ല വഴിയിൽ കൂടി തന്നെ അവിടെ നിന്ന് എന്നെ നയിച്ചുകൊണ്ട് പോകുന്നുണ്ട്.
കർത്താവിൻ്റെ കരത്തിൽ നിൽക്കുവിൻ, നിങ്ങൾക്ക് തക്ക സമയത്ത് നിങ്ങൾക്ക് വേണ്ടതെല്ലാം അവിടുന്ന് നൽകുമെന്ന വചനം എപ്പോഴും ഞാൻ അനുസ്മരിച്ചുകൊണ്ട് എൻ്റെ കഴിവിന് ഉതകുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് സേവനം ചെയ്യാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ വിശുദ്ധ വസ്തുക്കളുടെ ഉപയോഗം എന്ന് പറയുന്നത്, എനിക്കാണ് ഉപ്പൂറ്റി വേദനയാണ്, നടക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു. ഏറെ ഒരു 5 വർഷക്കാലമായി എനിക്ക് ഉപ്പൂറ്റി വേദനയാണ്. ഞാൻ ഒരുപാട് ഡോക്ടേഴ്സിനെ പോയി കണ്ട് അവരെനിക്ക് മരുന്നുകൾ തരും, ഞാനത് കഴിക്കും, ചെരുപ്പുകൾ കുറിച്ച് തന്ന് അതിടും. പക്ഷേ എനിക്കൊരു കുറവും ഉണ്ടായിരുന്നില്ല. ഞാൻ ഈ ഉടമ്പടി വസ്തുക്കളായ ഉപ്പും ഈ വിശുദ്ധ തൈലവുമാണ് എൻ്റെ ഔഷധം. അത് ഞാൻ തേച്ച് എന്ന് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കും. ഇന്ന് എനിക്കൊരു കുറവുമില്ലാതെ എനിക്ക് എൻ്റെ കാല് വെച്ച് ദിവസവും ദിവ്യബലിയിൽ പങ്കെടുക്കുവാനും പ്രാർത്ഥനാ യോഗങ്ങൾക്ക് പോകുവാനും ഒക്കെ എനിക്ക് സാധിക്കുന്നുണ്ട്. കൂടാതെ കഴിഞ്ഞ വർഷം 2025 ജപമാല റാലിക്ക് ഞാൻ വന്നത് എൻ്റെ കയ്യിൽ മരുന്നും അതുപോലുള്ള എല്ലാ സൗകര്യങ്ങളും കൂടിയാണ് ഞാൻ വന്നത്. അമ്മേ, എനിക്ക് റാലിയിൽ പങ്കെടുത്ത് പൂർത്തിയാകുന്നത് വരെ എനിക്ക് സാധിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ വന്നത്. ഞാൻ ഉടമ്പടി തൈലം എടുത്ത് കുരിശ് വരച്ച് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി നടക്കാൻ ആരംഭിച്ചു. ഞാൻ ഏറ്റവും മുമ്പേ നടന്നു കയറുവാനും എല്ലാ കാര്യങ്ങളും ഭംഗിയായി പങ്കെടുക്കുവാനും അമ്മ മാതാവ് ഈശോയെ എനിക്ക് സഹായിച്ചു. പിന്നെ എനിക്ക് ഒരുപാട് ഇനിയും സാക്ഷ്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ എൻ്റെ മക്കൾക്ക് കിട്ടിയ സാക്ഷ്യമാണ്, അത് അവരിവിടെ സ്ഥലത്തില്ലാത്തത് കൊണ്ട് എനിക്ക് പറയാൻ സാധിക്കുന്നില്ല. അമ്മ എനിക്ക് തന്ന, ഈശോയെ എനിക്ക് തന്ന എല്ലാ നന്മകൾക്കും ഒരിക്കൽ കൂടി കൂടാനുകൂടി നന്ദി ഞാൻ അർപ്പിക്കുന്നു. മലാക്കി പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായം 17-ാം തിരുവചനം. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, അവർ എൻ്റേതായിരിക്കും, ഞാൻ പ്രവർത്തിക്കുന്ന ദിവസം അവർ എൻ്റെ പ്രത്യേക അവകാശമായിരിക്കും. പിതാവ് തന്നെ സേവിക്കുന്ന പുത്രനെ എന്ന പോലെ ഞാൻ അവരെ രക്ഷിക്കും. മീന എന്ന ഈ സഹോദരി 2ാമത്തെ തവണ പ്രത്യക്ഷീകരണ സാക്ഷിയായി അൾത്താരയിലേക്ക് കയറി വരുമ്പോൾ തനിക്ക് വളരെ സ്വപ്നം കാണാൻ സാധിക്കാത്ത ഒരു വലിയ അത്ഭുതവുമായിട്ടാണ് ഈ അൾത്താരയിൽ കയറി നിൽക്കുന്നത്. വഴിയില്ലാത്ത ഒരു വസ്തുവിൽ ലോൺ എടുക്കാൻ പോലും സാധിക്കാതെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോ അവർക്കൊരു നല്ല മനോഹരമായ ഭവനം നൽകി. അതിനുശേഷം വഴി നൽകിയതിൻ്റെയും പരിശുദ്ധ അമ്മ ടൈം ഷോർട്ടനിങ്ങിലൂടെ, സമയച്ചുരുക്കത്തിലൂടെ അവരുടെ ജീവിതത്തിൽ ഇടപെട്ടതിൻ്റെയും ഒരു വലിയ സാക്ഷ്യമാണിത്. മീന തന്നെ പറയുകയുണ്ടായി, ഞാൻ തനിച്ചാണ് എൻ്റെ വീട്ടിൽ, അതുകൊണ്ട് ഇന്ന് എനിക്കൊരു യാതൊരു പരിദേവനങ്ങളോ പരാതികളോ ഇല്ല. തനിച്ചായതുകൊണ്ട് ഒരുപാട് നന്മ ചെയ്യാനും ഓടി നടന്ന് എല്ലാവരുടെയും ആവശ്യങ്ങൾ സമർപ്പിച്ച് പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം അപേക്ഷിക്കാനുമൊക്കെ എനിക്കൊരുപാട് സമയമുണ്ട്. എൻ്റെ ഒറ്റപ്പെടലിനെ ഞാൻ വളരെയധികം നന്മയായി കണ്ടുകൊണ്ട് അത് എല്ലാവരിലേക്കും ദൈവസ്നേഹം എത്തിക്കാനുള്ള ഒരു സാധ്യതയായിട്ടാണ് ഇന്ന് മീന ഈ ഉടമ്പടിയിലൂടെ ലഭിച്ച വലിയ അനുഗ്രഹത്തിന് ഈശോയോട് നന്ദി പറയുന്നത്. പലരും ഒറ്റപ്പെടുന്നു, ഞാൻ ഏകനാണ്, അല്ലെങ്കിൽ എനിക്ക് ആരുമില്ല എന്നുള്ള ഒരു വലിയ സങ്കടത്തോടെ ജീവിക്കുന്നവർക്കെല്ലാം മീന നൽകുന്ന ഒരു വലിയ സാധ്യതയാണ്, അല്ലെങ്കിൽ ഉദാഹരണമാണ്. ഞാൻ എൻ്റെ ഈശോയോടൊപ്പമാണ്, ഞാൻ പരിശുദ്ധ അമ്മയോടൊപ്പം സഞ്ചരിക്കുന്നു. എന്നെ സുവിശേഷം ഏതറ്റം വരെയും എത്തിക്കാനുള്ള എൻ്റെ വലിയ തത്രപ്പാടിനെക്കുറിച്ച് ഇന്ന് മീന ഇവിടെ ഏറ്റുപറയുകയാണ്. നമ്മുടെ ഉടമ്പടി ജീവിക്കുമ്പോൾ നമുക്ക് സമയക്കുറവാണ് അനുഭവപ്പെടേണ്ടത്. കാരണം ചെയ്തു തീർക്കാനായി ഒരുപാടുണ്ട്. ഈശോയെ അറിയിക്കാൻ എനിക്ക് സമയം പോരാ എന്നുള്ള ഒരു നിലപാടിലേക്ക് എത്തുന്നവരാണ് യഥാർത്ഥത്തിൽ ഉടമ്പടി ജീവിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ന് മീനയ്ക്ക് ഏറ്റുപറയാനുള്ളത് അത് തന്നെയാണ്. തൻ്റെ എല്ലാ ജീവിത സാഹചര്യങ്ങളും മനോഹരമായി ഈശോയെ കൊടുക്കാനുള്ള വേദികളായി കാണുകയാണ്. മീനയ്ക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും, പ്രത്യേകിച്ച് വീട് എന്ന സ്വപ്നത്തിനും വീടിനൊരു വഴി നൽകുക എന്ന സ്വപ്നത്തിനും ഈശോ സാക്ഷാത്കരിച്ചതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് വീടും വഴിയുമില്ലാത്ത എല്ലാ മക്കളെയും, വസ്തുക്കളില്ലാത്ത മക്കളെയെല്ലാം ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ല ഒരു ഷൈനു ക്ലെയർ മാത്യൂസ്. ഞാൻ UK മാഞ്ചസ്റ്ററിൽ നിന്നാണ് വരുന്നത്. അവർ ലേഡി ലൂർദ് ചർച്ച് ഇടവകാംഗമാണ്. എനിക്കിന്ന് ഇവിടെ വരാനും മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷ്യം പറയാനും ലഭിച്ച അനുഗ്രഹത്തെ ഓർത്ത് അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൃപാസനത്തെ പറ്റിയുള്ള വളരെ വലിയ വിവരങ്ങളൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. എങ്ങനെയാണ് ഇവിടുത്തെ പ്രാർത്ഥനയെന്നും നേർച്ചയെന്നും ഒന്നും എനിക്കറിയില്ലായിരുന്നു. ഞാൻ എല്ലാ പള്ളികളിലും നടക്കുന്ന പോലെ ഒരു നേർച്ചയായിരിക്കും എന്ന് കരുതിക്കൊണ്ട് ഞാനിവിടെ വന്നു. UK നിന്ന് ലീവിന് വന്ന് ഇവിടെ വന്ന് ഈ പള്ളിയുടെ എതിരെ എല്ലാം നടന്നു നോക്കി. എനിക്കറിയില്ലായിരുന്നു എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്നിട്ട് ഞാൻ ജസ്റ്റ് അവിടെ അച്ഛൻ്റെ അടുത്ത് വന്ന് തലയ്ക്ക് പിടിപ്പിച്ചിട്ട് പുറത്തുള്ള മാതാവിൻ്റെ അവിടെ നിന്ന് പ്രാർത്ഥിച്ച് നേർച്ചയും ഇട്ടിട്ട് പോയി.
എൻ്റെ ഒരു കൂട്ടുകാരി വീണ്ടും എന്നോട് പറഞ്ഞു, അങ്ങനെയല്ല ചെയ്യേണ്ടത്, അവിടെ ചെന്ന് ഉടമ്പടി എടുക്കണം, ഉടമ്പടി എടുത്ത് നമുക്ക് ആ ഉടമ്പടിയിലുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി പാലിക്കണം എന്ന് പറഞ്ഞു തന്നതിൽ പ്രകാരം വീണ്ടും ഞാൻ അടുത്ത ലീവിന് ഇവിടെ വന്നു വീണ്ടും ഇതിലെല്ലാം പോയി നടന്നു. എനിക്ക് അതിൻ്റെ കാര്യങ്ങളൊന്നും വീണ്ടും എനിക്ക് പിടികിട്ടിയില്ല, ഞാൻ തിരിച്ചു പോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ UK കെയർ ഹോം നടത്തുകയാണ്. ഞാൻ അവിടെ ഓൾഡ് ഏജ് ഹോം എന്ന് പറയും, അവിടെ നേഴ്സിംഗ് ഹോം എന്ന് പറയും. അവിടെ നേഴ്സിംഗ് ഹോം നടത്തുന്നത് എൻ്റെ അടുത്തൊരു 100 സ്റ്റാഫോളം വർക്ക് ചെയ്യുന്നുണ്ട്. മലയാളികളായ 100ഓളം സ്റ്റാഫ് വർക്ക് ചെയ്യുന്ന ഇവിടെ നിന്നും വിസയിൽ പോയ സ്റ്റാഫാണ്. അവിടുത്തെ ഇമിഗ്രേഷൻ്റെ റൂളുകളെല്ലാം വളരെ സ്ട്രിക്റ്റായ സമയത്ത് ഞങ്ങളുടെ ലൈസൻസിന് ഒരു പ്രോബ്ലം ഉണ്ടായി. കാരണം ഞങ്ങളുടെ ഡയറക്ടേഴ്സിൻ്റെ ഷെയർ ഹോൾഡിങ്ങിനൊരു ചേഞ്ച് വന്നപ്പോൾ അത് ഹോം ഓഫീസിനെ ഇൻഫോം ചെയ്തില്ല എന്ന് പറഞ്ഞ കാരണത്താൽ യാതൊരു നോട്ടീസും ഇല്ലാതെ അവർ അപ്പീലിന് പോലും തരാതെ എനിക്ക് ആ ലൈസൻസ് റിവോക്ക് ചെയ്തു. അത് ചെയ്തതോടുകൂടി ഞങ്ങളുടെ ബിസിനസ്സും ആകെപ്പാടെ താറുമാറായി. കുട്ടികളെല്ലാം പരിഭ്രാന്തരായി. കാരണം എല്ലാവർക്കും തിരികെ പോരേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ വേറെ പലയിടത്തും ജോലി അന്വേഷിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ജോലി അന്വേഷിച്ച് കിട്ടുക എന്ന് പറയുന്നതും വളരെ ബുദ്ധിമുട്ടാണ്. റീലൊക്കേഷൻ ചെയ്യുക എന്ന് പറയുന്നതും ഒരു ഫാമിലി എല്ലാമായിട്ട് താമസിക്കുന്നത് അതെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആകെപ്പാടെ ഞങ്ങളുടെ നേഴ്സിംഗ് ഹോമിലെ അന്തരീക്ഷം തന്നെ വളരെ മാറി. കുട്ടികളെല്ലാം ഡിപ്രസ്ഡായി. ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാതിരുന്ന സമയത്ത് ഞാൻ ഓർത്തു ഏതായാലും കൃപാസന മാതാവിൻ്റെ അടുത്ത് പോവുകയും എൻ്റെ സങ്കടം പറയുകയും ചെയ്യണം. കാരണം ഞാനും വളരെയധികം തകർന്നു. UK ആകെമാല ഞങ്ങളുടെ ഹോമിനെ പറ്റിയുള്ള വാർത്തകളും ഒക്കെ വരാൻ തുടങ്ങി. ലൈസൻസ് റിവോക്കായി, 100ഓളം സ്റ്റാഫ് തിരിച്ചു പോകേണ്ടതായി വരുന്നു എന്നുള്ള വാർത്തകളും എല്ലാം വരാൻ തുടങ്ങി. ഞാനും ആകെ തകർന്നിരുന്ന സമയത്ത് വീണ്ടും ഞാൻ ലീവിന് ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു. 25/9/2025 ഞാൻ ഉടമ്പടി എടുത്ത് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത്ര വലിയ ആത്മീയമായിട്ടുള്ള രീതിയിലൊന്നും ജീവിക്കുന്ന ഒരാളല്ല. അത്യാവശ്യം ഞായറാഴ്ചയും അതുപോലുള്ള പ്രധാനപ്പെട്ട ദിവസങ്ങളിലും പള്ളിയിൽ പോകുമെന്നൊഴിച്ച് ബാക്കിയുള്ള പ്രാർത്ഥനകളോ വലിയ ഡീപ്പായിട്ടുള്ള ഒരു ആത്മീയ ജീവിതമൊന്നും എനിക്കില്ലായിരുന്നു. അതിനുശേഷം ഞാൻ ഇവിടെ വന്ന് കൃത്യമായിട്ടുള്ള ഉടമ്പടിയുടെ എല്ലാ കാര്യങ്ങളും പാലിക്കാനും രാവിലെ 5 മണിക്ക് തന്നെ എഴുന്നേറ്റ് പ്രാർത്ഥന ചെല്ലാനും വൈകുന്നേരത്തെ പ്രാർത്ഥനയൊക്കെ മുടങ്ങാതെയും ഡെയിലി ബ്രെഡും അതുപോലെ തന്നെ അച്ഛൻ്റെ ചൊവ്വാഴ്ചത്തെ ധ്യാനം എല്ലാം കൃത്യമായിട്ട് കേൾക്കാൻ തുടങ്ങുകയും എൻ്റെ ജീവിതത്തിന് തന്നെ ഒരു മാറ്റം സംഭവിക്കുകയും ഞാൻ എപ്പോഴും മൊബൈലിൽ വെച്ച് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും വാട്സാപ്പുമായിട്ട് നടന്നുകൊണ്ടിരുന്ന ഞാൻ അതിൽ നിന്നും എല്ലാം മാറി എനിക്ക് എപ്പോഴും ഇത് മൊബൈൽ വഴിയാണെങ്കിൽ പോലും ലുത്തീനിയ കേൾക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് എൻ്റെ ടൈം ആ ഒരു രീതിയിലേക്ക് ഞാൻ ചിലവഴിക്കാനും തുടങ്ങി. അതിനുശേഷം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് തിരിച്ചു പോയപ്പം ഫ്ലൈറ്റിൽ ഇരുന്നപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ഒരു സ്റ്റാഫും എൻ്റെ അപ്പുറത്തുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഇലഞ്ഞിപ്പൂവിൻ്റെ സ്മെൽ അനുഭവപ്പെട്ടു. പക്ഷേ എനിക്കിങ്ങനെ ഒരു സുഗന്ധാഭിഷേകത്തിനെ പറ്റിയൊന്നും എനിക്കറിയില്ലായിരുന്നു. കാരണം ഞാൻ ആ സമയം വരെ സാക്ഷ്യങ്ങളൊന്നും ഞാൻ കേട്ടിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ അടുത്തിരുന്ന ആളോട് ചോദിച്ചു, ഇതിലെ വല്ലൊരു എയർ ഹോസ്റ്റസ് ആ പെർഫ്യൂം അടിച്ചു പോയോ എന്ന് ചോദിച്ചപ്പം പറഞ്ഞു, ഇല്ല, അവർക്കാർക്കും അങ്ങനെ അനുഭവപ്പെട്ടില്ല. ഒരു സെക്കൻഡ് നേരത്തേക്ക് അത് അനുഭവപ്പെട്ടു. തിരിച്ച് ഞാൻ UK ചെന്ന് ഇറങ്ങി ഞാൻ ഈ സാക്ഷ്യങ്ങളെല്ലാം കേൾക്കപ്പെട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതൊരു സുഗന്ധാഭിഷേകമായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായത്. അതിനുശേഷം ഞാൻ ഇതുപോലെ പ്രാർത്ഥനയും കാര്യങ്ങളുമായിട്ട് ഞാൻ എൻ്റെ ജീവിതം മുന്നോട്ട് നീങ്ങിക്കൊണ്ട് കൃത്യമായിട്ട് ബൈബിൾ വായിക്കുകയും രാത്രിയിൽ പ്രാർത്ഥനകളെല്ലാം കൃത്യമായിട്ട് ചെല്ലുകയും നഴ്സിംഗ് ഹോമുകളിൽ എല്ലാ ദിവസവും രാവിലെ ഡ്യൂട്ടിക്ക് അവിടെ അങ്ങനെ ഒരു ശീലങ്ങളൊന്നുമില്ല. ഒരു നഴ്സിംഗ് ഹോമിലും പ്രാർത്ഥനയൊന്നുമില്ല. എങ്കിലും ഡ്യൂട്ടിക്ക് മുമ്പായിട്ട് സ്റ്റാഫുമാരെല്ലാവരും നിന്നോട് മാതാവിനോട് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യാൻ തുടങ്ങി. മാതാവിൻ്റെ വെഞ്ചരിച്ച രൂപം ഞങ്ങളുടെ നഴ്സിംഗ് ഹോമിൻ്റെ കയറി വരുന്ന റിസപ്ഷൻ റൂമിൽ തന്നെ വെച്ചു. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അത്ഭുതം എന്ന് പറയട്ടെ, UK ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല. ഹോം ഓഫീസിൽ നിന്ന് ഒരു ലെറ്റർ വരുന്നു, നിങ്ങൾക്ക് 18 മാസം കൂളിംഗ് പീരീഡ്, അതായത് 18 മാസം കഴിഞ്ഞ് ലൈസൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റൂ എന്ന ആ റൂൾ എടുത്ത് മാറ്റി നിങ്ങൾക്ക് വീണ്ടും ലൈസൻസിന് അപ്ലൈ ചെയ്യാം എന്നൊരു ലെറ്റർ എനിക്ക് വരികയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് കരഞ്ഞുപോയി. കാരണം അങ്ങനെ ഒരു നിയമം മാറുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല, അങ്ങനെ ഒരു ഹോമിന് കിട്ടിയതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു ലെറ്റർ വന്നു. ആ ലെറ്റർ കിട്ടി കഴിഞ്ഞപ്പോഴേ ഞാൻ തീരുമാനിച്ചു, ഞാൻ എൻ്റെ സ്റ്റാഫുമാരെയും കൂട്ടിക്കൊണ്ട് ഇവിടെ വന്ന് ഞാൻ സാക്ഷ്യം പറയാം. എനിക്ക് 100 പേരെയും ഒന്നിച്ചു കൊണ്ടുവരാൻ പറ്റത്തില്ല, എങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്നവരെ കൊണ്ട് വന്ന് ഞാൻ സാക്ഷ്യം പറയാമെന്ന് മാതാവിൻ്റെ അടുത്ത് ഞാൻ ഉറപ്പ് പറഞ്ഞ് അന്ന് തന്നെ ഞാൻ പറഞ്ഞു. അതിനുശേഷം ആ ഒരു ലൈസൻസ് കിട്ടി. വീണ്ടും ഞങ്ങൾക്ക് ഈ ആദ്യത്തെ ലൈസൻസ് റിവോക്ക് ആയതുകൊണ്ട് വീണ്ടും ഞങ്ങൾക്ക്
പുതിയ ലൈസൻസ് അപ്ലൈ ചെയ്യണം. പുതിയ ലൈസൻസ് അപ്ലൈ ചെയ്ത് ഈ 100ഓളം കുട്ടികളുടെ വിസ പുതിയ ലൈസൻസിലേക്ക് മാറ്റണം. അതിനുവേണ്ടിയുള്ള ആപ്ലിക്കേഷൻ കൊടുത്ത് ഞങ്ങൾ കാത്തിരുന്ന സമയത്ത് ആദ്യത്തെ ബാച്ചിൻ്റെ ലൈസൻസ് പുതുക്കി അവർക്ക് പുതുതായിട്ടുള്ള COS വരേണ്ട സമയം തീരുന്നതിൻ്റെ തലേ ദിവസം വരെയും ഞങ്ങൾക്ക് COS വന്നില്ല. അതിനോടകം കുറേ കുട്ടികളൊക്കെ വേറെ സ്ഥലത്ത് പോയി. കുറേ കുട്ടികൾ എൻ്റെ കൂടെ പിടിച്ചു നിന്നു. ഇല്ല, എന്ത് വന്നാലും ഞങ്ങൾ ഇവിടുന്ന് പോകുന്നില്ല എന്ന് പറഞ്ഞു തന്നെ അവർ നിന്നു. ഇവർക്ക് COS പുതുതായിട്ട് കൊടുത്ത് ആപ്ലിക്കേഷൻ ഇടണ്ട. തലേ ദിവസം വൈകുന്നേരം മൺഡേയിൽ ആപ്ലിക്കേഷൻ കൊടുക്കണം. ഫ്രൈഡേ ഈവനിങ്ങിന് 3 മണിയായപ്പോൾ എനിക്ക് അടുത്ത ലെറ്റർ ഹോം ഓഫീസിൻ്റെ വന്നിരിക്കുന്നു, നിങ്ങൾക്ക് 26 COS നിങ്ങളുടെ സാങ്ഷൻ ആക്കിയിരിക്കുന്നു പറഞ്ഞുകൊണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ആ കുട്ടികൾ ഓരോ ആൾക്കാർക്കും 4000 പൗണ്ട് വെച്ച് കൊടുത്ത് FLR ഇടണമായിരുന്നു. ഓരോ ഫാമിലിക്കൊക്കെ 16,000 പൗണ്ട് വരെ കൊടുക്കണമായിരുന്നു. അതിൽ നിന്നെല്ലാം മാതാവ് വളരെയധികം കാത്തു പരിപാലിച്ചു. വളരെയധികം വലിയൊരു അത്ഭുതം പ്രവർത്തിച്ചു. ഞങ്ങൾ എല്ലാ ദിവസവും ഞങ്ങളുടെ നേഴ്സിംഗ് ഹോമിൻ്റെ കയറി വരുന്ന വാതിലിൽ കുരിശു വരയ്ക്കും, ഉപ്പ് അവിടെയെല്ലാം വെതറും. അങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് വളരെയധികം മാതാവിൻ്റെ ഒരു അത്ഭുതം ഞങ്ങളുടെ ഹോമിൽ പ്രവർത്തിച്ച് അവിടെ വർക്ക് ചെയ്യുന്ന കുട്ടികളുടെ എല്ലാം വിസ റിന്യൂ ചെയ്യുവാൻ ഞങ്ങൾക്ക് സാധിച്ചു. രണ്ടാമതായി പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ സമയത്ത് സാമ്പത്തികമായിട്ട് ഞങ്ങളുടെ കെയർ ഹോമിനെ വളരെയധികം ഒലച്ച് കഴിഞ്ഞ സ്റ്റാഫുമാർ പോകുന്നു. അവരുടെ എല്ലാം സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് ആ സമയത്ത് വന്നു. ആ സമയത്ത് ഞങ്ങൾക്ക് അവിടുത്തെ ടാക്സ് HMRC എന്നാണ് പറയുന്നത്, ടാക്സ് ഓഫീസിന് ഒരു 4.5 കോടിയോളം രൂപ ഞങ്ങൾക്ക് അടയ്ക്കണം. അത് അടയ്ക്കാനുള്ള പെൻഡിങ് വന്നു. ആ പെൻഡിങ് വന്ന സമയത്ത് ഞങ്ങൾക്ക് 14 ദിവസത്തെ നോട്ടീസ് തന്നു, അല്ലെങ്കിൽ ഹോം ക്ലോസ് ചെയ്യുമെന്നും പറഞ്ഞ്. ഇതിൻ്റെ സത്യം പറഞ്ഞാൽ കൂനിന്മേ കുരു എന്ന പോലെ തന്നെയാണ് ഞങ്ങൾക്ക് അന്ന് അനുഭവപ്പെട്ടത്. കാരണം ഇതിൻ്റെ ഒന്ന് കഴിഞ്ഞ് നിൽക്കുന്ന അതിൻ്റെ ആ ഒരു വിഷമത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ടാക്സ് ഓഫീസിൽ നിന്ന് ഞങ്ങൾക്ക് വൈൻഡിങ് ലെറ്റർ വരുന്നത്. 14 ദിവസമേ ഉള്ളൂ, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോൾ എനിക്ക് ഗവൺമെൻറ്റിൻ്റെ അടുത്തുനിന്ന് എനിക്കൊരു 2-2.5 കോടിയോളം രൂപ എനിക്ക് പെൻഡിങ് കിടപ്പുണ്ടായിരുന്നു വരാൻ. അതും കിട്ടുന്നില്ല. ഞാൻ അതിനുവേണ്ടി വളരെയധികം പരിശ്രമിച്ചുകൊണ്ടിരിക്കുവാണ്. പക്ഷേ അതൊന്നും റിലീസാകുന്നില്ല. ഗവൺമെൻറ്റിൻ്റെ പൈസ അവിടെ കിടക്കുന്നു, എന്ത് ചെയ്യുമെന്ന് അറിയുന്നില്ല. ആ സമയത്ത് ഞാൻ ഈ ഗവൺമെൻറ്റിൻ്റെ പൈസ റിലീസ് ചെയ്യാനുള്ള പേപ്പറുകൾ നീക്കിക്കൊണ്ടിരുന്നു. അതും അത്ഭുതമെന്ന് പറയട്ടെ, വളരെ പെട്ടെന്ന് അവർ ഒരാഴ്ചയ്ക്കുള്ളിൽ ഞങ്ങൾക്ക് ആ പൈസ റിലീസ് ചെയ്ത് തന്നു. അതുപോലെ തന്നെ എൻ്റെ ഒരു സുഹൃത്ത് പല മീറ്റിങ്ങുകളിലും വെച്ച് കണ്ട് പരിചയമുള്ള ഒരു അച്ചായന് എനിക്കത് ഞാൻ എൻ്റെ ബുദ്ധിമുട്ട് പറഞ്ഞപ്പോൾ ഒരു കാര്യം ചെയ്യൂ ഷൈനു, ഞാൻ നിനക്ക് പൈസ തരാം, നീ എനിക്ക് പലിശ പോലും തരണ്ട എന്ന് പറഞ്ഞ് എന്നെ സഹായിച്ചു. ആ പൈസ HMRCയുടെ ടാക്സ് ഓഫീസിൻ്റെ പൈസ ഞങ്ങൾക്ക് വിതിൻ 14 ഡേയ്സ് പറഞ്ഞ് ഞങ്ങൾക്ക് 8-9 ദിവസം കൊണ്ട് ഞങ്ങൾക്കത് അടയ്ക്കാൻ സാധിച്ചു. അങ്ങനെ ആ ഒരു വളരെ വലിയൊരു പ്രശ്നത്തിൽ നിന്ന് ഞങ്ങളുടെ ഹോമിനെ രക്ഷിക്കാൻ സാധിച്ചു. ഈ സാമ്പത്തികമായി ഈ ബുദ്ധിമുട്ട് വന്ന സമയത്ത് ഞങ്ങൾക്ക് ദുബായിൽ റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ അതിലൊരെണ്ണം സെയിൽ ചെയ്തേക്കാമെന്ന് കരുതിക്കൊണ്ട് സെയിലിൻ്റെ പ്രോസസ്സുമായി നീങ്ങുന്നു. എല്ലാ കച്ചവടക്കാർ വരും, നോക്കും, പോകും, പിന്നെ ഇങ്ങോട്ട് വരത്തില്ല. അങ്ങനെ വളരെ ബുദ്ധിമുട്ടായി സെയിൽ ചെയ്യാൻ നടക്കുന്നില്ല. ലാസ്റ്റ് ഞാൻ ദുബായിൽ ചെന്ന് ഞാൻ ഇതുപോലെ തന്നെ എണ്ണ കൊണ്ട് കുരിശ് റെസ്റ്റോറൻറ്റ് മുമ്പിൽ വരച്ച് ഉപ്പ് ഞാൻ അവിടെയെല്ലാം വെതറി. അങ്ങനെ നിന്ന് ഏകദേശം ഒരാഴ്ചയ്ക്കുള്ളിൽ അതിൻ്റെ കച്ചവടവും നടക്കാൻ സാധിച്ചു. അങ്ങനെ ഞങ്ങൾക്ക് ഇത് വലിയ ഒരു ഉപകാരങ്ങൾ എനിക്ക് മാതാവിൽ നിന്നും സ്വീകരിക്കാൻ പറ്റിയതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. എൻ്റെ ഓരോ ദിവസത്തെയും ജീവിതം ഞാനിപ്പോൾ തുടങ്ങുന്നത് മാതാവിൻ്റെ രൂപത്തിന് മുമ്പിൽ പ്രാർത്ഥിച്ച് ചിറങ്ങും. ഞാൻ എന്ത് പ്രശ്നം, എനിക്കിപ്പോൾ ഒരു സാമ്പത്തികമായ ഒരു പ്രശ്നമാണ് ഇന്ന് കൈകാര്യം ചെയ്യേണ്ടതാണെങ്കിൽ പോലും ഞാൻ മാതാവിൻ്റെ മുമ്പിൽ അത് പ്രാർത്ഥിച്ച് ഇറങ്ങിക്കഴിയുമ്പോൾ അത് എങ്ങനെയാണ് നീങ്ങുന്നതെന്ന് അറിയില്ല. ഏതായാലും അതെല്ലാം നല്ലപോലെ എനിക്ക് കാര്യങ്ങൾ നടത്തി തരുന്നുണ്ട്. ചെറുതും വലുതുമായ വളരെ എനിക്ക് നിയോഗങ്ങൾ എനിക്ക് സാധിച്ചു കിട്ടുന്നുണ്ട്. മാതാവിൻ്റെ മുമ്പിൽ ഞാൻ വളരെയധികം അതിന് നന്ദി പറയുന്നു. കാരണം എൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. ഇന്ന് ഞാൻ ഇപ്പം വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോഴാണെങ്കിലും ഞാൻ ഈ പ്രാർത്ഥനകളും ധ്യാനവും ഒക്കെ കേൾക്കുന്ന ഒരു ജീവിതമായിട്ട് എൻ്റെ മാറിയിരിക്കുന്നു. മറ്റേത് വാട്സാപ്പും ഫേസ്ബുക്കും ആയിട്ട് നിന്നോണ്ടിരുന്ന അതിൽ നിന്നൊക്കെ ഒരു മാറ്റം എൻ്റെ ജീവിതത്തിൽ തന്നെ ഉണ്ടായി എന്നത് എന്നിൽ സംഭവിച്ച ഈ അത്ഭുതങ്ങളെക്കാളും കൂടുതലായിട്ട് ഞാൻ ടോട്ടലി മാറി എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായ ഏറ്റവും വലിയ മാതാവിനോട് നന്ദി പറയേണ്ടതായിട്ടുള്ളത്. ഇങ്ങനെയുള്ള ഓരോവിധ അനുഗ്രഹങ്ങളും എനിക്ക് തരുന്നതിന് അമ്മ മാതാവിന് കോടാനുകോടി നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കെയർ ഹോമാണ് നടത്തുന്നത്. എനിക്കവിടെ പോയി ജോലി ചെയ്യേണ്ട കാര്യമില്ല. എങ്കിൽ പോലും ഞാൻ അവിടെ ചെന്ന് അവിടെയുള്ള അന്തേവാസികൾക്ക് എന്നെക്കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ, ചെറിയ കാര്യങ്ങളെല്ലാം ചെയ്യുകയും അവരെ നോക്കുകയും ചെയ്യും. നാട്ടിൽ വരുന്ന സമയത്ത് ഇവിടുത്തെ ഓൾഡ് ഏജ് ഹോം ഞാൻ സന്ദർശിക്കും. അതുപോലെ മരുന്ന് മേടിക്കാൻ കഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് മരുന്ന് മേടിക്കാൻ പൈസ കൊടുക്കുകയും അങ്ങനെയുള്ള ചെറിയ സേവനങ്ങളൊക്കെ ഞാൻ എന്നെക്കൊണ്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ
ഞാൻ ഇവിടുന്ന് മേടിച്ച് കഴിഞ്ഞാൽ അത് എല്ലായിടത്തും കൊണ്ടു കൊടുക്കാറുണ്ട്. പള്ളിയിൽ പോകുമ്പോൾ പള്ളിയിൽ കാണുന്ന ആൾക്കാർക്ക് കൊടുക്കും. അതുപോലെ ഏതെങ്കിലും മീറ്റിങ്ങുകൾ പോകുവാണെങ്കിൽ അവിടെ വരുന്ന ആൾക്കാർക്ക് കൊടുക്കും, സ്റ്റാഫിന് കൊണ്ടുപോയി കൊടുക്കും. പിന്നെ എല്ലാ പ്രാവശ്യവും വന്നിച്ച് പോകുമ്പോൾ മാതാവിൻ്റെ രൂപവും കൊന്തയും അതുപോലെ തന്നെ ലോക്കറ്റും ഒക്കെ ഞാൻ മേടിച്ച് എൻ്റെ സ്റ്റാഫിനും അവിടെയുള്ള എല്ലാ ആൾക്കാർക്കും ഞാൻ കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്യാറുണ്ട്. പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് 10-ാം അധ്യായം 9-ാം വാക്യം. ആകയാൽ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചുവല്ലെന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഷൈനു ക്ലെയർ മാത്യു തൻ്റെ അനുഭവ സാക്ഷി നമുക്ക് മുമ്പിൽ വ്യക്തമാക്കുകയായിരുന്നു. താൻ UK നടത്തിക്കൊണ്ടിരിക്കുന്ന കെയർ ഹോമിൽ ലൈസൻസ് റദ്ദായി പോവുകയും അത് സമയത്തിൻ്റെ ചുരുക്കത്തിൽ തന്നെ അത് തിരിച്ച് ലഭിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. കാരണം 18 മാസം കഴിഞ്ഞാൽ മാത്രമേ ആ ലൈസൻസിനുള്ള മറ്റ് കാര്യങ്ങൾ റിവോക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ സാധിക്കുകയുള്ളൂ. എന്നാൽ ആ ഒരു സമയത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ ഇടപെടലിലൂടെയും പരിശുദ്ധ അമ്മയോട് ചേർത്ത് വെച്ച ഇവിടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ കാണുകയും ചെയ്യുന്നത് അത് എത്രയും പെട്ടെന്ന് മാറ്റിക്കൊടുക്കുകയൊക്കെയാണ്. അതോടൊപ്പം തന്നെ HMRCയുടെ ടാക്സ് 4 കോടി രൂപ വരുന്നത് അത് 14 ദിവസം കൊണ്ട് അടക്കുവാനൊക്കെ ആയിട്ട് സാധിച്ചത് ഉടമ്പടിയോട് ചേർന്നുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ടുള്ള ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകുമ്പോഴായിരുന്നു. പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയാം. ഇവിടെ ജീവിതത്തിൽ ഇനിയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷികളായിട്ട് ഇവരെ മുമ്പോട്ട് കൊണ്ടുപോകണമേ എന്നും അതോടൊപ്പം നിരവധി അനുഗ്രഹങ്ങളാൽ ഇവരെ വഴി നടത്തണമേ എന്നൊക്കെ പ്രാർത്ഥിക്കാം. ഒപ്പം ഈ അങ്ങേ സന്നിധിയിലായിരിക്കുന്ന പരിശുദ്ധ അമ്മയുടെ സന്നിധിയിലായിരിക്കുന്ന ഓരോ മക്കളെയും പ്രത്യക്ഷീകരണ സാക്ഷികളായിട്ട് ഉയർത്തണമേ. ആൾക്കാരിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ ഉയർത്തിനോർത്ത് ഞാൻ നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ കോടാനുകൂടി നന്ദി പറയുന്നു. ഞാൻ തൊടുപുഴ, ഇടുക്കി ജില്ലയിലെ തൊടുപുഴ എന്ന സ്ഥലത്ത് നിന്ന് ഞാൻ വരുന്നു. എൻ്റെ പേര് കുമാരി വാസുദേവൻ. ഞാനൊരു അക്രൈസ്തവയാണ്. ഇതെൻ്റെ മകൾ അമൃത. പിന്നെ കൃപാസനത്തെ പറ്റി ഞാൻ കേട്ടത് എൻ്റെ മകളിലൂടെയാണ്. എൻ്റെ മകളാണ് ആദ്യം ഉടമ്പടി എടുത്തിരുന്നത്. എനിക്ക് ഒരു വീടില്ലായിരുന്നു. ആ വീടിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അമ്മയുടെ മുമ്പിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം എൻ്റെ മകൾ എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഉടമ്പടി ആലപ്പുഴയിൽ കൃപാസനം എന്നൊരു സ്ഥാപനമുണ്ട്, അവിടെ പരിശുദ്ധ അമ്മ ഒരുപാട് അനുഗ്രഹങ്ങളും കൃപകളും നൽകുന്ന അമ്മയാണ് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി ആഗ്രഹം തോന്നി. ഞാനും ഉടമ്പടി എടുക്കാൻ ഇടയായി. ഞാൻ ഈ ആൾത്താര അതുപോലെ തന്നെ ഞാൻ സ്വപ്നം കണ്ടിരുന്നു. പരിശുദ്ധ അമ്മയും ഈശോയും നിൽക്കുന്നത്, അതുപോലെ ജോസഫ് അച്ഛൻ ഈ ആൾത്താരയിൽ ബൈബിളുമായിട്ട് നിൽക്കുന്ന സ്വപ്നം കണ്ടു. അങ്ങനെയാണ് ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നത്. ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്കൊരു ഭവനം വേണമെന്നായിരുന്നു എൻ്റെ ആദ്യത്തെ നിയോഗം. ആ നിയോഗത്തിലൂടെ പരിശുദ്ധ അമ്മ എനിക്ക് ഞാൻ ഉദ്ദേശിച്ചതിനേക്കാളും വലിയൊരു ഭവനം തന്നെ എന്നെ അനുഗ്രഹിച്ചതിനോർത്ത് ഞാൻ നന്ദി പറയുന്നു. ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങൾ നോക്കി, വീട് വെക്കുന്നതിന് വേണ്ടി സ്ഥലങ്ങൾ നോക്കി അന്വേഷിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഒന്നും ശരിയായില്ല. ഒത്തിരി തടസ്സങ്ങളായിരുന്നു എല്ലാത്തിനും. അത് കഴിഞ്ഞ് ഒരു മകനെ തന്നെ ഒരാളിലൂടെ ഒരാളെ തന്നെയാണ് പരിശുദ്ധ അമ്മ എനിക്ക് ഒരുക്കി തന്ന ഒരു വീട് കാണുവാനും അത് വാങ്ങിക്കുവാനും വേണ്ടിയിട്ടൊരു ആളെ തന്നെയാണ് പരിശുദ്ധ അമ്മ എനിക്ക് അമ്മയുടെ ഇടപെടലിലൂടെ തന്നത്. അങ്ങനെ ഒരു വീട് കാണുവാനിടയായി. ആ വീടും സ്ഥലവും ഞങ്ങൾ വാങ്ങിച്ചു. പിന്നെ ഞങ്ങൾ താമസിച്ചിരുന്ന എൻ്റെ ഭർത്താവിൻ്റെ തറവാട്ട് വീട്ടിലാണ്. ആ വീട്ടിൽ അവർ 7 മക്കളാണ് അമ്മയ്ക്കുണ്ടായിരുന്നത്. വീട് ഭാഗോടമ്പടി ചെയ്യേണ്ട ഒരു വീടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഒരു നിവൃത്തിയില്ലാത്ത ഒരു സമയത്താണ് ഞങ്ങൾ അമ്മയെ വിളിച്ച് അപേക്ഷിച്ച് 27 വർഷമായി ഞാൻ വീടിന് വേണ്ടി അപേക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുകയാണ്. എല്ലാ വർഷവും മഴക്കാലത്ത് വെള്ളം കയറുന്ന ഒരു സ്ഥലമായിരുന്നു ഞങ്ങളുടേത്. വെള്ളം കയറുമ്പോൾ ഞങ്ങൾ എല്ലാ സാധനങ്ങളും വാരിക്കെട്ടി വേറെ സ്ഥലങ്ങളിലേക്കൂടെ പോയി കഴിയണം. അങ്ങനെയൊക്കെയുള്ളൊരു അവസ്ഥയിലായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് വീടിന് വേണ്ടി അപേക്ഷിക്കുകയും പരിശുദ്ധ അമ്മ ഒരാളെ തന്നെ തന്ന് ഞങ്ങൾക്കൊരു സ്ഥലവും വീടും കാണിച്ചു തരികയും ആ വീട് ഞങ്ങൾക്ക് വാങ്ങിക്കുവാൻ ഇടയാക്കുകയും ചെയ്തത്. എൻ്റെ മകൾക്ക് വേണ്ടി, എൻ്റെ മകൾ UK പോകുന്നതിന് വേണ്ടി ഉടമ്പടി എടുത്തിരുന്നു. ആ മകളുടെ സാക്ഷ്യം അമൃത പറയും. എൻ്റെ പേര് അമൃത. ഞാൻ തൊടുപുഴയിൽ നിന്നാണ് വരുന്നത്. ഞാനൊരു ഹൈന്ദവ വിശ്വാസിയാണ്. ഞാൻ ചെറുപ്പം തൊട്ടേ എനിക്ക് ഈശോനെയും മാതാവിനെയൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ ഇവിടെ വന്നത് എൻ്റെ ഫ്രണ്ട് വഴിയാണ്. അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ഒരു ആലയത്തിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി വളർത്തിയതിന് അമ്മയോട് ഞാൻ കോടാനുകൂടി നന്ദി പറയുന്നു. അതോടൊപ്പം ഈശോപ്പയോടും. എൻ്റെ ഫ്രണ്ട് വഴിയാണ് ഞാൻ 2023 ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്.
ആ സമയത്ത് ഓൾറെഡി ഞാൻ 2 വട്ടം OET എഴുതിയിട്ടുണ്ടായിരുന്നു. ഞാനൊരു നഴ്സിംഗ് പാസ്സായ വ്യക്തിയാണ്. ആ സമയം ഞാൻ 2 വട്ടം OET ഫെയിലാവുകയും മാനസികമായി നല്ലപോലെ തളർന്നിട്ടുണ്ടായിരുന്നു. കാരണം ഒരു OETക്ക് നല്ലൊരു പൈസയാകും എക്സാം എഴുതുന്നതിന്. സാമ്പത്തികമായി ഞങ്ങൾ വളരെ പിന്നോക്കം നിന്ന വ്യക്തികളാണ്. എൻ്റെ അച്ഛൻ 2019 മരിച്ചുപോയ വ്യക്തിയാണ്. ഞങ്ങൾ 3 പെൺകുട്ടികളാണ്. എൻ്റെ അമ്മ മാത്രമായിരുന്നു അന്നൊരു വരുമാനമായിട്ടുണ്ടായിരുന്നുള്ളൂ. അതൊരു ചെറിയ ജോലിയാണ് എൻ്റെ അമ്മയ്ക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഒത്തിരി വട്ടം എക്സാം എഴുതുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെക്കൊണ്ട് നടക്കാത്ത കാര്യമായിരുന്നു. അങ്ങനെ ഞാൻ പക്ഷേ നടക്കാത്തത് കൊണ്ട് തന്നെ ഞാൻ ജോലിക്ക് കയറി. കോട്ടയത്തൊരു ഹോസ്പിറ്റലിൽ ഞാൻ ജോലിക്ക് കയറി. പക്ഷേ എൻ്റെ ഫ്രണ്ട്സൊക്കെ അത്യാവശ്യം നന്നായി പ്രാർത്ഥിക്കുന്ന വ്യക്തികളായിരുന്നു. എനിക്ക് കിട്ടിയ ഫ്രണ്ട്സ് എല്ലാവരും അങ്ങനെ തന്നെയായിരുന്നു. അവർക്കെല്ലാവർക്കും OET കിട്ടിക്കഴിഞ്ഞപ്പോൾ എൻ്റെ അവസ്ഥ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെ അവരെന്നെ ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിച്ചായിരുന്നു. എക്സാം ഒന്നുകൂടെ എഴുത്, നിനക്ക് പോവണ്ടേ പുറത്തേക്ക്, രക്ഷപ്പെടണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട്. ആ സമയത്ത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും പാസ്സായി നിന്ന സമയമാണ്. അവൾ പറഞ്ഞിട്ട് ഞാൻ എക്സാം എഴുതാനായിട്ട് പോയി. കാശില്ലാതിരുന്നിരുന്ന സമയത്ത് ഞാൻ ചുരുക്കി പിടിച്ചിരുന്ന എൻ്റെ സാലറിയിൽ നിന്നും പിന്നെ അതുപോലെ തന്നെ അമ്മ കുടുംബശ്രീയിൽ നിന്നും മറ്റും എടുത്ത ലോണിനും ഒക്കെ കൂടിയിട്ടാണ് ഞാൻ പരീക്ഷ എഴുതിയത്. ഒരു ഉറപ്പുമില്ലാതെയാണ് ഒരു കോൺഫിഡൻസും ഇല്ലാതെയാണ് ഞാൻ എക്സാം എഴുതിയത്. കാരണം ഞാൻ പ്രിപ്പറേഷൻ കഴിഞ്ഞിരുന്ന സമയത്ത് 2 വട്ടം ഞാൻ തോറ്റുപോയിട്ടുണ്ടായിരുന്നു. അപ്പം ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഞാൻ 3ാമത് എക്സാം എഴുതാൻ വേണ്ടി വരുന്നത്. അതെൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കുന്നത്. അതിനുശേഷം ഈ ജോലിയുടെ തിരക്കുകൊണ്ട് തന്നെയും എനിക്ക് പഠിക്കാനുള്ള ഇതൊക്കെ അങ്ങ് പോയായിരുന്നു. കാരണം ഓൾറെഡി ഫെയിലായി, മാനസികമായി നമ്മൾ തളർന്നു. പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. എനിക്ക് പഠിക്കാനൊന്നും തോന്നുന്നില്ല. ഞാൻ ആകെ പ്രാർത്ഥിച്ചത്, മാതാവേ എനിക്ക് അറിഞ്ഞുകൂടാ ഒന്നും, ഞാൻ പഠിച്ചതൊക്കെ മറന്നുപോയി, എനിക്ക് സമയമില്ല പഠിക്കാൻ, നീ കൂടെ വന്നേക്ക് എന്നുള്ള രീതിയിലാണ് ഞാൻ പോയത്. എക്സാമിന് പോയപ്പോൾ എനിക്ക് സ്പീക്കിംഗ് ഭയങ്കര ഒരു മൊഡ്യൂളാണ് OETയിലെ. സ്പീക്കിംഗ് എനിക്ക് ഭയങ്കര ടഫായിട്ടുള്ളൊരു സാധനമാണ്. പക്ഷേ അപ്പോൾ ഞാൻ എന്ന് പ്രാർത്ഥിച്ചത് ഇത്ര മാത്രമാണ്, ദൈവമേ നാണം കെടുത്താനുള്ളൊരിട വരുത്തരുത്. ആ വന്നിരിക്കുന്ന വ്യക്തിക്ക് എന്തൊരു മണ്ടിയാന്നുള്ള രീതിയിൽ എന്നെ കാണാനുള്ളൊരിട വരുത്താതെ എന്നെ അത്രയും കാം ആൻഡ് ക്വയറ്റായിട്ട് വെക്കുന്ന ഒരു വ്യക്തിനെ എനിക്ക് എക്സാമിനറായിട്ട് കിട്ടണം എന്ന് ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചായിരുന്നു. കൃപാസനത്തിൽ എൻ്റെ കാശുരൂപവും അതുപോലെ തന്നെ ഉപ്പും എല്ലാം ഞാൻ കൊണ്ടുപോയായിരുന്നു. ഞാൻ പരീക്ഷ എഴുതുന്നിടത്തൊക്കെ ഇട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് പരീക്ഷയ്ക്ക് ഇരുന്നത്. അതുപോലെ തന്നെ പരീക്ഷയുടെ സമയത്ത് ടെൻഷൻ കൊണ്ടാവാം ഞാൻ ഫുള്ളി ബ്ലാങ്ക് ആയിപ്പോയി. എനിക്ക് എക്സാമൊന്നും വായിക്കാൻ പറ്റുന്നില്ല, റീഡിങ്ങിന് ഒന്നും ടിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എനിക്ക് ഓരോ ഓപ്ഷനായിട്ട് എൻ്റെ മനസ്സിൽ വരും, അത് ടിക്ക് ചെയ്തോ ഇത് ടിക്ക് ചെയ്തോ എന്നുള്ള രീതിയിൽ ആ മൊഡ്യൂൾ ഞാൻ പാസ്സായി. അതുപോലെ തന്നെ സ്പീക്കിങ്ങിന് പോയപ്പം വളരെ നല്ലൊരു മാഡമായിരുന്നു എനിക്ക് കിട്ടിയത്. എന്നെ അത്രയ്ക്കും കോൺഫിഡൻസ് ആയിട്ട് എന്നെ അത്രയും കംഫർട്ടബിൾ ആക്കി വെച്ചൊരു മാഡമായിരുന്നു എനിക്ക് എക്സാമിന് ഉണ്ടായിരുന്നത്. എനിക്ക് ടൈം തീരാന്നിട്ട് തന്നെ മാഡം വീണ്ടും ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ഒക്കെ പറഞ്ഞു തന്ന് എന്നെ അത്രയും സമാധാനപരമായി എന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടു. പിന്നെ എനിക്കൊരു സന്തോഷം ഉണ്ടായിരുന്നു, തോറ്റാലും കുഴപ്പമില്ല, നാണം കെടാതെ ഇറങ്ങിയല്ലോ എന്നുള്ളൊരു സന്തോഷത്തിലാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്നത്. റിസൾട്ട് വന്നപ്പോൾ റിസൾട്ട് നോക്കാൻ എനിക്ക് ഭയങ്കര പേടിയാണ്. കാരണം ഒന്നും പഠിക്കാതെ പോയ ആര് പാസ്സാക്കാനെന്നുള്ള രീതിയിൽ ഞാൻ നിന്നിരുന്നു. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ പരിശുദ്ധ അമ്മ എന്നെ പാസ്സാക്കി. അത് കഴിഞ്ഞ് പോകാൻ വേണ്ടിയിട്ട് ഒത്തിരി ചിലവുണ്ട്. നമ്മൾ UK ആണ്, എനിക്ക് UK സ്കോർ ആയിരുന്നു. UK പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് ചിലവുണ്ട്. സാധനങ്ങൾ മേടിക്കണം, വിസ പ്രോസസ്സിങ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾക്ക് അധികം വരുമാനമൊന്നും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് എനിക്ക് ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ വന്ന ഏറ്റവും വലിയ മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എവിടെ പോയാലും എനിക്കൊരാളെ ദൈവം അവിടെ കണ്ടുവച്ചിട്ടുണ്ടാവും എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട്, ഞങ്ങളെല്ലാവരും ഹെൽപ്പ് ചെയ്യാനായിട്ട്. ആ സമയത്ത് അത്രയും കാശിൻ്റെ ആവശ്യം വന്നപ്പം എൻ്റെ ഫ്രണ്ട് കോട്ടയത്താണ്, അവളുടെ പപ്പ ഇങ്ങോട്ട് വിളിച്ചിട്ട് സംസാരിച്ചു, അമ്മയോട് സംസാരിക്കണം എന്ന് പറഞ്ഞ് അമ്മയോട് ചോദിച്ചു, ഇങ്ങനെ കുറേ കാശിൻ്റെ ആവശ്യമില്ലേ, എന്നാ ചെയ്യുന്നേ, കാശില്ലല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു ലോൺ എടുക്കാം, പിന്നെ കയ്യിലുള്ള സ്വർണ്ണമൊക്കെ വിൽക്കാം എന്നുള്ള രീതിയിൽ സംസാരിച്ചിരുന്നു അമ്മ. പക്ഷേ അവളുടെ പപ്പ പറഞ്ഞു വേണ്ട, അങ്ങനെ ചെയ്യരുത്, ഇനി ഞങ്ങൾ 3 പെൺകുട്ടികളാണ്, എങ്ങനെ അവരെ പഠിപ്പിക്കും, അതുകൊണ്ട് അങ്ങനെ ലോണൊന്നും എടുത്ത് നശിപ്പിക്കരുത്, പപ്പ ഒരാളെ പരിചയപ്പെടുത്തി തരാമെന്നല്ല, അദ്ദേഹം ഇങ്ങനെ പാവപ്പെട്ട പിള്ളേരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ഒരാളാണ്, അദ്ദേഹത്തിന് പേര് പറയാൻ താല്പര്യമില്ല, പക്ഷെ പൈസ തന്ന് സഹായിക്കും, പലിശയൊന്നും കൊടുക്കാതെ, ജോലി കിട്ടിക്കഴിഞ്ഞ് കാശൊക്കെ ആയി കഴിയുമ്പം അടച്ചു തീർത്താൽ മതി എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ അദ്ദേഹം എനിക്ക് 2 ലക്ഷം രൂപ തന്ന് സഹായിച്ചു. പിന്നെ അമ്മ സാധനങ്ങളൊക്കെ മേടിക്കാനൊക്കെ ആയിട്ട് അമ്മ കുടുംബശ്രീയിൽ നിന്നൊക്കെ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ UK പോകാനുള്ള സാധനങ്ങൾ മേടിക്കാനും മറ്റും ഞങ്ങൾക്ക് അതിനുള്ള ഇതൊന്നും ഇല്ലായിരുന്നു, അറിയത്തുമില്ല എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഞാൻ കോട്ടയത്തായിരുന്നതുകൊണ്ട് തന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലായിരുന്നു ഞാൻ പോയിക്കൊണ്ടിരുന്നത്. അവരുടെ മോളെപ്പോലെ തന്നെ എന്നെ കൊണ്ടുപോയി ഓരോ സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്ത് അത് പാക്ക് ചെയ്ത് എനിക്ക് വീട്ടിൽ കൊണ്ടു തന്നു. എനിക്കൊന്നും അറിയേണ്ടി വന്നിട്ടില്ല. കംപ്ലീറ്റ്ലി പാക്ക് ചെയ്ത് വീട്ടിലോട്ട് പെട്ടിയായിട്ടാണ് എന്നെ പറഞ്ഞു വിട്ടത് പോകുന്നതിൻ്റെ 2 ദിവസം മുന്നേ. അത്ര എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മാതാവിൻ്റെ ശക്തമായ ഇടപെടൽ മാത്രമാണ് അങ്ങനെ ഒരു വ്യക്തിനെ എനിക്ക് തന്ന്. എൻ്റെ അച്ഛൻ മരിച്ചു പോയെങ്കിൽ ആ സ്ഥാനത്ത് നിന്നെല്ലാം പപ്പ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു.
അതുപോലെ 2 ലക്ഷം രൂപ എന്ന് സഹായിച്ച അദ്ദേഹം ഇപ്പോഴും എനിക്കറിയില്ല ആരാന്ന്. പക്ഷേ ജോലി കിട്ടി, ഞാൻ UK പോയി ജോലി കിട്ടിക്കഴിഞ്ഞിട്ട് 1 വർഷത്തിന് മുന്നേ തന്നെ ഞാൻ ആ പൈസ കൊടുത്ത് തീർത്തായിരുന്നു. അത് ഞാൻ ചെയ്യേണ്ട കാര്യമായതുകൊണ്ട് തന്നെ ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പറയാനായിട്ട് അമ്മ വീടിൻ്റെ കാര്യം പറഞ്ഞത്, ഞങ്ങൾ 27 വർഷമായിട്ട് ഞങ്ങൾ എൻ്റെ അച്ഛൻ്റെ തറവാട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അത് എല്ലാവർക്കും ഭാഗം കൊടുക്കേണ്ട ഒരു വീടാണ്. അപ്പോൾ ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ സ്വപ്നം പോലും ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം എനിക്കൊരു ജോലിയുണ്ട്, അമ്മയ്ക്ക് ചെറിയൊരു ജോലിയുണ്ട്. പക്ഷേ ഒരു വീടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തോരം ചിലവാകും നമുക്ക് എല്ലാവർക്കും അറിയാം. ഞങ്ങൾ വീടിന് ജോലിയുടെ ആ ബലത്തിൽ ഞാൻ പറഞ്ഞു, ഓക്കെ നോക്കിക്കോ, വീട് നോക്കിക്കോ, സ്ഥലം നോക്കിക്കോളാനൊക്കെ പറഞ്ഞു. അപ്പോൾ അമ്മയും എൻ്റെ അനിയത്തിമാരുമാണ്, അവർ വീടൊക്കെ നോക്കി തുടങ്ങി, സ്ഥലമൊക്കെ നോക്കി തുടങ്ങി. പക്ഷെ ഒന്നും ശരിയാവുന്നില്ല, മൊത്തം തടസ്സങ്ങളായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു വ്യക്തി ഞങ്ങളുടെ ജീവിതത്തിലോട്ട് കടന്നു വന്നു. അദ്ദേഹം വന്നതിന് ശേഷം ആ ആൾ തന്നെ നമുക്കൊരു വീട് കണ്ടുപിടിച്ച് തന്നു, വീടും സ്ഥലമൊക്കെ ആയിട്ട്. ഞങ്ങളുടെ വീട് എന്ന് പറയുന്നത് ഒരു മുറിയുള്ള ഒരു അടുക്കളയുള്ള ഒരു കുഞ്ഞു വീടായിരുന്നു. അമ്മ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ വീട് തൊടുപുഴയാണ്. അപ്പോൾ പുഴയിൽ എപ്പോഴും വെള്ളം കയറുന്ന, മഴക്കാലത്ത് ഞങ്ങൾക്ക് എപ്പോഴും വീട്ടിൽ വെള്ളം കയറും. സാധനങ്ങളൊക്കെ പെറുക്കി വേറെ ആൾക്കാരുടെ വീട്ടിൽ പോവുക, അവിടെ നിന്ന് നമുക്ക് നല്ലൊരു ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം ആ സമയത്ത് നമുക്ക് ഒത്തിരി സങ്കടം വന്നിട്ടുണ്ട്, ഒത്തിരി കരഞ്ഞിട്ടുണ്ട് അങ്ങനെ പോകേണ്ടി വരുന്ന സമയത്ത്. അപ്പോൾ ഈ വ്യക്തി വന്നതിന് ശേഷം ആ ആൾ ആ വീടൊക്കെ കണ്ടുപിടിച്ച് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും, ഇപ്പം ഞാൻ അവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും കവറപ്പ് ചെയ്ത് എനിക്ക് കാശ് കൊടുക്കേണ്ട ആവശ്യം മാത്രമേ വന്നിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഓടാനും സാധനങ്ങൾ മേടിക്കാനും വീടിൻ്റെ ആധാരം പരിപാടി അങ്ങനെ എല്ലാത്തിനും ആൾ വന്നിട്ടുണ്ടായിരുന്നു. ആ വ്യക്തിയാണ് ഞങ്ങൾക്കിപ്പോൾ ഒരു വീടിന് വേണ്ടിയിട്ട് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തത്. അതും മാതാവ് അയച്ച വ്യക്തിയായിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾക്ക് എപ്പോഴും മാതാവ് ഒരാളെ കരുതി വെച്ചിട്ടുണ്ടാകും ഇവിടെ പോകുന്ന എല്ലായിടത്തും. അത് മാതാവിൻ്റെ ശക്തമായ ഇടപെടലാണ്. കാരണം ആ വ്യക്തി അങ്ങനെ ഒരു ആവശ്യത്തിന് വേണ്ടി നമ്മുടെ ലൈഫിലോട്ട് വരേണ്ട വ്യക്തിയല്ല. ഇപ്പോൾ നമുക്കൊരു വീട് ശരിയായി, അത്യാവശ്യം നല്ല ഒരു മുറിയിൽ നിന്ന് 4 മുറിയുള്ളൊരു വീടാണ് നമുക്കിപ്പോൾ ഉള്ളത്. 60 ലക്ഷം രൂപയുള്ളൊരു വീടാണ്. ലോണൊക്കെ ഉണ്ട്, പക്ഷേ എങ്കിലും അടച്ചു തീർക്കാനുള്ള കരുത്ത് എൻ്റെ മാതാവ് എനിക്ക് തന്നിട്ടുണ്ട്. പിന്നെ ആ വീടിൻ്റെ പാലുകാച്ചാണ് ജൂൺ 4-ാം തീയതി വരുന്ന ജൂൺ 4-ാം തീയതി. അപ്പോൾ അതിന് മുന്നേ ഇവിടെ വന്ന് അമ്മയോട് നന്ദി പറയണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ വന്നത്. കാരണം ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആവശ്യവും അതുപോലെ തന്നെ ഏറ്റവും വലിയ സ്വപ്നമാണത്. അതിപ്പോൾ നടക്കാൻ പോവുകയാണ്. ഞങ്ങൾ സ്വപ്നം കണ്ടതിനേക്കാളിലും അപ്പുറം ഭംഗിയായിട്ടുള്ളൊരു ഭവനാണത്. മാതാവിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ പത്രമൊക്കെ കൊടുക്കാനൊക്കെ പോകുമായിരുന്നു. പക്ഷേ നമുക്ക് ഒരു സ്റ്റാറ്റസിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ അച്ഛൻ പറയുന്ന പോലെ തന്നെ പത്രം കൊടുക്കാനൊക്കെ ഭയങ്കര മടിയാണ്. ഞാൻ ഇത്ര ചെറുപ്പമായിട്ട് എങ്ങനെയാണ് കൊടുക്കണമെന്നൊക്കെ ഉള്ളൊരു മടിയായിരുന്നു. പക്ഷേ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, മാതാവേ ഈശോയെ ഞാൻ എങ്ങനെ കൊടുക്കും, എനിക്ക് മടി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ മോശമല്ലേ എന്നൊക്കെ. പക്ഷേ ഞാൻ ഇവിടെ ഹോസ്പിറ്റലുകളിലാണ് കൊണ്ടേ കൊടുക്കുക. അവിടെ കൊണ്ടേ കൊടുക്കുമ്പോൾ അവിടുത്തെ ആളുകൾ ഇങ്ങോട്ട് വന്നിട്ട് ചോദിക്കും, പത്രം തരാമോ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാവോ എന്നൊക്കെ. എനിക്ക് അങ്ങനെ പ്രാർത്ഥിക്കാനൊന്നും അറിയത്തൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് അറിയാവുന്നത് വെച്ച് ഈ പറയുന്ന പോലെ സ്വർഗ്ഗസ്ഥനായ പിതാവെയൊക്കെ പറഞ്ഞ് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അവർക്ക് തൈലമൊക്കെ തേച്ച് കൊടുക്കുമായിരുന്നു. ഞാൻ പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. എക്സാമിന് പോയപ്പോൾ ഞാൻ എൻ്റെ കാശ് രൂപ ഇതൊക്കെ ആയിട്ടാണ് പോയത്. ഉപ്പിട്ട് പ്രാർത്ഥിച്ചൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാനവിടെ ഒരു വൃദ്ധസദനത്തിൽ പോകുന്നുണ്ടായിരുന്നു. കുറേ അമ്മമാരുള്ളൊരു വൃദ്ധസദനമാണ്. അവരെ കുളിപ്പിക്കാനും അവർക്ക് ഫുഡ് കൊടുക്കാനും പിന്നെ നഖം വെട്ടി കൊടുക്കാനൊക്കെ പോകുമായിരുന്നു. പിന്നെ അവിടെ ഒരു ഓർഫണേജ് ഉണ്ട് കുഞ്ഞുമക്കളുള്ള. അവർക്ക് കുറേ ചെരുപ്പ് ഒക്കെ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത്, ഇവിടെ നാട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് കുറേ ചെരുപ്പും കാര്യങ്ങളൊക്കെ മേടിച്ചു കൊടുക്കുമായിരുന്നു. പിന്നെ ഇപ്പോഴും എനിക്ക് കിട്ടുന്ന സാലറിയുടെ ഒരു അംശം, ഒരു തയ്ത്ത് ഞാൻ കൊടുക്കാറുണ്ട് പാവപ്പെട്ടവർക്ക്. പ്രാർത്ഥിക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് ജപമാലയൊന്നും ചെല്ലാൻ അറിയത്തില്ലായിരുന്നു. എൻ്റെ ഫ്രണ്ട്സ് തന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പം അമ്മയ്ക്കും പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പം മുടങ്ങാതെ എല്ലാ ദിവസവും ഒരു കൊന്തെങ്കിലും ഞങ്ങൾ എത്തിക്കും. പിന്നെ ബൈബിള് വായിക്കും, അരമണിക്കൂർ വീതം ബൈബിള് വായിക്കാറുണ്ട്. രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന രാവിലെയും വൈകിട്ടും ചൊല്ലാറുണ്ട്. പിന്നെ ഞാൻ UK-യിലായതുകൊണ്ട് തന്നെ ഞാൻ അവിടെ പള്ളിയിലൊക്കെ പോകും. എനിക്കിഷ്ടമാണ്. എനിക്ക് കുർബാന സ്വീകരിക്കാൻ പറ്റത്തില്ല എന്ന് എനിക്കറിയാം. പക്ഷേ ഞങ്ങളവിടെ അവിടെ നമുക്ക് ബ്ലെസ്സിങ് മേടിക്കാൻ പറ്റും. നോൺ ക്രിസ്ത്യൻസിനായാലും ആർക്കായാലും ബ്ലെസ്സിങ്സ് അച്ഛന്മാർ നമുക്ക് ബ്ലെസ് ചെയ്യും. അപ്പം ഞാൻ അതിന് പോകാറുണ്ട്. എനിക്ക് ജോലിയില്ലാത്ത സമയങ്ങളിലൊക്കെ ഞാൻ പള്ളിയിൽ പോകാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. കാരണം അതൊരു സന്തോഷമാണ് എപ്പോഴും ഈശോയിലായിരിക്കുക എന്ന് പറയുന്നത്.
അങ്ങനെ എൻ്റെ കാര്യങ്ങളെല്ലാം, ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം ഭയങ്കര മാജിക്കലായിരുന്നു എന്ന് വേണം പറയാനായിട്ട്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് പറയുന്ന പോലെ എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾക്ക് ഓരോ വ്യക്തികളെ ഹെൽപ്പ് ചെയ്യാനും ഒക്കെ ആയിട്ട് വെച്ചിട്ടുണ്ടാവും. അത് ദൈവമായിട്ട് നമുക്ക് തരുന്നത് മാത്രമല്ല, അല്ലാതെ ഞങ്ങൾക്ക് അത്ര വലിയ ബന്ധങ്ങളോ പരിചയങ്ങളോ 2 ലക്ഷം രൂപ കടം തരാനുള്ള ആളുകളോ വ്യക്തികളോ ഒന്നും ഞങ്ങളുടെ ലൈഫിലില്ല. നമുക്ക് പേഴ്സണലി അങ്ങനെ ഒത്തിരി ഹെൽപ്പ് ചെയ്യാനുള്ള ആൾക്കാരും നമുക്കില്ലായിരുന്നു. പക്ഷേ എവിടുന്നെങ്കിലും മാതാവായിട്ട് അവരെ കൊണ്ടുതരും. മാതാവിൻ്റെ രൂപത്തിൽ മാതാവ് തന്നെയാണ് ആ വരുന്നതെന്ന് നമുക്കറിയാം. പിന്നെ അമ്മയ്ക്ക് സുഗന്ധാഭിഷേകവും സ്വപ്നമൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റി അമ്മ പറയും. ആൾത്താരയിൽ വന്ന് വീടിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒത്തിരി സങ്കടപ്പെട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് സുഗന്ധാഭിഷേകം കിട്ടി. 2 പ്രാവശ്യം എനിക്ക് സുഗന്ധാഭിഷേകം കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ ജപമാല ചൊല്ലും, പ്രാർത്ഥിക്കും, കാലത്തും വൈകിട്ടും പ്രാർത്ഥിക്കും. കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത വേലകളൊക്കെ ചെയ്യാറുണ്ട്. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചോറ് വെച്ചുകൊണ്ട് രോഗികൾക്ക് കൊടുക്കും. പിന്നെ അവരുടെ വിഷമങ്ങളെല്ലാം കേൾക്കും, ഇരുന്ന് സംസാരിക്കും അവരോട്. പിന്നെ എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ അവർക്ക് പൈസ കൊടുത്ത് സഹായിക്കും. പിന്നെ ഡ്രസ്സ്, ഞാൻ ഉരുൾപൊട്ടലുണ്ടായ സമയം, പ്രളയം ഉണ്ടായ സമയം ഞാൻ 10 പേർക്ക് ഞാൻ വസ്ത്രം മേടിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുഞ്ഞു പിള്ളേർ നോക്കുന്ന സ്ഥലത്ത് ഞാൻ അവർക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണങ്ങളും ഡ്രസ്സും വേറെ വീടുകളിൽ നിന്ന് കളക്ട് ചെയ്ത് ഞാൻ കൊണ്ട് കൊടുക്കാറുണ്ട്. അങ്ങനെ കാരുണ്യ പ്രവൃത്തികളൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ ജോസഫ് അച്ഛനെ ഈ ആൾത്താര ഇതുപോലെ ഞാൻ സ്വപ്നം കണ്ടു. അതാണ് ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ ഒരു കാരണം തന്നെ. ഈ ആൾത്താരയിലേക്ക് വരാനുണ്ടായ കാരണം ജോസഫ് അച്ഛൻ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നതും ബൈബിൾ കൈ പിടിച്ചുകൊണ്ട് നിൽക്കുന്നതും ഒക്കെ ആയിട്ട് ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്. പിന്നെ ഞാൻ എന്ത് പ്രാർത്ഥിച്ചാലും മാതാവ് എനിക്കത് സാധിച്ചു തന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് എന്തൊരു അസുഖം വന്നാലും ഞാൻ ഉപ്പ്, തേന്, തൈലം ഇതെല്ലാം ഉപയോഗിച്ചാണ് ഞാൻ എൻ്റെ രോഗങ്ങളെ തൊട്ട് പ്രാർത്ഥിക്കുന്നത്. എൻ്റെ മകൾക്ക് പീരീഡ്സ് ആകാതെ 9 മാസത്തോളം പീരീഡ്സ് ആയ ഒരു കുട്ടിയാണ്. എന്നിട്ട് 9 മാസം പീരീഡ്സ് ആകാതെ നിന്ന് 2 വട്ടം ഞാൻ മരുന്ന് വാങ്ങിച്ചു. എന്നിട്ട് ആ മരുന്ന് കഴിക്കുമ്പോൾ മാത്രം ആകും. അത് കഴിയുമ്പം അത് നിർത്തി കഴിയുമ്പോൾ വീണ്ടും ആകാതെ 9 മാസം അങ്ങനെ ഇരുന്നപ്പോഴത്തേനും എൻ്റെ മൂത്ത കുട്ടി അമൃത പറഞ്ഞു, മരുന്ന് മേടിക്കാൻ അമ്മച്ചി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല, മാതാവിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. മാതാവിൻ്റെ തൈലം ഞാൻ അവളുടെ എന്നും വയറിൽ തേച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കെ അവൾ ഒരു ദിവസം ലാസ്റ്റ് ഞാൻ പറഞ്ഞു, മാതാവേ 5 ദിവസത്തിനുള്ളിൽ ഇവളെ പീരീഡ്സ് ആക്കി തരണം, അല്ലെങ്കിൽ ഇനിയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇവിടെ എന്നെ വഴക്ക് പറയും എന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരിക്കും 3 ദിവസമായപ്പോഴത്തേനും അവൾക്ക് പീരീഡ്സ് ആയി. ഇപ്പോൾ റെഗുലറായിട്ട് പീരീഡ്സ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പിന്നെ എൻ്റെ ഇളയ കുട്ടിക്ക് പീരീഡ്സ് ആയി കഴിയുമ്പോൾ ഭയങ്കര വയറുവേദനയാണ്, മേല് വിറയ്ക്കും, നടുവേദന ഒക്കെ, ഛർദ്ദിക്കാൻ വരും, ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാൻ ഉപ്പ് വായിൽ തൊട്ട് കൊടുത്ത് തൈലവും തേച്ച് തേനും കൊടുത്ത് ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ കുഞ്ഞിൻ്റെ വയറുവേദന ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെ വലിയ ശക്തമായ വയറുവേദനയൊന്നുമില്ല, ഉണ്ട് എങ്കിലും അത്ര വലിയ ശക്തമായ വയറുവേദനയൊന്നും ഇല്ലാതെ അങ്ങനെ പോകുന്നു. പിന്നെ എല്ലാം തന്ന അനുഗ്രഹിച്ച എൻ്റെ മാതാവിനും തിരുക്കുമാരനും ഞാൻ കോടാനുകൂടി നന്ദി പറയുന്നു. പിന്നെ ഞാൻ എല്ലാ ചൊവ്വാഴ്ചകളും ധ്യാനം കൂടാറുണ്ടായിരുന്നു. ഒരു ദിവസം എൻ്റെ ജോലിയും പണിയെല്ലാം കഴിഞ്ഞ് വേറെ ധ്യാനം കൂടാൻ പോയപ്പോഴത്തെ എൻ്റെ വലത് കൈപ്പലയ്ക്കുള്ളിൽ ഭയങ്കര ശക്തമായ വേദന. അങ്ങനെ വേദന അനുഭവിച്ചുകൊണ്ട് ഞാൻ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ജോസഫ് അച്ഛൻ പറയുണ്ടായി, കഴുത്തിന് താഴെ വലത് കൈപ്പുറത്ത് ആന ചവിട്ടിപ്പിടിച്ചിരിക്കുന്ന ഭാരം അനുഭവിക്കുന്ന ഒരു രോഗിയെ കർത്താവ് സുഖപ്പെടുത്തുമെന്ന് പറഞ്ഞു. പക്ഷെ എന്നെയാണെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നില്ല. ഞാൻ ധ്യാനം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ എന്നോട് ആരോ പറയുകയാണ്, നിൻ്റെ കൈ ഒന്ന് നിവർത്ത്. എനിക്ക് കൈ നിവർത്താൻ പോലും വയ്യാത്തൊരു വേദനയായിരുന്നു. അപ്പോൾ എന്നോട് പറയാം, നിൻ്റെ കൈ വലിച്ച് നിവർത്തുമെന്ന് പറയുന്നു. അപ്പോൾ ഞാൻ കൈ വലിച്ച് നിർത്തിയപ്പോൾ ശരിയാണ്, എൻ്റെ വേദന അന്നേ മാറിയിരുന്നു. പിന്നെ ആ വേദന എനിക്ക് ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ ജോലി ചെയ്യുന്ന ഓഫീസിൽ ചായ ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് ചൂടുവെള്ളം എൻ്റെ വലത് കാലിൽ മൊത്തം ചൂടുവെള്ളം തിളച്ച വെള്ളമായിരുന്നു. അപ്പോൾ അവിടെ വേറെ ഒരു വസ്തുക്കളും ഉണ്ടായിരുന്നില്ല എൻ്റെ കാലിൽ പുരട്ടുവാനായിട്ട്. അപ്പോൾ ഞാൻ വെള്ളത്തിൽ കൊണ്ടുപോയി കുറേ നേരം വെച്ചു. പക്ഷേ ഭയങ്കര പുകച്ചിലും വേദനയായിരുന്നു. അപ്പോൾ ഞാൻ എന്നോട് പറയുകയാണ്, മാതാവിൻ്റെ തൈലം ഇരിപ്പില്ലേ എന്ന് എന്നോട് ഇങ്ങനെ ചോദിക്കുന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ വേഗം മാതാവിൻ്റെ തൈലം എടുത്ത് വിശ്വാസപ്രമാണം ചൊല്ലി ഞാൻ എൻ്റെ കാലിൽ പുരട്ടിക്കൊണ്ടിരുന്നു. 2 വട്ടം പുരട്ടി പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസപ്രമാണം ചൊല്ലി. അപ്പോഴും ഞാൻ ഓർത്ത് കുമളയ്ക്കുമായിരിക്കും. കുമളച്ച് കഴിഞ്ഞാൽ എനിക്ക് ജോലിക്ക് വരാൻ പറ്റത്തില്ല, നടന്നാണ് ഞാൻ വരുന്നത്. 10 മിനിറ്റ് നടക്കാനുള്ള വഴിയുണ്ട്. അപ്പോൾ ഞാൻ നടന്നാണ്. അപ്പോൾ ഞാൻ ചെരുപ്പിടാതെയൊക്കെ എങ്ങനെയാണ് റോഡിൽ വരുന്നത്, മാതാവേ എനിക്ക് എൻ്റെ കാല് പൊള്ളിക്കരുതേ, കുമളയ്ക്കരുതേ എന്നൊക്കെ പറഞ്ഞ് മാതാവിനോട് എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ വൈകുന്നേരമായി വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞു, മോളെ കാല് പൊള്ളിയിട്ടുണ്ടെന്ന് നോക്കാൻ പറഞ്ഞു. ഇല്ല, ശകലം പോലും പൊള്ളിയില്ല. പിറ്റേ ദിവസം ഞാൻ ഓർത്ത് തൊലി പൊങ്ങിയിട്ടുണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ശകലം പോലും എൻ്റെ തൊലിക്ക് ഒരു
കോട്ടം തട്ടാതെ മാതാവ് എന്നെ സംരക്ഷിച്ചു. ഇതെല്ലാം മാതാവിൻ്റെ ഈശോയുടെയും ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിന് നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഞാൻ അതിൽ ഒത്തിരി സന്തോഷമുണ്ട്. എനിക്കും എൻ്റെ മക്കൾക്കും വേണ്ടി ഒത്തിരി സന്തോഷമുണ്ട്. പിന്നെ എൻ്റെ മക്കൾ പരീക്ഷയ്ക്കൊക്കെ പോകുമ്പോൾ മാതാവിൻ്റെ ഉടമ്പടി തൈലം തേച്ചാണ് ഞാൻ വിടുന്നത്. ഉപ്പും തേച്ച് കൊടുത്തു വിടും, മാതാവിൻ്റെ കാശുരൂപം കൊടുത്തു വിടും. പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ അവർക്ക് അത്ര വിശ്വാസം ഇല്ലെങ്കിൽ പോലും മക്കൾ പറയും അമ്മച്ചി ഉടമ്പടി തൈലം തേക്കെന്ന് പറഞ്ഞിട്ടാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഈ പരീക്ഷയ്ക്ക് എല്ലാം അവരെ ജയിപ്പിച്ചു തന്നു. ഇപ്പോൾ ഫോർത്ത് ഇയറിൽ എൻ്റെ കൊച്ച് 3-ാം വർഷ പരീക്ഷ കഴിഞ്ഞ് ഫൈനൽ പരീക്ഷ കഴിഞ്ഞ് ജയിച്ചിരിക്കുകയാണ്. ഇനി അടുത്ത കോഴ്സ് അമ്മയുടെ ഇഷ്ടപ്രകാരം നല്ലൊരു കോഴ്സ് തന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയ്ക്കും ഇത്രയേറെ അനുഗ്രഹങ്ങളും കൃപകളും നൽകുന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ കോടാനുകൂടി നന്ദി പറയുന്നു. ഇനിയും മുന്നോട്ട് അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയാക്കി എന്നെ ഉയർത്തണമെന്നും അമ്മയുടെ മകളായി തന്നെ ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നാം അറിയാത്ത രീതിയിലാണ് ഈശോ നമ്മുടെ മുൻപിൽ പോകുന്നത്. ഈ മകളുടെ കാര്യത്തിൽ ഇടപെടുകയും പെട്ടെന്ന് തന്നെ 2 ലക്ഷം രൂപ റെഡിയാക്കി കൊടുക്കുകയും തന്നെയുമല്ല ഈ കൂട്ടുകാരുടെ കുടുംബം തന്നെയാണ് എല്ലാവിധ സഹായങ്ങളും നൽകി എല്ലാം റെഡിയാക്കി ഈ മകളെ UK പറഞ്ഞയച്ചത്. ഇവിടെ നാം കാണുന്നത് ഈശോയുടെ മമ്മയുടെ ഒരു വലിയ ഇടപെടലാണ്. ഈ വഴിയിലൂടെ ഇതിനു മുൻപ് നീ പോയിട്ടില്ലാത്തതിനാൽ പോകേണ്ട വഴി അവർ കാണിച്ചു തരുമെന്ന് പറഞ്ഞത് ജോഷ പ്രവാചകൻ്റെ വചനം എത്രയോ വ്യക്തമാണ്. ഈ മകളുടെ ജീവിതത്തിൽ ഒരിക്കലും പോകാത്ത വഴിയാണ് ഉടമ്പടി വഴി. ഒരിക്കലും സഞ്ചരിക്കാത്ത ആത്മീയ യാത്രയാണ് ഉടമ്പടി യാത്ര. കാരണം ഇത്രയും വർഷക്കാലം നാം ഒരുപക്ഷെ പ്രാർത്ഥന ചൊല്ലുകയായിരുന്നു. പക്ഷെങ്കിൽ ഉടമ്പടിയിൽ ചൊല്ലുക മാത്രമല്ല, ചെയ്യുന്ന പ്രാർത്ഥനയും കൂടിയാണ്. ആ ഉടമ്പടി നിബന്ധനകൾ അനുസരിച്ച് ജീവിക്കുമ്പോൾ ഈശോയും അമ്മയും നമ്മുടെ ജീവിതത്തിൽ ആ പോയിട്ടില്ലാത്ത വഴിയിലൂടെ പോകേണ്ട വഴി കാണിച്ചു തരുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. ആ വഴിയിലേക്ക് കൈപിടിച്ച് നടത്തുന്ന ഒരമ്മയാണ് കൃപാസനം അമ്മ. അങ്ങനെയാണ് ഈ മകളുടെ കാര്യത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അമ്മ ഈശോ ഇടപെട്ട് ഈ മകൾക്ക് എല്ലാ സഹായവും നൽകി UK പറഞ്ഞു വിടുകയാണ്. അങ്ങനെ UK പോയി ജോലി ചെയ്തു. അങ്ങനെ ജോലി ചെയ്തപ്പോഴാണ് പിന്നീടുള്ള ആഗ്രഹം, ഭവനം എന്ന ആഗ്രഹം. ഈ മകൾ തന്നെ ഇനി ഭവനത്തിന് വേണ്ടി ഈ അമ്മയും മക്കളും ഒരു വീടിന് വേണ്ടി ആഗ്രഹിച്ചു. പല സ്ഥലങ്ങളിലും പോയി കണ്ടു, പക്ഷെ ഒന്നും ശരിയാവുന്നില്ല. അവിടെയും വേറൊരു വ്യക്തി ഇടപെടുകയാണ്. ആ വ്യക്തിയിലൂടെ ഒരു ഭവനം കണ്ടുപിടിക്കാൻ സാധിക്കുകയും ഈ മകൾ UK നിന്ന് എല്ലാവിധ സഹായങ്ങളും കൊടുക്കുകയും ഏറ്റവും അവസാനം ആ വ്യക്തിയിൽ കൂടെ തന്നെയാണ് നല്ലൊരു വീട്, അവരൊരിക്കലും സ്വപ്നം പോലും കാണാൻ സാധിക്കാത്ത ഒരു വീടാണ് അമ്മ ഈശോയും കാണിച്ചു കൊടുത്തത്. 50-60 ലക്ഷം രൂപയുടെ ഒരു വീട്. ഒരു ചെറിയ റൂമിൽ താമസിച്ചിരുന്ന ഈ മക്കൾ ഒരു വലിയ വീടിലേക്ക് ഒരു മാറ്റം, അത് ഈശോയുടെ മമ്മയുടെ ഒരു വലിയ കരുണയാണ്, കൃപയാണ്. അങ്ങനെ ഈ മക്കൾ ആ ഭവനം എന്ന സ്വപ്നവും ഈശോയും അമ്മയും സാക്ഷാത്കരിച്ച് കൊടുക്കുകയാണ്. അവിടെയും ഒരു വ്യക്തിയുടെ ഇടപെടലാണ്. ഉടമ്പടി ജീവിതം നയിക്കുന്ന മക്കളുടെ ജീവിതത്തിൽ എപ്പോഴും ഈശോയുടെ മമ്മയുടെ ഒരു ഇടപെടലുണ്ട്. എല്ലാം മുൻകൂട്ടി കാണുന്ന ഒരു ദൈവത്തിൻ്റെ ഇടപെടൽ. എന്തു തന്നെ ആയാലും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ധൈര്യത്തോടെ വിശ്വാസത്തോടെ ഉടമ്പടി ജീവിതം നമുക്ക് മുന്നോട്ട് നയിക്കാം. കാരണം നാം അറിയാത്ത വഴികളിൽ സഞ്ചരിക്കുമ്പോഴും പേടിക്കേണ്ട. കാരണം നമ്മുടെ കൂടെ ആ ദൈവ സാന്നിധ്യമുണ്ട്. കൃപാസനം ഉടമ്പടിയിൽ നിലനിൽക്കുമ്പോൾ പരിശുദ്ധ അമ്മയാണ് നമ്മെ കരം പിടിച്ച് മുന്നോട്ട് നയിക്കുന്നത്. അതുകൊണ്ടാണ് ഈ മക്കളുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല രീതിയിൽ ഈശോയും അമ്മയും അനുഗ്രഹിച്ചത്. തന്നെയുമല്ല ഈ മകൾക്ക് സുഗന്ധാഭിഷേകത്തിലൂടെ ഈശോയുടെ മമ്മയുടെ സാന്നിധ്യം മനസ്സിലാക്കാൻ സാധിക്കുകയും ജോസഫ് അച്ഛനെ സ്വപ്നം കാണുകയും പിന്നീടാണ് ആദ്യമായിട്ട് കുമാരി വാസുദേവൻ ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെയാണ് സ്വപ്നം കണ്ടത്. ജോസഫ് അച്ഛനെയും ഈ കൃപാസനവും എല്ലാം സ്വപ്നം കണ്ടിരുന്നു. പക്ഷെങ്കിൽ ഇത് കൃപാസനമാണെന്ന് അന്ന് അറിയില്ലായിരുന്നു. പിന്നീട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഇതായിരുന്നു ആ സ്വപ്നത്തിൽ കണ്ട കൃപാസനം എന്ന് മനസ്സിലായത്. ആ സ്വപ്നം കണ്ടതിന് ശേഷമാണ് ഈ മകൾക്ക് കൃപാസനത്തിലേക്ക് വരുവാനും ഉടമ്പടി എടുക്കുവാനുമുള്ള ഒരു ഉൾപ്രേരണ മനസ്സിൽ ലഭിച്ചത്. ഇവിടെയെല്ലാം നാം കാണുന്നത് ഈശോയും അമ്മയും ഇവരുടെ കാര്യത്തിൽ ഇടപെടുകയാണ്. പുറപ്പാട് പുസ്തകം 33:14 പറയുന്നത്, ഞാൻ തന്നെ നിന്നോടുകൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യുമെന്നാണ്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ എപ്പോഴും കൂടെ നിൽക്കുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യവും ആശ്വാസം നൽകുന്ന ഒരമ്മയുടെ കരുണയും വാത്സല്യവുമാണ് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത്. അതാണ് കുമാരി വാസുദേവനും മകൾ അമൃതയും നമ്മളോട് ഷെയർ ചെയ്തത്. നമ്മുടെ ജീവിതത്തിലും ഉടമ്പടി വഴിയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഒരു പക്ഷേ പോയിട്ടില്ലാത്ത വഴിയിലൂടെ ആവാം നാം യാത്ര ചെയ്യുന്നത്. ഭയപ്പെടേണ്ട ആവശ്യമില്ല. നമ്മുടെ കൂടെ ഈശോയും അമ്മയുമുണ്ട് നമ്മുടെ കൈ പിടിച്ച് മുന്നോട്ട് നയിക്കുവാൻ. മനുഷ്യരാശി ഇതിനു മുൻപ് പോകാത്ത, ഒരിക്കലും കാണാത്ത വഴിയിലൂടെയാണ് പോകുന്നത്. അറിയാത്ത കാണാത്ത വഴികളിലൂടെ യാത്ര ചെയ്യുമ്പോൾ ദൈവം നമ്മുടെ കൂടെയുണ്ട്. ആ ദൈവം നമ്മെ കരം പിടിച്ച് നടത്തുമെന്ന വിശ്വാസത്തോടെ നമ്മുടെ ഉടമ്പടി ജീവിതം കൂടുതൽ തീഷ്ണതയോടെ, വിശ്വസ്തയോടെ, സത്യസന്ധതയോടെ നമുക്ക് മുന്നോട്ട് നയിക്കാം. കുമാരി വാസുദേവനും അമൃതയ്ക്കും
കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും പ്രത്യേകിച്ചുമായ ഇടപെടലുകൾ, ഈശോയുടെയും അമ്മയുടെയും ഇടപെടലുകളാണ് കൂടുതൽ ഇവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തന്നെ മല ഈ മകൾ പറഞ്ഞത് കുർബാനയ്ക്ക് പോകുന്നത് പലപ്പോഴും നാം കേൾക്കാറുണ്ട് UK-ലൊന്നും കുർബാനയില്ല എന്ന്. പക്ഷെങ്കിൽ ഈ മകൾ പറയുന്നത് ഞാൻ പള്ളി കണ്ടുപിടിച്ച് UK-യിൽ കുർബാനയ്ക്ക് പോവും, കുർബാന സ്വീകരിക്കാൻ പറ്റില്ല കാരണം ഞാൻ അക്രൈസ്തവ മകളാണ്. പക്ഷേങ്കിൽ കുർബാന സ്വീകരിച്ചില്ലെങ്കിലും എനിക്ക് അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടും, വചനം ശ്രവിച്ച് ഞാൻ കുർബാനയ്ക്ക് പോകുമെന്നാണ്. ഇവിടെയാണ് ഇവർക്ക് കിട്ടുന്ന കൃപ. ഉടമ്പടിയിൽ നിബന്ധനകൾ പാലിച്ച് ഈശോയുടെ മമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ ഈശോയും അമ്മയും നമ്മുടെ കൂടെയുണ്ട്. കന്നി പ്രവർത്തികളായിട്ട് കുളിപ്പിക്കുവാനും മറ്റുള്ളവർക്ക് വേണ്ടി സഹായം ചെയ്യുവാനും ഒക്കെയുള്ള ആ തീഷ്ണത, ഈശോയെ അറിയിക്കുവാനും അറിയാത്തവരെ അറിയിക്കുവാനും അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനുമുള്ള ആ ശുശ്രൂഷയ്ക്കുള്ള ആ വചന പ്രഘോഷണത്തിനുള്ള ദൈവത്തിൻ്റെ സ്നേഹം മറ്റുള്ളവർക്ക് പങ്കുവെക്കാനുള്ള ആ തീഷ്ണത ഇവരിലുണ്ട്. ഇതെല്ലാം കണ്ടിട്ടാവാം ഒരുപക്ഷെ ഈശോയും അമ്മയും ഇവരെ കനിഞ്ഞ് അനുഗ്രഹിച്ചത്. ഒരു മെറിറ്റുമില്ലാത്ത ഇവരെ ദൈവത്തിൻ്റെ കൃപയിലൂടെ ഇത്രയും ഉയർത്തിയ ദൈവത്തിന് നമ്മൾക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ജെസിമോൾ ആൻ്റണി. ഞാൻ എറണാകുളം ജില്ലയിലെ ചിറ്റൂർ തിരുക്കുടുംബ ഇടവകയിൽ നിന്ന് വരുന്നു. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി 2ാം തവണയാണ് ഞാൻ ഈ അൾത്താരയിൽ സാക്ഷ്യം പറയുന്നത്. അതിന് അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. എനിക്ക് ലഭിച്ച 3 രോഗസൗഖ്യങ്ങളാണ് ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തുന്നത്. 35 വർഷമായി, അതായത് ഏകദേശം സ്കൂളിൽ പഠിക്കുന്ന സമയം തുടങ്ങി എനിക്ക് തലവേദന ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ എനിക്ക് ഹീമോഗ്ലോബിൻ വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ തലവേദന കൂടിക്കഴിയുമ്പോൾ ഛർദിലാകും, തലകറക്കമാകും, ഹോസ്പിറ്റലിൽ അഡ്മിറ്റാകും. അങ്ങനെ അതെൻ്റെ കഴിഞ്ഞ ഒരു 4 മാസം മുമ്പ് വരെ ഞാൻ ഈ മൈഗ്രെയിൻ മൂലം വളരെയധികം ബുദ്ധിമുട്ടിയിരുന്നു. പല ഡോക്ടേഴ്സിനെയും കാണിച്ചു, കുറേ നാൾ ആയുർവേദം കഴിച്ചു, പക്ഷേ ഒരു കുറവും ഉണ്ടായില്ല. 2021 എനിക്ക് കോവിഡ് വന്ന സമയത്ത് ഇത് സിവിയറായി. ഞാനൊരു ന്യൂറോ സർജനെ കാണിച്ചപ്പോൾ ഡോക്ടർ CT ചെയ്തിട്ട് പറഞ്ഞത് തൻ്റെ തലച്ചോറിൽ വെള്ളം കെട്ടുന്നുണ്ട്, അപ്പം നട്ടല് കുത്തി വെള്ളം എടുത്ത് നമുക്ക് എന്താണെന്ന് നോക്കാം, അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ മൈഗ്രെയിൻ എന്ന് പറയുന്നത് ഒരു അവസ്ഥയാണ്, രോഗമല്ല. ആ അവസ്ഥ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ പറഞ്ഞു. എനിക്ക് ഒരു ആൾക്കൂട്ടത്തിൽ പോകാനോ വെയിൽ കൊള്ളാനോ ഭക്ഷണം ഒഴിവാക്കാനോ ഉറക്കമുളക്കാനോ ഒന്നും സാധിക്കില്ലായിരുന്നു. ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യമെങ്കിലും എനിക്ക് തലവേദന വരുമായിരുന്നു. അപ്പോൾ ഈ ഭയം കൊണ്ടാണ് ഞാൻ ഇത്ര നാളും ജീവിച്ചിരുന്നത്. എൻ്റെ ജോലി, പല സ്ഥലത്തും ജോലിക്ക് കയറി ഈ ഒരു അസുഖം കാരണം ഞാൻ ജോലിയൊക്കെ ഉപേക്ഷിക്കേണ്ടി വന്നു. അങ്ങനെ 2021 ഞാൻ എൻ്റെ ജോലി വേണ്ടാന്ന് വെച്ചു. അങ്ങനെ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ നാത്തൂൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. നാത്തൂൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ജെസ്സി പോയി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുക, എല്ലാം മാറുമെന്ന് പറഞ്ഞു. അങ്ങനെ 22 മെയ് മാസം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. പക്ഷേ നിയോഗത്തിൽ ഞാൻ വെച്ചത് എൻ്റെ രോഗം മാറണമെന്നല്ല, എനിക്ക് സഹിക്കാനുള്ള ശക്തി കിട്ടണമെന്നാണ് പ്രാർത്ഥിച്ചത്. അങ്ങനെയാണ് എഴുതിയത്. അതെന്നെക്കൊണ്ട് മാതാവ് എഴുതിച്ചതായിരിക്കും. പക്ഷെ ഞാൻ വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴൊക്കെ ഇവിടെ വന്ന് ഒറ്റയ്ക്കാണ് ഞാൻ വന്നിരുന്നത്. വരുമ്പോൾ ബസ്സിൽ യാത്ര ചെയ്ത് ഈ തിരക്കിലൊക്കെ വന്ന് നിന്ന് വീട്ടിൽ ചെല്ലുമ്പോഴേക്കും ഞാൻ ഛർദ്ദിച്ച് അവശയായിട്ടുണ്ടാവും. പിറ്റേ ദിവസം അല്ലെങ്കിൽ അന്ന് രാത്രി എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വരും. അപ്പോൾ ഒത്തിരി ചീത്തയൊക്കെ ഞാൻ ഹസ്ബൻഡിൻ്റെ ഭാഗത്തുനിന്ന് കേട്ടിട്ടുണ്ട്, ആവശ്യമില്ലാത്ത കാര്യത്തിനൊക്കെ പോണേന്ന് പറഞ്ഞ്. പക്ഷെ ഞാൻ അന്ന് തുടങ്ങി വിശ്വസിച്ച് പ്രാർത്ഥിച്ചു, അമ്മ എനിക്കിത് സഹിക്കാനുള്ള ശക്തി തരും. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോയത്. 2023 ഞാൻ അതിൻ്റെ ആദ്യത്തെ സാക്ഷി ഇവിടെ പറഞ്ഞത് എൻ്റെ 6 നിയോഗങ്ങൾക്കും ഞാൻ സാക്ഷ്യം പറഞ്ഞു. ഇതിൻ്റെ കാര്യം ഞാൻ അന്നേരം ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല. ബാക്കി 6 കാര്യങ്ങൾക്കും ഞാനിവിടെ സാക്ഷ്യം പറഞ്ഞായിരുന്നു. പിന്നത്തെ തവണ പുതുക്കാൻ വന്ന് ഞാൻ തിരിച്ചു പോകുമ്പോൾ ഈ ആലയത്തിൻ്റെ വാതുക്കൽ ഞാനിങ്ങനെ കുഴഞ്ഞു വീണൊരവസ്ഥയിലായി. എന്നെ സെക്യൂരിറ്റി ചേട്ടനാണ് റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് എത്തിച്ചത്. ആരുടെയൊക്കെ സഹായത്തോടെ ഞാനൊരു രാത്രി 8:30 മണിയായപ്പോഴാണ് വൈറ്റിലെത്തിയത്. അവിടെ നിന്ന് എനിക്കൊരടി നടക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അന്നേരം എൻ്റെ കയ്യിൽ ഉടമ്പടി തൈലമാണ് ഉണ്ടായിരുന്നത്. ഞാൻ ഛർദ്ദിക്കുമെന്നുള്ളൊരു തോന്നലിൽ തന്നെയാണ് നടക്കുന്നത്. എനിക്കറിയാം, ഇത് ഫീൽ ചെയ്യുന്നുണ്ട്, ഞാനിപ്പോൾ ഛർദ്ദിക്കും അല്ലെങ്കിൽ ഞാൻ റോട്ടിൽ വീഴും. ഫോൺ ചെയ്തപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ദൂരെ ഒരു ഓട്ടം പോയിട്ട് വന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ, എന്നെ വന്ന് വിളിക്കാൻ ആരുമില്ല. ഞാൻ ബസ്സിൽ കയറി ഇരുന്നിട്ട് ഞാൻ ആദ്യം എൻ്റെ വായിലോട്ട് തൈലം ഇറ്റിച്ചിട്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണം ചൊല്ലി. അപ്പോൾ ബസ്സിലെ കണ്ടക്ടറിൻ്റെ അടുത്ത് ചോദിച്ചു, തനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഛർദ്ദിക്കാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ചോദിച്ചു എവിടെ ഇറങ്ങേണ്ടതെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ചിറ്റൂരാണ് പോകേണ്ടത്. പക്ഷെ അത് എടപ്പള്ളി ബസ്സായിരുന്നു. അപ്പോൾ എന്നെ അവർ പറഞ്ഞു ഇത് എടപ്പള്ളി ബസ്സാണിത്, താൻ കയറിയ ബസ് മാറിപ്പോയി. അവരെന്നെ വേറൊരു സ്റ്റോപ്പിൽ ഇറക്കിയിട്ട് വേറെ ബസ്സിൽ എന്നെ കയറ്റി വിട്ടു. ഞാൻ അങ്ങനെ കച്ചേരിപ്പടി ചെന്ന് ഇറങ്ങി. അവിടെ ചെന്നതേ എനിക്ക് ഓർമ്മയുള്ളൂ. പക്ഷേ അപ്പോഴേക്കും എൻ്റെ മോൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഒരു കണക്കിന് ഞാൻ അവൻ്റെ വണ്ടിയുടെ പുറകിലിരുന്ന് റോഡ് നീളെ ഛർദ്ദിച്ചാണ് ഞാൻ വീട്ടിലെത്തിയത്.
അപ്പോൾ ബോധമൊന്നും ഉണ്ടാകാത്ത അവസ്ഥയായിരുന്നു. ഞാൻ എവിടെ കിടക്കണമെന്ന് പോലും ബോധമില്ലാത്ത അവസ്ഥയിലായിരുന്നു. അപ്പോൾ എനിക്ക് അന്ന് രാത്രി മുഴുവനും ഹസ്ബൻഡിൻ്റെ ചീത്ത കേട്ടു. നീ ആവശ്യമില്ലാത്തതിനൊക്കെ പോയിട്ടാണെന്ന് പറഞ്ഞ് ഒരുപാട് ചീത്ത കേട്ടു. അപ്പോൾ പിറ്റേ ദിവസം ഞായറാഴ്ചയാണ്, എനിക്ക് പള്ളിയിൽ പോകണം. അപ്പം ഞാൻ ഹസ്ബൻഡിനോട് രാത്രി പറഞ്ഞു, എനിക്ക് പള്ളിയിൽ പോകണോട്ടാന്ന് പറഞ്ഞപ്പോൾ നിന്നെ ഞാൻ എല്ലായിടത്തും കൊണ്ടുപോകാമെന്നാണ് പറഞ്ഞത്. കാരണം എനിക്ക് അത്രയും വയ്യാത്തൊരവസ്ഥയിലാണ്. പക്ഷെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് കിടന്നു. കാശുരൂപം കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, എനിക്ക് എന്ത് വന്നാലും കാലത്തെ കുർബാന കൂടണം, അതിനെങ്കിലും മാതാവ് എന്നെ ഇടയാക്കണമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഞാൻ എണീക്കുമ്പോൾ വീട്ടിലെല്ലാവരും എണീറ്റിട്ടുണ്ട്. ആ സമയത്ത് എൻ്റെ മുറി നിറച്ചും ഒരു മുല്ലപ്പൂവിൻ്റെ മണമായിരുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തത്, വേളാങ്കണ്ണിയിലൊക്കെ പോകുമ്പോൾ ആ ആൾത്താരയുടെ അടുത്ത് നിൽക്കുമ്പോൾ കിട്ടുന്ന ആ സുഗന്ധമാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പം ഞാനത് ഹസ്ബൻഡിനോടും മക്കളോടും പറഞ്ഞപ്പോൾ അവരൊക്കെ ചിരിച്ച് കളിയാക്കി, നിൻ്റെ തോന്നലാണിതൊക്കെ, ഇപ്പോൾ ഓവറായി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള തോന്നലുകൾ പലതുണ്ടാവും എന്ന് എൻ്റെ മക്കളും ഹസ്ബൻഡും ഒക്കെ പറഞ്ഞു. പക്ഷേ ആ സമയത്ത് എനിക്ക് കിട്ടിയ എനർജി എന്താണെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ കുർബാനയ്ക്ക് പോയി. അത് കഴിഞ്ഞ് ഞാൻ BCCയിലെ ഭാരവാഹിയായിരുന്നു. അത് കഴിഞ്ഞൊരു മീറ്റിംഗ് ഉണ്ടായി, അതിലെല്ലാം അറ്റൻഡ് ചെയ്ത് 12:30 വീട്ടിൽ വരുമ്പോൾ തലേ ദിവസം എനിക്കുണ്ടായ ഒരു രോഗാവസ്ഥകളും എനിക്കുണ്ടായിരുന്നില്ല. അന്ന് തുടങ്ങി എനിക്കൊരു സങ്കടം ഉണ്ടായിട്ടില്ലെന്നുള്ളതാണ്. മാതാവിൻ്റെ സാമീപ്യം ഫീൽ ചെയ്ത ആ നിമിഷം തുടങ്ങി എനിക്ക് ഒരു സങ്കടങ്ങളും എനിക്ക് ഉണ്ടായിട്ടില്ല. ഞാൻ വേദനയെ ഓർത്ത് കരഞ്ഞിട്ടില്ല. പക്ഷേ തലവേദന എനിക്ക് ഇടയ്ക്ക് വരും. ഒരു 25 ഗുളികയെങ്കിലും ഒരു മാസം ഞാൻ കഴിക്കും. അങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 2022 ഞാൻ ഒരു സ്ഥലത്ത് ജോലിക്ക് കയറി, ഒരു കമ്പനിയിൽ ജോലിക്ക് കയറിയത് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ലഭിച്ചതാണ് എനിക്ക് ആ ജോലി. അവിടെ എനിക്ക് ദൈവം ഒരുക്കി തന്ന സാഹചര്യം എന്ന് പറയുന്നത് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. കാരണം ഒരു ചെന്നൈ കമ്പനിയാണ്. പക്ഷേ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് അതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടറുടെ ഓഫീസ്. ആ ഓഫീസിൽ എനിക്ക് മാത്രമായിട്ടൊരു ക്യാബിൻ മാതാവ് ഒരുക്കി തന്നു. ഞാൻ അവിടെ ഇരുന്ന് എൻ്റെ ജോലികൾ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ജപമാല ചൊല്ലാനും വചനം വായിക്കാനും സാക്ഷ്യം കേൾക്കാനും എല്ലാത്തിനും ഞാൻ ധ്യാനം കൂടുന്നതൊക്കെ എൻ്റെ ഓഫീസിലിരുന്നാണ്. എനിക്കൊരാളുടെ ശല്യമില്ല, ആരോടും സൊറ പറഞ്ഞിരുന്ന് സമയം കളയണ്ട. അങ്ങനെ ഒരുപാട് അനുഗ്രഹം എനിക്ക് മാതാവ് എൻ്റെ ജോലി മേഖലയിൽ തന്നെ തന്നു. അത് കഴിഞ്ഞ് ഞാൻ ഇതൊക്കെ ഈ വേദന കൊണ്ട് മുന്നോട്ട് പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു 2 വർഷം മുന്നേ എനിക്ക് എൻ്റെ അണപ്പല്ലിൽ ഒരു വേദന വന്നു. എനിക്കൊന്നും ചവക്കാൻ പറ്റാത്ത അവസ്ഥ, സംസാരിക്കുമ്പോൾ കൂടി വേദന. അങ്ങനെ ഞാൻ ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, പല്ലിന് കേടൊന്നുമില്ല, നമുക്കൊരു എക്സ്റേ എടുത്ത് നോക്കാമെന്ന് പറഞ്ഞു. എക്സ്റേ എടുത്തപ്പോൾ പല്ലിനും എല്ലിൻ്റെയും ഇടയിലായിട്ട് ഞരമ്പ് ഇങ്ങനെ ഇതായി നിൽക്കുന്നു, ജാമായി കിടക്കുന്നു. അപ്പോൾ അതാണ് ആ വേദന. അപ്പം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, ആ പല്ലെടുത്ത് കളയേണ്ടി വരും, അല്ലെങ്കിൽ ഇതുപോലെ അജീർണത വേദന സഹിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പിലുള്ളൊരു പല്ലെൻ്റെ പറിച്ച് കളഞ്ഞതാണ്. അപ്പോൾ ആ പല്ലുകൂടി പോയാൽ പിന്നെ എനിക്ക് അണപ്പല്ലെന്ന് പറഞ്ഞ സാധനം ഇല്ല, എനിക്കൊന്നും ചവക്കാൻ പറ്റില്ല. ഡോക്ടർ അതെടുത്തതൊരു 2 മണിക്കൂർ കൊണ്ടാണ് ആ പല്ലെടുത്തത്. ഒരുപാട് ബുദ്ധിമുട്ടിയാണ് എടുത്തത്. സെഡേഷനൊന്നും ചെയ്തിട്ടൊന്നും എൻ്റെ വേദനയൊന്നും കുറയുന്നുണ്ടായിരുന്നില്ല. ആ പല്ലെടുത്ത സ്ഥലത്ത് ഒരു വലിയ ഹോളാണ് ഉണ്ടായത്. അത് ഡോക്ടർ അന്നേരം കോട്ടണൊക്കെ വെച്ച് തന്നു വിട്ടു. 2 ദിവസത്തോളം അതിൽ നിന്ന് ഇങ്ങനെ ബ്ലഡ് വന്നുകൊണ്ടിരുന്നു. എനിക്കൊന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഞാൻ അത് വെച്ചിട്ടാണ് നീരൊക്കെ ആയിട്ടാണ് ഓഫീസിൽ പോയിരുന്നത്, വീട്ടിലെ ജോലികൾ ചെയ്തിരുന്നത്. അതിൻ്റെ കൂടെ തലവേദനയുടെ ശല്യവും ഒക്കെ ആയപ്പോൾ ശരിക്കും എനിക്ക് ഒരു ഭ്രാന്തെടുക്കുന്ന അവസ്ഥ. തലവേദന കൂടി കഴിയുമ്പോൾ ഞാൻ തലയൊക്കെ മതിലേക്ക് കൊണ്ടിട്ട് ഇടിച്ചിട്ടുണ്ട്. എനിക്ക് അത്ര സഹിക്കാൻ പറ്റാത്ത തലവേദന വന്നത്. അപ്പോൾ ഞാനങ്ങനെ ഈ ഉടമ്പടി തൈലവും ആ ബ്ലഡ് വരലൊന്ന് നിന്നപ്പോൾ ഉടമ്പടി തൈലവും ഉപ്പും ഒരു കോട്ടണിൽ വെച്ചിട്ട് ഞാൻ ആ ഭാഗത്ത് ഇങ്ങനെ വെച്ച് കിടക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ഒരു 4 മാസം ഞാൻ ആൻറ്റിബയോട്ടിക് എടുത്തു. അത് കഴിഞ്ഞ് ഞാൻ തീർത്തു. എനിക്ക് ഫുഡൊന്നും കഴിക്കാണ്ടായപ്പോൾ ഞാൻ ക്ഷീണിക്കാൻ തുടങ്ങി, എനിക്ക് ഒട്ടും പറ്റാണ്ടായി. അങ്ങനെ വന്നപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് ഞാൻ വീണ്ടും ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, അത് സ്റ്റിച്ച് ഇടാനൊന്നും പറ്റില്ല, പൊട്ടിപ്പോകും. അപ്പോൾ അതുകൊണ്ട് താൻ അധികം സ്ട്രെയിൻ എടുത്ത് സംസാരിക്കരുത്, താടിയൊന്നും അനക്കണ്ട അധികം, പിന്നെ അതുപോലെ തന്നെ ഫുഡ് അവിടെ ഇട്ട് ചവക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പോയിരുന്ന സമയത്ത് ഒരു ദിവസം ഞാൻ ബ്രഷ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ വായിൽ നിന്ന് കുറേ ചോര വന്നു. അപ്പോൾ എനിക്ക് നോക്കാൻ തന്നെ എനിക്ക് പേടി, എന്തായിരിക്കും ഇനി അവിടെ വീണ്ടും വല്ലതും വല്ല ഞരമ്പ് വല്ലതും പൊട്ടിയോ, കാരണം അത്രയധികം ചോര പോയായിരുന്നു. ഞാൻ പേടിച്ചാണ് കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്നിട്ട് ആദ്യം ഞാനൊരു ഗ്ലാസ്സിൽ ഉടമ്പടി ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി അത് എൻ്റെ വായി കൊണ്ടു. വീണ്ടും തുപ്പിയപ്പോഴും ഒത്തിരി ചോര പോയി. ഞാൻ തുറന്ന് നോക്കുമ്പോൾ ആ ഹോളായിരുന്ന സ്ഥലത്തൊരു വെളുത്ത നിറത്തിൽ കാണുന്നു. ഞാനോർത്തു ഞാൻ ഈ പഞ്ഞി ഇങ്ങനെ വെച്ചത് വല്ലതും അതിൻ്റെ ഉള്ളിലായി പോയതായിരിക്കുമോ. അപ്പോൾ ഞാൻ പേടിച്ചു പോയി, ഇൻഫെക്ഷനായി കൂടുതൽ ബുദ്ധിമുട്ടായാലെന്ന് ഓർത്ത് ഞാൻ അന്ന് വൈകിട്ട് ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് ചെന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, എന്തിനാണ് ഈ വേണ്ടാത്തതൊക്കെ വെക്കുന്നത്, മരുന്ന് ഞാൻ ഇവിടെ നിന്ന് വെച്ച് തന്നത് കൂടാണ്ട് നിങ്ങൾ എന്തിനാണ് നിങ്ങൾ സ്വയം ചികിത്സയൊക്കെ ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ ഒരു ക്രിസ്ത്യനാണ്. അപ്പോൾ ഞാൻ ഡോക്ടറിനോട് പറഞ്ഞു, ഡോക്ടറെ ഞാൻ വേറെ ഒന്നുമല്ല വെച്ചത്, വിശുദ്ധ തൈലവും
ഉടമ്പടി ഉപ്പുമാണ് വെച്ചത്, എനിക്ക് മാതാവ് അത് മാറ്റി തന്നോളും, ഡോക്ടറിന് മാറ്റാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഡോക്ടർമാർ പറയണ കുറേയൊക്കെ കേൾക്കണം, പ്രാർത്ഥനയും വേണം എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ എന്നെ കുറേ പിണങ്ങിയൊക്കെ ചെയ്തു. ഡോക്ടർ പരിശോധിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, അത് കോട്ടണമൊന്നും അല്ല, അതെന്തോ എല്ല് പോലെ തോന്നണേന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് ഡോക്ടർ അത് മരുന്ന് വെച്ചു, ആൻറ്റിബയോട്ടിക് തന്നു, എന്നെ തിരിച്ച് വീട്ടിലോട്ട് വിട്ടു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഇതേപോലെ തന്നെ എന്തായി അവിടുത്തെ സ്ഥിതി എന്നറിയാൻ വാ തുറന്ന് നോക്കിയപ്പോൾ ആ സ്ഥലത്ത് എനിക്കൊരു പല്ല് വന്നേക്കണം, ഒരു അണപ്പല്ല് വന്നേക്കണം, അണപ്പല്ലിൻ്റെ ഷേപ്പിൽ അത് പൊന്തി വന്നേക്കണം. അപ്പം ഞാൻ അത് പല്ല് ഈ പ്രായത്തിൽ, എനിക്ക് 44 വയസ്സായപ്പോൾ ഈ പ്രായത്തിൽ ഒരു അണപ്പല്ലൊക്കെ വരുമോ എന്നറിയാൻ വേണ്ടി ഞാൻ ഡോക്ടറിനെ വിളിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, തനിക്ക് തോന്നിയതായിരിക്കും, അത് എല്ലാമാണ്, അത് ഈ ഏജിലൊന്നും വരാൻ സാധ്യതയില്ല, കുട്ടികൾക്കൊക്കെയാണ് അണപ്പല്ല് പറഞ്ഞു പോയാൽ വരുന്നത്, അത് തൻ്റെ തോന്നലായിരിക്കും, അല്ലെങ്കിൽ ആ എല്ല് കാണുന്നതാണ്, വൈകിട്ട് ഹോസ്പിറ്റലിലേക്ക് വരാൻ പറഞ്ഞു. ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പരിശോധിച്ചിട്ട് കുറേ നേരം ഡോക്ടർ ഇങ്ങനെ ടേബിളിൽ ഇങ്ങനെ ചിന്തിച്ചിരുന്നു, കുറേ നേരം കുറേ ഗൂഗിളിലും അവിടെ ഇവിടെയൊക്കെ സെർച്ച് ചെയ്തു. വേറൊരു ഡോക്ടറിനെ വിളിച്ച് ചോദിച്ചു. എന്നിട്ട് ഡോക്ടർ പറഞ്ഞത്, ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണ്, അത് അങ്ങനെ വരാൻ സാധ്യതയില്ല, പക്ഷേ അവിടെ ഒരു പല്ലാണ്, ശരിക്കും ഒരു അണപ്പല്ല് പുതിയതായിട്ട് വരുന്നത് പോലെ ഒരു അണപ്പല്ല് എൻ്റെ ആ ഭാഗത്ത്, അതും 1.5 കൊല്ലം കഴിഞ്ഞു. അതിന് ശേഷം എനിക്ക് മാതാവ്, കാരണം അത്രയധികം ഞാൻ അനുഭവിച്ചിട്ടുണ്ട് വേദന, ഫുഡൊന്നും കഴിക്കാൻ പറ്റാണ്ട് ഈ തലവേദനയുടെ ഒപ്പം. അങ്ങനെ ആ ഒരു രോഗസൗഖ്യം എനിക്ക് ലഭിച്ചു. അതുപോലെ തന്നെ ഞാൻ സ്ഥിരം ഒരു ആശ്രമത്തിലാണ് കുമ്പസാരിക്കാൻ പോണത്. അപ്പോൾ അവിടുത്തെ അച്ഛൻ എൻ്റെ അടുത്ത് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ശാരീരിക ബുദ്ധിമുട്ട്, എനിക്ക് എപ്പോഴും ദേഷ്യം വരുമായിരുന്നു, എല്ലാവരോടും ഞാൻ ദേഷ്യപ്പെടുമായിരുന്നു. എൻ്റെ ശാരീരിക ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് ഞാൻ ഈ ദേഷ്യപ്പെട്ടിരുന്നത്. അപ്പോൾ അച്ഛനോട് ഞാനത് പറഞ്ഞു, എനിക്ക് ദേഷ്യം അടക്കാൻ പറ്റണില്ല അച്ഛോ, എത്ര ശ്രമിച്ചിട്ടോന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ ചോദിച്ചു, എന്താ കാര്യം, വീട്ടിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാണ് എൻ്റെ രോഗാവസ്ഥ കാരണമെന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ പറഞ്ഞു, നിനക്ക് വേദന വരുമ്പോൾ നീ ഈശോയുടെ പീഡാസഹനം ധ്യാനിച്ചാൽ മതി. അത് നമ്മുടെ കുരിശിൻ്റെ വഴിയിലെ പീലാത്തോസിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് തുടങ്ങി യേശുവിനെ കല്ലറയിൽ സംസ്കരിക്കുന്നത് വരെയുള്ള അങ്ങനെ നീ ധ്യാനിച്ചിട്ട് കാര്യമില്ല. നീ പാഷൻ ഓഫ് ക്രൈസ്റ്റ് കാണ്, ഈശോ എങ്ങനെയാണ് ശരിക്കും പീഡ അനുഭവിച്ചതെന്നുള്ളത് അതിൽ പറയുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ സ്ഥിരം, അതായത് ഡെയിലി കാണാൻ തുടങ്ങി ആ ഒരു ഭാഗം, ഈശോയുടെ പീഡാസഹനം അതിൽ കാണാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് എന്ത് വേദന വരുന്ന ആ സമയത്ത് ചിലപ്പോൾ ഞാൻ തലയുടെ ചുറ്റും ഇങ്ങനെ കെട്ടിപ്പൊതിഞ്ഞ് ടവൽ കൊണ്ട് തുണി നെറ്റിയിൽ വരിഞ്ഞ് മുറുക്കി കെട്ടി ഐസൊക്കെ വെച്ചൊക്കെ ആയിരിക്കും ഞാൻ തലവേദന വരുമ്പോൾ കിടക്കണം. പക്ഷെ ആ സമയത്ത് ഞാൻ ഈ സിനിമയിൽ ഈ രംഗങ്ങളാണ് എൻ്റെ മനസ്സിലൂടെ വന്നത്. എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല, ഒരു 10-15 മിനിറ്റിനുള്ളിൽ ഞാൻ ഉറങ്ങിപ്പോവും. ഉറക്കം ഉണരുന്നത് ഞാൻ ഫ്രഷായിട്ട് തന്നെ ഉറക്കം ഉണരുന്നത്. അപ്പോൾ അച്ഛൻ പറഞ്ഞതൊരു ഹോംവർക്കായിട്ട് തന്നെ ഞാനത് ചെയ്യാൻ തുടങ്ങി. എനിക്ക് സഹിക്കാനുള്ള ശക്തി അതിലൂടെ കിട്ടി. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് കഴിഞ്ഞ ഡിസംബർ 22 അങ്ങാണ്ടാണ് തോന്നുന്നു, എനിക്ക് ഹോസ്പിറ്റലിൽ വെച്ച് പെട്ടെന്ന് വയറുവേദന ഉണ്ടായി. ഞാൻ ഛർദ്ദിച്ചു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് വീട്ടിലെത്തിയിട്ട് ഛർദ്ദിൽ നിൽക്കുന്നുണ്ടായിരുന്നില്ല. കണ്ടിന്യൂസ് ഒരു 20 പ്രാവശ്യമെങ്കിലും ഞാൻ രാത്രി ആയപ്പോഴേക്കും ഛർദ്ദിച്ച് തീർന്നു. ഞാൻ അവശയായിപ്പോയി. എന്നെ അടുത്തുള്ള ക്ലിനിക്കിൽ കൊണ്ടുപോയി ഡ്രിപ്പൊക്കെ ഇട്ട് കിടത്തി. അപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞത് അസിഡിറ്റി ആയിരിക്കും. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് അന്നേരം വഴക്ക് പറഞ്ഞായിരുന്നു, നീ ഉപവാസമൊക്കെ എടുക്കണോണ്ടാണ് നിനക്ക് ഈ അസിഡിറ്റി കയറണത്, അപ്പോൾ അതുകൊണ്ട് അതൊക്കെ രോഗമുള്ളവർ അങ്ങനെ ഉപവാസം എടുക്കണമെന്ന് നിർബന്ധമില്ലെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ഫുഡൊന്നും അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല, ഉറക്കം ഉളക്കാൻ പറ്റില്ല, അങ്ങനെയുള്ള അതൊക്കെ ഉള്ള ആളാണെങ്കിലും ഞാൻ ബുധനാഴ്ചയും ശനിയാഴ്ചയും കാലത്ത് ഞാൻ ഫുഡ് കഴിക്കാറില്ല. അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു, താൻ ഉച്ചക്ക് കഴിക്കാതിരിക്കും, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യലേ എന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ ഞാൻ രാത്രി ഒരു 8 മണിക്ക് തലേദിവസം കഴിച്ചാൽ പിന്നെ കഴിക്കുന്നത് ഉച്ചയ്ക്ക് 2 മണിയാകുമ്പോഴാണ്. അപ്പോൾ അതൊരു ലോങ് ഫാസ്റ്റിംഗ് ആയിരിക്കുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ ആ സമയത്തൊക്കെ ജപമാല ചൊല്ലിയാണ് പ്രാർത്ഥിക്കുന്നത്. പക്ഷെ അതുകൊണ്ട് തന്നെ ആ സമയത്തൊന്നും എനിക്ക് തലവേദന വരാറില്ല. അങ്ങനെ ഈ വയറുവേദന അസിഡിറ്റിയുടെ ആണെന്ന് പറഞ്ഞു. ഡോക്ടർ ഒരു ഗ്യാസ്ട്രോനെ കണ്ടോളാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് ESA ഉള്ളതുകൊണ്ട് ഞാൻ ESA ഹോസ്പിറ്റലിൽ ചെന്നു. അപ്പോൾ അവർ പക്ഷേ എനിക്ക് സർജനാണ് റെഫർ ചെയ്തത്. അങ്ങനെ ഞാൻ സർജനെ കണ്ടു. സർജൻ അൾട്രാസൗണ്ട് ചെയ്തു. അൾട്രാസൗണ്ട് ചെയ്ത റിസൾട്ട് വന്നപ്പോൾ അതിനകത്ത് എനിക്ക് അപ്പൻഡിസൈറ്റിസ് ആണ്, അത് കൂടിപ്പോയേക്കണേണ്, ഉടനെ സർജറി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സമയത്തൊക്കെ ഞാൻ ഹോസ്പിറ്റലിൽ ഒറ്റയ്ക്കാണ് പോണത്. പോകുമ്പോൾ കാശുരൂപം കയ്യിൽ പിടിച്ച് കൊന്തയും ചൊല്ലിയൊക്കെയാണ് ഞാൻ പോണത്. അങ്ങനെ അവിടെ സർജറി വേണമെന്ന് പറഞ്ഞപ്പോൾ ആകെ ഞാൻ പേടിച്ചു. കാരണം ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് സർജറി നേരിടേണ്ടി വരുന്നത്. അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു പേടി ഉണ്ടായിരുന്നു. പിന്നെ വീട്ടിലാണെങ്കിലും ഹസ്ബൻഡ് 3 മക്കളുമാണുള്ളത്, എന്നെ നോക്കാനൊന്നും ആരും ഉണ്ടാവില്ല, എൻ്റെ ജോലിനെ ബാധിക്കും, 2 മാസം റെസ്റ്റ് വേണം, ഇതൊക്കെ ഞാൻ ആലോചിച്ചു. അപ്പോൾ ലാപ്രോസ്കോപ്പിക് സർജറിയാണ് ഞാൻ കണ്ടത്. അപ്പോൾ ഞാൻ വിചാരിച്ചു കീഹോൾ സർജറി ആയിരിക്കും എന്ന് കരുതി. പക്ഷേ ഡോക്ടർ എനിക്ക് അനസ്തെറ്റിസിന് ചീട്ട് തന്നു, എല്ലാം ഡേറ്റൊക്കെ എടുക്കാൻ പറഞ്ഞു.
അവസാന നിമിഷമാണ് ഞാൻ അറിയുന്നത് ഓപ്പൺ സർജറി ആണെന്നുള്ളത്. അപ്പം ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ ഞാൻ വില്ലിങ് അല്ല, ഓപ്പൺ സർജറി എനിക്ക് പറ്റില്ല, എനിക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ട്, അപ്പോൾ അതുകൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു തൻ്റെ ജീവന് തന്നെ അബദ്ധമാണ്, കാരണം ഇത് അത്രയും ഇൻഫെക്റ്റഡ് ആയിട്ട് ഇരിക്കണേണ്, അതാണ് നിർത്താണ്ട് ഛർദിൽ വന്നേന്ന്. ഞാൻ ഛർദ്ദിച്ച് കഴിയുമ്പോൾ ലാസ്റ്റ് ബ്ലഡ് കലർന്ന രീതിയിലാണ്, അതായത് ബ്രൗൺ കളറാണ് ഞാൻ ഛർദ്ദിച്ച് ലാസ്റ്റ് ആകുമ്പോൾ ഛർദ്ദിച്ച് പോകുന്നത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇൻഫെക്ഷൻ കൂടി പോയിട്ടാണ്, അപ്പോൾ എത്രയും പെട്ടെന്ന് അത് ചെയ്തില്ലെങ്കിൽ തൻ്റെ ജീവന് തന്നെ അത് പൊട്ടിക്കഴിഞ്ഞാൽ ആൾക്ക് മരണം തന്നെ സംഭവിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിൽ ചെന്ന് ഹസ്ബൻഡിനെയും കൂട്ടി വരാമെന്നും പറഞ്ഞ് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി. ഞാൻ കുറേ വർഷങ്ങൾക്ക് ശേഷം, അതായത് ഉടമ്പടി എടുത്ത് ഞാനൊരു 2-3 പുതുക്കൽ കഴിഞ്ഞ സമയത്ത് എനിക്കൊരു അനുഭവം ഈ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഉണ്ടായി. ഞാൻ അന്ന് നേരത്തെ പറഞ്ഞതുപോലെ വീട്ടിൽ ഞാൻ കിടക്കുന്ന സമയത്ത് എനിക്ക് സുഗന്ധാഭിഷേകം ഉണ്ടായെന്ന് പറഞ്ഞാൽ ആ സമയം തുടങ്ങി എനിക്ക് സങ്കടങ്ങൾ, അതായത് എത്ര പ്രശ്നങ്ങളുണ്ടെങ്കിലും കരയാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കാനോ ഒന്നും തോന്നിയിട്ടില്ല. ഞാൻ എന്തുണ്ടെങ്കിലും അപ്പം തന്നെ കൊന്ത ചൊല്ലി അത് സമർപ്പിക്കും, അതങ്ങോട്ട് സോൾവായി പോകും. അങ്ങനെ എനിക്കത് ഉറപ്പുള്ളത് കൊണ്ട് ഞാൻ ആ ഹോസ്പിറ്റലിലെ പുറത്ത് വന്നിട്ട് ഞാൻ മാതാവി ഞാൻ എന്ത് ചെയ്യും എന്നാണ് ഞാൻ ചോദിച്ചത്. ഓഫീസിലേക്ക് ഞാൻ വണ്ടിക്ക് പോകുന്ന സമയം മുഴുവനും ആലോചിച്ചത് എന്ത് ചെയ്യും, സർജറി വേണം, അത് ചെയ്യാൻ എനിക്ക് പേടിയുമാണ്. അപ്പോൾ അങ്ങനെ ചിന്തിച്ച് ഞാൻ ഓഫീസിലെത്തി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്ക് എൻ്റെ മനസ്സിൽ പറയണ തോന്നി. എൻ്റെ വീടിൻ്റെ അടുത്താണ് ആശ്രം മെഡിസിറ്റി. അപ്പോൾ അവിടുത്തെ ഒരു ഡോക്ടറിനെ അങ്ങോട്ടേക്ക് വിളിച്ചിട്ട് ഞാനിങ്ങനെ എൻ്റെ പ്രശ്നം പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഗ്യാസ്ട്രോ എൻട്രോളജീനെ കാണാൻ, സർജറി അല്ല കാണേണ്ടത്, ഗ്യാസ്ട്രോ എൻട്രോളജീനെ കാണാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടുത്തെ ഗ്യാസ്ട്രോ എൻട്രോളജീനെ കാണാൻ വേണ്ടി ചെന്നു. അവിടെ ചെന്നപ്പോൾ എനിക്ക് അവിടെയും ഒരു അനുഭവം ഉണ്ടായെന്ന് വെച്ചാൽ അവിടുത്തെ ഡോക്ടേഴ്സിൻ്റെ യൂണിഫോം ആഷ് കളറാണ്. പക്ഷേ ഞാൻ ഒത്തിരി തവണ അവിടെ പോയിട്ടുണ്ട്, അപ്പച്ചനെയും അമ്മച്ചീനെയും കൊണ്ടൊക്കെ പോയിട്ടുള്ളതാണ്. പക്ഷേ അന്നൊന്നും ഞാൻ ഒ പിയിലിരിക്കുന്ന ഡോക്ടേഴ്സ് ഈ ഒരു യൂണിഫോമിൽ ഞാൻ കണ്ടിട്ടില്ല. സർജൻ ആയതുകൊണ്ടായിരിക്കാം. പക്ഷേ ആ സമയത്ത് ഡോക്ടർ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് വന്ന സമയമായിരുന്നു. ആഷ് കളറിലെ ഒരു യൂണിഫോം ധരിച്ചൊരു ലേഡി ഡോക്ടറായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവർ വളരെ പുഞ്ചിരിച്ചുകൊണ്ടാണ് എന്നെ അവിടെ സീറ്റിൽ ഇരുത്തിയത്. എന്നിട്ട് എന്നെ അവിടെ കിടത്തി എന്നെ പരിശോധിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് മാതാവിൻ്റെ ഒരു സാമീപ്യം തന്നെ, എല്ലാവരും പറയുന്നത് പോലെ ആഷ് കളറിലും നീല കളറിലും ഒക്കെ മാതാവിൻ്റെ സാന്നിധ്യം ഫീൽ ചെയ്യുന്നത് പോലെ തന്നെ എനിക്ക് തോന്നി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്കൊരു CT എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ CT അങ്ങനെ പിറ്റേ ദിവസം തന്നെ CT എടുത്തു. ഡൈ ഉപയോഗിച്ചുള്ള CT സ്കാൻ ചെയ്തു. CT സ്കാൻ ചെയ്ത് അന്ന് റിസൾട്ട് മേടിക്കാൻ വേണ്ടി ഞാൻ പോകുന്ന ദിവസം ഞാൻ എൻ്റെ രൂപത്തിൻ്റെ അവിടെ നിന്ന് മാതാവിനോട് പ്രാർത്ഥിച്ച് തിരി കത്തിച്ച് വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലി തൈലമൊക്കെ പുരട്ടി ഇറങ്ങുന്ന സമയത്ത് വചനം എടുത്ത് തുറന്നപ്പോൾ എനിക്ക് കിട്ടിയത് ജ്ഞാനത്തിൻ്റെ പുസ്തകം 16-ാം അധ്യായം 10-ാം വാക്യം. അതിനകത്ത് ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു, തൻ്റെ മക്കളെ വകവരുത്താൻ വിഷസർപ്പത്തിൻ്റെ പല്ലിന് കഴിഞ്ഞില്ല. തുടർന്ന് താഴേക്ക് വായിച്ചപ്പോൾ 12-ാം വാക്യത്തിൽ പറയുന്നു, മരുന്നോ ലേപനൌഷധമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അവിടുത്തെ വചനമാണ് എന്നെ സുഖപ്പെടുത്തിയത്. അപ്പോൾ എനിക്ക് എൻ്റെ റിസൾട്ട് ഞാൻ അവിടെ വെച്ച് തന്നെ മാതാവ് എനിക്ക് അറിയിച്ചു തന്നു. കാരണം എൻ്റെ സൗഖ്യമാണ് അവിടെ വചനത്തിൽ പറഞ്ഞത്. അപ്പോൾ എൻ്റെ റിസൾട്ട് അതാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് വിളിച്ച് പറഞ്ഞു എൻ്റെ റിസൾട്ട് അറിഞ്ഞിട്ടോ, മാതാവ് എനിക്ക് റിസൾട്ട് തന്നു, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു നീ ഹോസ്പിറ്റലിൽ ചെല്ലേ, നീ അല്ലല്ലോ ഡോക്ടർ പറയട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ ചെല്ലണ വരെയും ഈ വചനം ഇങ്ങനെ മനസ്സിൽ പറഞ്ഞാണ് ഞാൻ ഹോസ്പിറ്റലിലേക്ക് എത്തിയത്. അവിടെ ചെന്ന് കാശ് രൂപവും പിടിച്ചാണ് ഞാൻ അകത്തേക്ക് കയറിയത്. ഡോക്ടർ എൻ്റെ 2 സ്കാൻ റിപ്പോർട്ടും, ഞാൻ ESA വഴി എടുത്ത സ്കാൻ റിപ്പോർട്ടും എൻ്റെ CT സ്കാൻ ആശ്രം മെഡിസിറ്റിയിൽ എടുത്ത റിപ്പോർട്ട് മേശപ്പുറത്ത് വെച്ചിട്ട് എന്നോട് ഡോക്ടർ പറഞ്ഞത് ഇത് രണ്ടും 2 ആളുകളുടെ സ്കാൻ റിപ്പോർട്ടായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യണേന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് പറ്റി ഡോക്ടർ എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു തനിക്ക് അപ്പൻഡിക്സിൽ ഒരു കല്ലിൻ്റെ ഒരു അംശമോ ഒരു ക്രിസ്റ്റൽ ക്ലിയറാണ് തൻ്റെ അപ്പൻഡിക്സ്. അതുകൂടാതെ എൻ്റെ ലങ്സ്, ലിവർ, പാൻക്രിയാസ്, ഗോൾ ബ്ലാഡർ, യൂട്രസ് എല്ലാ ആന്തരിക അവയവങ്ങളിലും തനിക്ക് ഒരു കുഴപ്പമില്ല. കുറച്ച് അസിഡിറ്റി ഉള്ളതല്ലാതെ തനിക്ക് യാതൊരു കുഴപ്പങ്ങളും ഈ CT സ്കാനിൽ കാണുന്നില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു ഡോക്ടറെ അൾട്രാസൗണ്ട് ചെയ്തേലെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു അൾട്രാസൗണ്ട് സ്കാനിൽ ഡോക്ടർ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൻഡിസൈറ്റിസ് ആണ്, എമർജൻസി 20 ദിവസത്തിനുള്ളിൽ സർജറി ചെയ്യണം എന്നാണ് അതിനകത്ത് പറഞ്ഞേക്കണം. അപ്പോൾ എനിക്ക് ഇത് പൂർണ്ണമായി ഞാൻ വിശ്വസിച്ച് ഞാൻ ഡോക്ടറോട് പറയുകയും ചെയ്തു, ഡോക്ടറെ ഇത് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്കുണ്ടായ സൗഖ്യമാണെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ എന്നോട് നിങ്ങളോട് പറഞ്ഞത് ദൈവത്തിന് എല്ലാം പറ്റും, ദൈവത്തിൻ്റെ ശക്തിക്ക് കീഴിൽ ഒരു രോഗവും നിലനിൽക്കില്ല എന്നുള്ള രീതിയിലാണ് ഡോക്ടർ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞത്.
അങ്ങനെ ആ ഒരു സൗഖ്യവും മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് കിട്ടിയത്. ഞാൻ ഈ 3 രോഗസൗഖ്യവും ഞാൻ പറഞ്ഞത് കേൾക്കുമ്പോൾ ചിലപ്പോൾ അത് ചെറിയ കാര്യങ്ങളല്ലേ എന്ന് തോന്നിയാലും എൻ്റെ ജീവിതത്തിൽ വലിയ അത്ഭുതകരമായൊരു പ്രവൃത്തിയാണ് മാതാവ് ചെയ്തത്. ഈ വേദനകളെല്ലാം തരണം ചെയ്യാനും ഈ വേദനകളിൽ കൂടി എല്ലാം മുന്നോട്ട് പോകാൻ. ഇപ്പം എനിക്ക് ഉറക്കം എന്നുള്ളൊരു പ്രശ്നമില്ല. കാരണം ഞാൻ കിടക്കുമ്പോൾ ചിലപ്പോൾ 12 മണിയാവും. ഞാൻ എൻ്റെ ഹസ്ബൻഡും മക്കളൊക്കെ ഉറങ്ങിക്കഴിഞ്ഞാൽ ഒരു ജപമാല ഞാൻ അവർക്ക് വേണ്ടി ചൊല്ലി കാഴ്ച വെച്ചിട്ടാണ്. കാരണം ഹസ്ബൻഡ് വിശ്വാസത്തിലേക്ക് വന്നു, എൻ്റെ കൂടെ ഉടമ്പടിയിലെല്ലാം സജീവമായിട്ട് നിൽക്കുന്ന ആളാണ്. പക്ഷെ എൻ്റെ മോളും അങ്ങനെ തന്നെയാണ്. മോൾക്ക് 12 വയസ്സുണ്ട്. പക്ഷെ എൻ്റെ ആൺമക്കൾ 2 പേരും അല്പം പുറകിലോട്ടാണ്. അവർക്ക് ഇതൊന്നും അത്ര ദഹിക്കാത്ത ഒരു ഇതാണ്. അപ്പം ഞാൻ അവർക്ക് വേണ്ടി കൈ വിരിച്ച് പിടിച്ച് തന്നെയാണെങ്കിൽ ഞാൻ ഒരു ജപമാലയുടെ ഒരു രഹസ്യമെങ്കിലും അവർക്ക് വേണ്ടി ഞാൻ സമർപ്പിച്ച് ചൊല്ലാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ അത് കഴിഞ്ഞ് ഞാൻ 4:30 മണിക്ക് എണീറ്റിട്ടായാലും എൻ്റെ ഉടമ്പടി പ്രാർത്ഥനയും ഒരു ജപമാലയും ചൊല്ലിയിട്ട് ആരംഭിക്കും. വിശുദ്ധ കുർബാനയും ജപമാലയും തന്നെയാണ് എൻ്റെ കുടുംബത്തിൻ്റെയും ജീവിതത്തിൻ്റെയും ബേസ്മെൻ്റ് എന്ന് ഞാൻ പറയാം. അത് മുടക്കാത്തത് കൊണ്ട് തന്നെയാണ് എനിക്ക് ഈ അനുഗ്രഹങ്ങളൊക്കെ മാതാവ് തന്നത്. പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാൻ ആദ്യമൊക്കെ പത്രം 1 മാസം കൊണ്ടൊക്കെ കൊടുത്തു തീർക്കുള്ളായിരുന്നു. പിന്നീട് ഞാനത് എൻ്റെ കയ്യിൽ കെട്ടി 2 ദിവസത്തിനുള്ളിൽ തന്നെ പത്രം എല്ലാവർക്കും തന്നെ കൊടുത്തു തീർക്കും. കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നത് എൻ്റെ പരിചയത്തിൽ എന്ന് പറഞ്ഞാൽ പരിചയപ്പെട്ടതാണ്. ഞങ്ങൾ 2 ഇത് ചെയ്യുന്ന ഡയാലിസിസ് ചെയ്യുന്ന 2 വ്യക്തികളുണ്ട്. അത് വളരെ നിർധനാവസ്ഥയിലുള്ള 2 പേരാണ്. അപ്പോൾ ആഴ്ചയിൽ ഞാൻ 2 പേർക്കും മാറി മാറി എൻ്റെയും ഹസ്ബൻഡിൻ്റെയും വരുമാനത്തിൽ നിന്ന് അവർക്ക് ഒരു ഡയാലിസിസിനുള്ള പൈസയെങ്കിലും എപ്പോഴാണെങ്കിലും കൊടുക്കാറുണ്ട്. പരിശുദ്ധ അമ്മയും ഈശോയും എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകോടി നന്ദി പറയുന്നു. 89-ാം സങ്കീർത്തനം 28-29 തിരുവചനങ്ങൾ. എൻ്റെ കരുണ എപ്പോഴും അവൻ്റെ മേലുണ്ടായിരിക്കും. അവനോടുള്ള എൻ്റെ ഉടമ്പടി അചഞ്ചലമായി നിലനിൽക്കും. ഞാൻ അവൻ്റെ വംശത്തെ ശാശ്വതമാക്കും. ജെസിമോൾ എന്ന ഈ സഹോദരിയുടെ വളരെ ശ്രേഷ്ഠമായ പ്രത്യക്ഷീകരണ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാക്കുന്നത് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ അവരുടെ ജീവിതഭാരം, അസുഖങ്ങൾ, സൗഖ്യം നൽകി ഈശോയിൽ നിന്ന് വലിയ സൗഖ്യം ലഭിച്ചതിനെക്കുറിച്ചാണ് 3 സാക്ഷ്യങ്ങളെയും മകളിവിടെ ഏറ്റുപറഞ്ഞത്. എല്ലാത്തിനെയും അംഗീകരിക്കുവാനും സ്വീകരിക്കുവാനുമുള്ള ഒരു തുറവിയും ഈശോയെ ഗാഢമായി സ്നേഹിക്കുവാനുള്ള വലിയ അഭിഷേകവുമാണ് ഈ മകൾക്ക് ലഭിച്ചിരിക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ സുഗന്ധാഭിഷേകത്തിലൂടെ പലതവണ ഈ മകൾക്ക് പരിശുദ്ധ അമ്മ സാമീപ്യം നൽകി ഈശോയുടെ ആ സ്നേഹം എപ്പോഴും അനുഭവിക്കുവാനുള്ള വലിയ കൃപ ഈ മകൾക്ക് ലഭിച്ചു. കാരണം 35 വർഷമായിട്ട് ഈ മകൾക്ക് മൈഗ്രെയിൻ എന്ന അസുഖത്തെക്കുറിച്ച് മകൾ വിവരിക്കുകയായിരുന്നു. ജെസിമോൾ പറഞ്ഞതുപോലെ ഇതൊരു ചെറിയ സാക്ഷ്യമല്ല. കാരണം 35 വർഷമായിട്ട് വളരെയധികം സങ്കടപ്പെടുന്ന ഒരവസ്ഥയിൽ നിന്ന് വളരെ ഉടമ്പടിയെടുത്ത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ നേർച്ച വസ്തുക്കളുടെ ശക്തമായ ഉപയോഗവും ഈശോയോടുള്ള വിശ്വസ്തതയും തൻ്റെ എല്ലാ സങ്കടങ്ങളെയും ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്, അണപ്പല്ല് സൗഖ്യപ്പെട്ട് ഒരു 44-ാമത്തെ വയസ്സിൽ വീണ്ടും അവിടെ പല്ല് വരിക, അതുപോലെ ഓപ്പൺ സർജറി പറഞ്ഞ അപ്പൻഡിസൈറ്റിസിൻ്റെ അസുഖം വളരെ ഒരു ഗ്യാസ് പ്രോബ്ലമായി ചുരുങ്ങി അതിൻ്റെയൊന്നും ആവശ്യമില്ല എന്ന് പറയുന്ന ഒരു സമയ ചുരുക്കമാണ് പരിശുദ്ധ അമ്മ കാണിച്ചത്. അമ്മയ്ക്ക് ഈശോയോട് പറയാൻ വളരെ സമയം കുറച്ച് മതി. ഈശോ എൻ്റെ സമയമായിട്ടില്ല എന്ന് കാനായിലെ വിവാഹ വിരുന്നിൽ പറഞ്ഞെങ്കിലും നമ്മുടെ എല്ലാം സമയമാക്കി കൊടുക്കാൻ അമ്മയുടെ മധ്യസ്ഥത്തിന് ഒരുപാട് സാധിക്കും എന്നാണ് ഉടമ്പടി പ്രാർത്ഥന നമ്മോട് ഏറ്റുപറയുന്നത്. മകൾ പറയുകയുണ്ടായി, എനിക്ക് ഈശോയോട് ചേർന്ന് അവിടുത്തെ ആ സഹനങ്ങളെ ഞാൻ എൻ്റെ സഹനങ്ങളെല്ലാം ഈശോയോട് ചേർത്ത് വയ്ക്കുമ്പോൾ എനിക്കതെല്ലാം വളരെ ശക്തമായി ഏറ്റെടുക്കാനുള്ള കൃപ ലഭിക്കുന്നുവെന്ന് നമുക്കറിയാവുന്ന പോലെ പാഷൻ ഓഫ് ക്രൈസ്റ്റ് ഫിലിമിൽ നാം കാണുന്നുണ്ട്. ശിമയോൻ ഈശോയുടെ കുരിശ് ചുമക്കുമ്പോൾ ഈശോയും കൂടി താങ്ങിക്കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവസാനം ശിമയോനെ തള്ളി ഉന്തി പറഞ്ഞു വിടുന്ന ഒരു വളരെ ഇമോഷണലായ ഒരു സീൻ നമുക്ക് കാണുന്നുണ്ട്. ഈശോയോട് ചേർന്ന് നമ്മുടെ കുരിശുകളെ, നമ്മുടെ വേദനകളെ, സങ്കടങ്ങളെല്ലാം ഏറ്റെടുക്കുമ്പോൾ ഈശോ തന്നെ നമ്മെ സഹായിക്കുന്നതായും ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കുന്നതുമായ ഈ നല്ല സാക്ഷ്യത്തിനെ നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കൈയടി നൽകുമ്പോൾ നമ്മുടെ സമാനമായ എല്ലാ സങ്കടങ്ങളെയും ഇതിനോട് ചേർത്ത് വെച്ച് നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി. വിശുദ്ധീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഉയർത്തിയതിന് മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി. എൻ്റെ പേര് റാണി. ഞാൻ ട്രിവാൻഡ്രത്തു നിന്നാണ് വരുന്നത്. ഞാനൊരു നേഴ്സാണ്. 2022 ഞാൻ ഉടമ്പടി എടുത്തത്. എൻ്റെ OET എക്സാം പാസ്സാകാൻ വേണ്ടിയായിരുന്നു ഞാൻ ഉടമ്പടി എടുത്തത്. ഫസ്റ്റ് ടൈം എഴുതി കിട്ടാണ്ടായപ്പോൾ ഞാൻ കിട്ടിയ സ്കോറും കൊണ്ട് വേറൊരിടത്ത് കയറിപ്പോയി. പിന്നെ സെക്കൻഡ് ടൈം, തേർഡ് ടൈമൊക്കെ എഴുതിയിട്ട് എല്ലാം സ്ലൈറ്റ് ഡിഫറൻസിനായിരുന്നു ഞാൻ ഫെയിലായിട്ടിരുന്നത്. ഫോർത്ത് ടൈം
ഞാൻ പഠിക്കാണ്ട് കൂടുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എക്സാമിന് കയറുന്നതിന് അവസാനത്തെ മിനിറ്റിന് മുന്നേ വരെ ഓൺലൈനിൽ കുർബാന കൂടിയിട്ടാണ് എക്സാമിന് കയറി ഫസ്റ്റ് ലിസണിങ് മൊഡ്യൂൾ തന്നെ ഒന്നും വായിക്കാൻ പറ്റിയില്ല. ഞാനൊന്നും കണ്ടില്ല. ടെൻഷനായിട്ട് കരഞ്ഞിട്ട് കണ്ണുനീര് കൊണ്ട് ലെറ്റേഴ്സൊന്നും കാണാൻ പറ്റാണ്ടാണ് ലിസണിങ് അറ്റൻഡ് ചെയ്തത്. ഉറപ്പായി എന്തായാലും പൊട്ടുമെന്ന്. പിന്നെ അടുത്ത നെക്സ്റ്റ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ റിസൾട്ട് വന്നു. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് അയർലൻഡ് സ്കോർ തരണമെന്നായിരുന്നു. എനിക്കറിയില്ല എങ്ങനെയാണ് പാസ്സായെന്ന്. എനിക്ക് അയർലൻഡ് സ്കോർ തന്ന് മാതാവ് എന്നെ അനുഗ്രഹിച്ചു. അതിനുശേഷം ഞാൻ അവിടെ നിന്ന് തിരിച്ചു പോന്നു. ഒരു ഏജൻസിയെ കോൺടാക്റ്റ് ചെയ്തു. അവരെന്നോട് 6 മന്തിനുള്ളിൽ പോകാം, റിസൈൻ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ നാട്ടിലോട്ട് വന്നു. നാട്ടിൽ വന്നിട്ട് പ്രത്യേകിച്ച് ഒരു അനക്കമൊന്നും ഉണ്ടായിരുന്നില്ല ഏജൻസീൻ്റെ അടുത്തുനിന്ന്. ഇപ്പോൾ ഇൻടേക്കൊന്നും ഇല്ല, വെയിറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞ് അങ്ങനെ നീണ്ടുപോയി. പിന്നെ എൻ്റെ DL എക്സ്പയറായി, OET നിയർ ടു എക്സ്പയർ ആകാൻ പോകുന്നു. ടെൻഷനായി. അപ്പോൾ പ്രീവിയസ് ഹോസ്പിറ്റലിലെ എംപ്ലോയറിനെ വിളിച്ച് DLനുള്ള പേപ്പേഴ്സ് ചെയ്തു തരാൻ പറഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് നിർത്തിപ്പോകുന്നതിൻ്റെ ദേഷ്യത്തിൽ എനിക്കത് ചെയ്തു തരില്ല എന്ന് പറഞ്ഞു. ഞാൻ അതിനു വേണ്ടി ഒരു 3 months അവരുടെ പുറകെ നടന്നു. പിന്നെ എനിക്ക് പെട്ടെന്നൊരു ദിവസം ഇങ്ങനെ തോന്നി അവിടുത്തെ ഹോസ്പിറ്റലിലെ ഓണറിനെ കോൺടാക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ മെസ്സേജ് ചെയ്തു. ഞാൻ ഒരിക്കലും അയാൾ റിപ്ലൈ ചെയ്യുമെന്ന് വിചാരിച്ചില്ല. ആ ഡോക്ടർ എൻ്റെ മെസ്സേജ് കണ്ട് എന്നോട് ടെൻഷനാകണ്ട, ഞാനത് ചെയ്തു തന്നോളാം. അപ്പം ഞാൻ പറഞ്ഞു പുള്ളിക്കാരി ചെയ്തു തരില്ല എന്ന് എന്നോട് പ്രോമിസ് ചെയ്തതാന്ന് പറഞ്ഞു. അപ്പോൾ അല്ല അതൊന്നും നോക്കണ്ട, ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു. വിതിൻ 1 day തന്നെ എൻ്റെ എല്ലാ ഡോക്യുമെൻറ്റ്സും എനിക്ക് ആ പുള്ളിക്കാരൻ നഴ്സിംഗ് മാനേജറിനെ വിട്ട് ചെയ്ത് എനിക്ക് അയച്ചു തന്നു. പിന്നെ DL കിട്ടിക്കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ വീണ്ടും ഏജൻസീൻ്റെ ഭാഗത്തു നിന്ന് ഒരു അനക്കുണ്ടായിരുന്നില്ല. പിന്നെ വീണ്ടും സങ്കടമാകാൻ തുടങ്ങി. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഡെയിലി അവിടെ വർക്ക് ചെയ്യുന്ന അടുത്ത് ഒരു മാതാവിൻ്റെ പള്ളിയിൽ പോകും. എന്നും കുർബാന കഴിഞ്ഞിട്ട് കൈനീട്ടി നിൽക്കുന്ന മാതാവിനെ എന്നും തൊട്ട് പ്രാർത്ഥിക്കാറുള്ള ദിവസമാണ്. ഒരു ദിവസം രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു, ഞാൻ അയർലൻഡിലോട്ട് പോകുന്നതായിട്ട്. അപ്പോൾ അന്ന് എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് ഞാൻ അടുത്ത ദിവസം രാത്രി കിടക്കുന്ന നേരത്ത് വീണ്ടും മാതാവിനോട് പ്രാർത്ഥിച്ചു. ഇന്നലെ രാത്രി കണ്ട പോലെ ഇന്നും നല്ലൊരു സ്വപ്നം തരണേന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് കിടന്നതാണ്. പക്ഷേ 5:30 പ്രാർത്ഥിക്കാൻ എണീച്ചപ്പോൾ സ്വപ്നമൊന്നും കണ്ടില്ല. അപ്പോൾ കുറച്ച് വിഷമമുണ്ട്, എന്നാലും ഒന്നും തോന്നിയില്ല. പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ക്യാൻഡിലിൽ സൈഡിൽ എനിക്കിങ്ങനെ ഒരു രൂപം കാണാൻ തുടങ്ങിയിട്ട് ഞാൻ വിചാരിച്ചു എനിക്ക് തോന്നുന്നതായിരിക്കും എന്ന് കരുതി. ലൈറ്റിട്ട് വീണ്ടും നോക്കി. അപ്പോൾ ക്യാൻഡിലിൻ്റെ സൈഡിൽ ഞാൻ എന്നും കൈ തൊട്ട് പ്രാർത്ഥിക്കുന്ന മാതാവിൻ്റെ രൂപം ക്യാൻഡിലിൽ ഫോമായി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് എടുത്തിട്ട് എൻ്റെ റൂംമേറ്റ് ഒരു ഹിന്ദുവാണ്, അവളുടെ അടുത്ത് ഞാനത് കാണിച്ചിട്ട് നിനക്കിത് കണ്ട് എന്ത് തോന്നുന്നു എന്ന് ചോദിച്ചപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, നീ പ്രാർത്ഥിക്കുന്ന മദർ മേരി അല്ലേ ഇതെവിടെ നിന്നാണ് നീ മേടിച്ചതെന്ന് എന്നോട് ചോദിച്ചേ. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അത് കാണിച്ചു. ആ മദർ മേരിയെ കിട്ടി. പക്ഷേ ആ മദർ മേരിയുടെ ഫേസ് അതിൽ ക്ലിയർ അല്ലായിരുന്നു. അപ്പോൾ ഞാൻ അന്ന് അടുത്ത ദിവസം എനിക്കിങ്ങനെ മാതാവെ അതിൽ കണ്ണും മൂക്കൊന്നും ഇല്ലല്ലോ, ഞാനിപ്പോൾ അറിയാത്തവർക്ക് എങ്ങനെയാണ് മാതാവിനെ കാണിച്ചു കൊടുക്കുക എന്ന് ചോദിച്ചു ഞാനിങ്ങനെ അതും ആലോചിച്ചിട്ടാണ് കിടന്നേ. അന്ന് രാത്രി വീണ്ടും അതേ സ്വപ്നത്തിൽ ഞാനിങ്ങനെ കൃപാസന മാതാവിൻ്റെ കണ്ണ്, മൂക്ക്, ചുണ്ടെല്ലാം കണ്ടു. അതുകൊണ്ട് ഞാൻ നല്ല ഭംഗിയുണ്ട്, അപ്പോൾ ഇതെന്താ ക്യാൻഡിലിൽ വരാത്തതെന്ന് ആലോചിച്ച് ആ സ്വപ്നം കഴിഞ്ഞു. അടുത്ത ദിവസം ഞാനിതെൻ്റെ ഫ്രണ്ട്സിനോടും പറഞ്ഞു, ഇങ്ങനെ 3 days ആയിട്ട് എനിക്ക് അടുപ്പിച്ച് ഇതുപോലെ സ്വപ്നം കണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ ഏജൻസി ഒരു തവണ എന്നെ വിളിച്ചിട്ട് ഇതുപോലെ പറഞ്ഞു, ഇതുപോലെ ഇൻടേക്കില്ല, റാണിക്ക് പറ്റുവാണെങ്കിൽ വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന് ട്രൈ ചെയ്യൂ, ഞങ്ങളെ മാത്രം നോക്കിയിരിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും സങ്കടമായി. പിന്നെ ഇനി എന്ത് ചെയ്യും? ഞാൻ ആകെ വിഷമിച്ചിട്ട് എന്ത് ചെയ്യണമെന്നറിയാണ്ട് ഞാൻ അന്ന് രാവിലെ കുർബാന കഴിഞ്ഞിട്ട് എൻ്റെ ഫാമിലീൻ്റെ അകത്ത് തന്നെ ഒരു ഫാദറുണ്ട്, ഫാദറിൻ്റെ അടുത്ത് ഞാൻ എല്ലാം ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് മുന്നേ കുർബാന കഴിഞ്ഞ് വന്നു, ബൈബിൾ വായിച്ചിട്ട് ഞാനന്ന് ബൈബിൾ വായിക്കുമ്പോൾ ഞാനിങ്ങനെ ഈശോയോട് ചോദിച്ചു, ഇതിൽ ഡഫ് ആൻഡ് ഡമ്മിനെ ഹീൽ ചെയ്യുന്നുണ്ട്, രക്തസ്രാവക്കാരിയെ ഹീൽ ചെയ്യുന്നുണ്ട്, നടക്കാത്തവരെ നടപ്പിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്, ഇതൊക്കെ സത്യമല്ലേ, എനിക്കറിയാം ഇതൊക്കെ സത്യമാണെന്ന്. അപ്പോൾ എന്തുകൊണ്ടാണ് എൻ്റെ കാര്യത്തിൽ എന്താ ഇങ്ങനെയെന്ന് ചോദിച്ചു. ഞാനന്ന് പള്ളിയിലിരുന്ന് ഒത്തിരി കരയാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ റൂമിൽ ഒന്ന് അത്യാവശ്യം നല്ലോണം കരഞ്ഞിട്ട് നൈറ്റ് ഡ്യൂട്ടിക്ക് പോകണമല്ലോ എന്ന് പറഞ്ഞ് കിടക്കുമായിരുന്നു. അപ്പോൾ വിചാരിച്ചു ഓക്കെ ഫാദറിനൊരു മെസ്സേജ് അയക്കാം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഫാദറിൻ്റെ റിപ്ലൈ എനിക്ക് വരുന്നത് എൻ്റെ വീട്ടിൻ്റെ അകത്തുള്ള ഒരാളാണ്, എന്നോട് വർഷങ്ങളായിട്ട് പരിചയമുള്ള ഒരു ഫാദർ എന്നോട് അന്ന് തന്ന റിപ്ലൈ ഇങ്ങനെയായിരുന്നു, റാണി രക്തസ്രാവക്കാരിയെ ഈശോ സുഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, സമരിറ്റൻ ലേഡീനോട് ഈശോ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, സക്കേവൂസിൻ്റെ വീട്ടിൽ ഈശോ പോയിട്ടുണ്ടെങ്കിൽ നിൻ്റെ കാര്യവും ഈശോ ചെയ്യുമെന്ന് പറഞ്ഞു, നീ ധൈര്യമായിട്ടിരിക്കുമെന്ന് പറയുമ്പോൾ എനിക്ക് ആകെ ഞാൻ ഷോക്കായി. ഞാൻ ചോദിച്ചു അതെന്താ എന്നോട് ഇപ്പം ഇങ്ങനെ പറയാൻ ഫാദറിന് തോന്നാൻ കാരണം എന്താണെന്ന് ചോദിച്ചു.
അല്ല എനിക്ക് തോന്നി നിന്നോട് ഇങ്ങനെ പറയണമെന്ന്. അപ്പം ഞാൻ അച്ഛനോട് എൻ്റെ ഇൻസിഡൻറ്റ് പറഞ്ഞു. ഒരു 5 minutes മുന്നേ ഞാൻ ഈശോയോട് ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുകയായിരുന്നു, എന്താ ഇതൊക്കെ സത്യമല്ലേ, പിന്നെ എന്താ എൻ്റെ കാര്യം നടക്കാത്തതെന്ന്. അപ്പോൾ അച്ഛൻ ഇത്രയും വർഷമായിട്ട് എന്നോട് സംസാരിച്ചിട്ട് ഫസ്റ്റ് ടൈം ഇങ്ങനെ എനിക്കറിയില്ല അതെങ്ങനെ പറയാനെന്ന് എനിക്കറിയില്ല, എനിക്ക് കറക്റ്റ് ഡയറക്റ്റായിട്ടൊരു ആൻസർ കിട്ടിയ പോലെ എനിക്ക് തോന്നി. ആ സെയിം ഡേ എൻ്റെ ഏജൻസിയിൽ നിന്ന് വീണ്ടും എനിക്ക് കോൾ വന്നു. അതൊരു ട്യൂസ്ഡേ ആയിരുന്നു. അപ്പോൾ അവർ വിളിക്കുമ്പോൾ തന്നെ എന്നോട് എന്തായി, വേറെ ഏജൻസി എന്തെങ്കിലും അന്വേഷിച്ചോ എന്നൊക്കെ ആദ്യം ചോദിച്ചത്. അപ്പം ഞാൻ നിങ്ങൾ എന്തെങ്കിലും റോങ് മെസ്സേജ് ആണെങ്കിൽ, നെഗറ്റീവ് ആണെങ്കിൽ എനിക്കൊരു ടെക്സ്റ്റ് ചെയ്താൽ മതി, എന്നെ വിളിച്ച് ബുദ്ധിമുട്ടിപ്പിക്കേണ്ടെന്ന് പറഞ്ഞ് വെക്കാൻ തുടങ്ങുമ്പോൾ അവരെന്നോട് റോങ് മെസ്സേജാണ്, നിനക്ക് ഓഫർ ലെറ്ററും കോൺട്രാക്റ്റും വന്നിട്ടുണ്ട്. ഞാനത് കേട്ടിട്ട് ആദ്യം ചുമ്മാ പറയാണോ എന്ത് സത്യമാണോ എന്ന് എനിക്കങ്ങനെ വിശ്വസിക്കാൻ പറ്റാണ്ടിരിക്കുകയായിരുന്നു. ഇൻ്റർവ്യൂ ഇല്ല, ഒന്നുമില്ല. അവരെന്നോട് ചോദിച്ചേ, അതൊരു ദുബായിലെ ഏതൊരു ലേഡിയാണ്, അവരെന്നോട് ചോദിച്ചേ എന്താ ചെയ്തതെന്നാണ്. ഞാൻ ഭയങ്കര ബ്ലെസ്ഡാണ് റാണി, ഇത് ഞങ്ങൾക്ക് പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത്രയും വർഷമായിട്ട് ഇവിടെ നിന്ന് ഞങ്ങളുടെ ഒപ്പത്തുനിന്ന് ഒരു കാൻഡിഡേറ്റ് പോലും വിത്തൗട്ട് ഇൻ്റർവ്യൂ പോയിട്ടില്ല. നിനക്ക് അറിയില്ല, ഞങ്ങൾക്ക് മനസ്സിലായി എന്തോ നീ ഭയങ്കര ഹോളിയാണ്, ഞങ്ങൾക്ക് അത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ NIC നേഴ്സാണ്, എൻ്റെ പ്രൊഫൈൽ ആരും ചൂസ് ചെയ്യാതെ കിടന്നതാണ്. അപ്പോൾ എനിക്ക് അയർലൻഡിൽ തന്നെ നല്ലൊരു ഹോസ്പിറ്റലിൽ ജോലി കിട്ടി. അത് ഈ ഇൻസിഡൻറ്റിന് ശേഷമായിരുന്നു. പിന്നെ അതിന് മുന്നേ ഞാൻ ഇവിടെ വന്നിട്ട് ഇൻടേക്ക് ഇല്ലയെന്ന് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ഇവിടെ വന്നായിരുന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് അന്ന് ഒന്നും ആകെ ഇതേ ഉള്ളൂ, എൻ്റെ ഓപ്ഷൻ ഇതല്ല എങ്കിൽ മാതാവ് എനിക്ക് പറഞ്ഞതാണ് ഞാൻ പഴയ കൺട്രി പോകാം, അല്ലെങ്കിൽ ഞാൻ വേറെ എവിടെയെങ്കിലും നോക്കിക്കൊള്ളാം, എന്നെ ഒന്ന് ഗൈഡ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഇറങ്ങി പോകുമ്പോൾ ഇവിടുത്തെ ഓരോ മൂലയും എനിക്കറിയാം, ഞാൻ എല്ലാം ഒബ്സർവ് ചെയ്തിട്ടുള്ളതാണ്. അവിടെ കൗണ്ടർ നമ്പർ 12 അവിടെ എത്തിയപ്പോഴത്തേക്കും ഓക്കെ ക്യാൻഡിൽ മേടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് ഞാൻ അവിടെ പോകുമ്പോഴും എൻ്റെ മനസ്സിൽ ഞാൻ ആ കുരുക്കഴിക്കുന്ന മാതാവിനെ നോക്കിയിട്ട് ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, ഇതല്ലെങ്കിൽ എന്നെ ഒന്ന് ഗൈഡ് ചെയ്യൂ പ്ലീസ്, എനിക്ക് പറ്റുന്നില്ല, ഞാൻ മടുത്തു എന്ന് പറഞ്ഞ് തിരിയുമ്പോൾ ഞാൻ കാണുന്ന അവർ ലേഡി ഓഫ് നോക്ക്. അത് അയർലൻഡിലെ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഒരു സ്ഥലമാണ്. ഞാൻ അയർലൻഡ് ചൂസ് ചെയ്യാൻ കാരണം തന്നെ അതാണ്. ഇപ്പോൾ എനിക്ക് ജോലി കിട്ടിയിരിക്കുന്നതും ഈ പള്ളീൻ്റെ അടുത്തുനിന്ന് 23 minutesൻ്റെ ഡിഫറൻസേ ഉള്ളൂ. അപ്പോൾ ആ ഒരു പിക്ചർ കണ്ടപ്പോൾ, അയർലൻഡിൽ നിന്ന് കണ്ടപ്പോൾ എനിക്ക് വീണ്ടും അതൊരു കൺഫർമേഷനായി. ഉറപ്പായി അതാണ് എൻ്റെ, അവിടെയാണ് ഞാൻ പോകേണ്ടത്, കൺഫ്യൂഷൻ വേണ്ട, മുന്നോട്ട് പൊക്കോ, ആ ഒരു ഇതായി. പിന്നെ ഇന്നലെ എൻ്റെ വിസ വന്നു. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാതാവിൻ്റെ അടുത്ത്, എൻ്റെ വിസ വന്നാൽ അടുത്ത ദിവസം തന്നെ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയും. ഈ വിസയൊക്കെ വന്നതിനേക്കാളും എനിക്ക് കൂടുതൽ ത്രില്ലിങ് എന്താണെന്ന് വെച്ചാൽ അനുഗ്രഹങ്ങളൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട്. എനിക്കിനി ഇഷ്ടപ്പെട്ട അനുഗ്രഹങ്ങളൊന്നും വേണ്ട. ആ ഒരു നമ്മുടെ പാരൻസ്, ഫ്രണ്ട്സ്, അവർക്കൊക്കെ ആയിരിക്കും നമ്മളെ അടുത്ത് വന്ന് ടച്ച് ചെയ്ത് നമുക്കിങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റുക. പക്ഷേ എനിക്കെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതൊക്കെ സ്പോട്ടിൽ എനിക്ക് ഇങ്ങനെ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്, എനിക്കൊരാൾ എന്നെ ഗൈഡ് ചെയ്യുന്നുണ്ടെന്ന്. എൻ്റെ പേപ്പർ വർക്ക് എല്ലാം കഴിഞ്ഞിട്ടൊക്കെ എനിക്ക് അയർലൻഡിൽ നിന്ന് ഒരു ക്വയറി വന്നിട്ടുണ്ടായിരുന്നു, കർണാടക നഴ്സിംഗ് കൗൺസിലിൽ നിന്ന് ക്ലിയർ ചെയ്യണമെന്ന്. ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അവിടെ പോകുമ്പോൾ 5 മണി, കുറേ ദിവസം പോയിട്ട് അവരെന്നെ മൈൻഡാക്കാണ്ട് 5 മണിയൊക്കെ ആയി. ഞാൻ അവരോട് പറഞ്ഞു എൻ്റെ ക്വയറിക്കൊന്ന് റിപ്ലൈ ചെയ്യുമെന്ന്. അവരത് മൈൻഡാക്കിയില്ല. ഞാനപ്പോൾ അവിടെ ഉപ്പിട്ട് കൊന്ത ചൊല്ലാൻ തുടങ്ങി. കൊന്ത ചൊല്ലിയിട്ട് അവിടെ നിന്ന് കരയുമായിരുന്നു. എനിക്കാകെ ഇൻസൾട്ടൊക്കെ ആയിട്ട് അവർ മൺഡേ വരൂ പോകൂ എന്നൊക്കെ പറഞ്ഞു വിട്ട് ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു പുള്ളിക്കാരൻ വന്നു. ഞാൻ ഒരു പിയൂണ് വന്നിട്ട് എന്നോട് പറഞ്ഞു മാറി നിൽക്ക്, സാറ് വരുന്നുണ്ട് മാറുമെന്ന് പറഞ്ഞ് എന്നെ ഒതുക്കി നിർത്തായിരുന്നു. ഞാൻ കരയുന്ന കണ്ടിട്ട് ആ പുള്ളിക്കാരൻ എന്നോട് ചോദിച്ചു എന്തിനാ കരയുന്നതെന്ന്. ആ സാറ് വരുന്നുണ്ടായിരുന്നു. ആ പുള്ളിക്കാരൻ എന്നോട് എന്തിനാ കരയണേന്ന് ചോദിച്ചു. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, ഇല്ല ഞാനൊന്നും മിണ്ടിയില്ല. അയാളുടെ രൂപവും സൗണ്ടും ഒക്കെ കേട്ടിട്ട് പേടിച്ചിട്ട് വീണ്ടും കരയാൻ തുടങ്ങി. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു ഗെറ്റ് ഔട്ട് ഓഫ് ഫ്രം ദ കോമ്പൗണ്ട്, ഇവിടെ നിന്ന് നീ കരയരുത്, എൻ്റെ സ്ഥാപനത്തിൻ്റെ ഉള്ളിൽ നിന്ന് കരയാൻ പാടില്ല, വെളിയിൽ പോയി നിന്ന് കരയണമെന്ന് പറഞ്ഞ് ഒച്ചയെടുത്ത് ഞാനാകെ പേടിച്ച് പടിയൊക്കെ ഇറങ്ങി ഞാൻ സ്പീഡിൽ പോവുക. അപ്പോൾ അയാൾ എന്നെ വീണ്ടും വിളിച്ചു, നിൽക്ക് എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് എന്തിനാ കരയുന്നതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ അയാളുടെ രൂപം കണ്ടിട്ടാണോ ശബ്ദം കേട്ടിട്ടാണോ എന്നറിയില്ല, എനിക്ക് പേടിയായിട്ട് ഞാൻ മിണ്ടാണ്ടിരുന്നു. എന്നിട്ട് എന്നോട് ആ പുള്ളിക്കാരൻ പറഞ്ഞു നിനക്ക് ഞാൻ ആരാന്നറിയാവും. ഞാൻ അതിന് മുന്നേ ഉപ്പിട്ട് പ്രാർത്ഥിക്കുമ്പോൾ കുറേ പേര് അവിടെ വന്നു പോകുന്ന കണ്ടു. അപ്പോൾ അവർ വരുന്നു, കൂളായിട്ട് അവരുടെ കാര്യങ്ങൾ ചെയ്തിട്ട് പോകുന്നു. അപ്പോൾ ഒരു സെക്യൂരിറ്റി എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് പൊളിറ്റീഷ്യൻ ആരെങ്കിലും അറിയാമെങ്കിലോ എവിടെയെങ്കിലും ഹോൾഡ് ഉണ്ടെങ്കിലോ കാശ് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് കയറാൻ പറ്റും, അങ്ങനെ എന്തെങ്കിലും ട്രൈ ചെയ്യൂ, അല്ലാതെ നടക്കില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ഉപ്പിട്ട് കൊന്ത ചൊല്ലാൻ തുടങ്ങിയത്. എന്നിട്ട് ഈ പുള്ളിക്കാരൻ എന്നോട് കരയണ എന്താണെന്ന് ചോദിച്ചില്ല. ആ ആൾ എന്നോട് ചോദിച്ചു നിനക്ക് ഞാൻ ആരാന്ന് അറിയാവോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഒന്നും മിണ്ടിയില്ല. എന്നിട്ട് എന്നോട് പറഞ്ഞു ഞാനാണ് ഇവിടുത്തെ രജിസ്ട്രാർ, ഇവിടെ എന്ത് നടക്കണമെങ്കിലും ഞാൻ വിചാരിക്കണം, എനിക്ക് നിനക്ക് എന്ത് ഹെൽപ്പും ചെയ്യാൻ പറ്റും, എന്നിട്ട് നീ എന്തുകൊണ്ട് എന്നോട് എന്താ നിൻ്റെ പ്രശ്നമെന്ന് പറയാത്തേ.
ആ ഉപ്പിട്ട് പ്രാർത്ഥിക്കുമ്പോൾ കൂടി ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചേ, എനിക്കും ആരെങ്കിലും ഒരാളെ ഇവിടെ അറിയാമെന്നുണ്ടായിരുന്നു, ഞാൻ നിന്ന് കരയില്ലായിരുന്നല്ലോ മാതാവേ. ബിക്കോസ് ഞാൻ തേഴ്സ്ഡേ പോകുന്നു, ഫ്രൈഡേ എനിക്ക് അവർ ആ ക്വയറി കൺഫർമേഷൻ കൊടുത്താലേ എൻ്റെ കാര്യങ്ങൾ നടക്കുള്ളൂ. ഇവർ മൺഡേ ചെയ്യുള്ളൂ എന്ന് പറയുമ്പോൾ അത് അത്രയും ഡിലേ ആകുവാണ്. ആ പുള്ളിക്കാരൻ ആ നിമിഷം തന്നെ അവിടെ ഒച്ചയെടുത്ത് സ്റ്റാഫിനെയൊക്കെ കൂട്ടി, ഈ കാൻഡിഡേറ്റ് കരഞ്ഞിട്ട് നിങ്ങളെന്താ അവരെ അന്വേഷിക്കാത്ത, എനിക്കൊന്നും അറിയണ്ട, ഇപ്പം തന്നെ ഈ പുള്ളിക്കാരിയുടെ പ്രശ്നം നിങ്ങൾ ക്ലിയർ ചെയ്യണം, അവരെ കംഫർട്ടാക്കൂ, അവർ കരയാൻ പാടില്ല, അവർ ഹാപ്പി ആയിട്ട് പോകണം എന്ന് പറഞ്ഞാൽ എന്നെ പുള്ളിയുടെ റൂമിൽ കൊണ്ടുപോയി ചെയറൊക്കെ തന്നു. ഞാൻ നോക്കുമ്പോൾ എന്നെ വഴക്ക് പറഞ്ഞവരൊക്കെ എൻ്റെ ചുറ്റും നിന്ന് എന്നെ നോക്കുകയാണ്, അവരുടെ മുഖം ഒന്നും വെട്ടമില്ല. എന്നിട്ട് വൈഫൈ ഇല്ലാഞ്ഞിട്ട് ആളുടെ ഫോണിൽ നിന്ന് തന്നെ സിസ്റ്റത്തിൽ വൈഫൈ കണക്ട് ചെയ്തു. ആ ക്വയറി ക്ലിയർ ചെയ്തിട്ട് ആ പുള്ളിക്കാരൻ ബാഗുമായിട്ട് ഇറങ്ങിയതാണ്, എനിക്ക് വേണ്ടി തിരിച്ച് കയറിയതാണ്. എന്നിട്ട് എന്നോട് ചോദിച്ചു ഹാപ്പി ആണോ എന്ന് ചോദിച്ചു. വിഷമിക്കേണ്ട, കാര്യം നടന്നില്ലേ പൊക്കൊള്ളൂ എന്ന്. പക്ഷെ ഞാൻ എപ്പോഴും ഇരുന്ന് കരയുക, കാര്യം നടന്നതിൻ്റെ അല്ല, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരു 2 മിനിറ്റ് മുന്നേ ഞാൻ കരഞ്ഞപ്പോൾ എനിക്ക് വേണ്ടി ഒരാളെ അയക്കാൻ പറ്റില്ലേ മാതാവേ എന്ന് ഞാൻ ചോദിച്ചതേ ഉള്ളൂ. അതിന് രജിസ്ട്രാർ എന്നെ ഇറങ്ങിപ്പോയ ആൾ കയറി വന്ന് എനിക്ക് ഇത്രയും വലിയ കാര്യം ചെയ്തു തരുന്നത്, എനിക്കതറിയില്ല എങ്ങനെ പറയണമെന്ന്. അതെനിക്കിപ്പോഴും ഭയങ്കര ഒരു ഗൂസ്മ മൊമെൻ്റ്. അത് എന്താ പറയുക, ഭയങ്കര ഹാപ്പി ആയിരുന്നു ആ കാര്യം നടന്നേ. മാതാവിൻ്റെയും ഈശോയുടെയും സംരക്ഷണം എനിക്ക് ഇതുപോലെ കുറേ തവണ ഫീലായിട്ടുണ്ട്. എനിക്കിപ്പോൾ ഇത്രയും ഓർമ്മ വരണുള്ളൂ. പിന്നെ അതുപോലെ തന്നെ എൻ്റെ വേറൊരു നിയോഗമായിരുന്നു, ഞങ്ങൾക്ക് വീടുണ്ടായിരുന്നില്ല ഒരു 25 വർഷമായിട്ട്. ഇപ്പോൾ എൻ്റെ അമ്മയ്ക്കും പപ്പയ്ക്കും ഓൺ ഹോം കിട്ടി, ഞങ്ങളിപ്പോൾ സ്വന്തമായിട്ട് വീട്ടിലാണ് താമസിക്കുന്നത്. പിന്നെ എൻ്റെ എഡ്യൂക്കേഷൻ ലോൺ അതും വിതിൻ 1 ഇയർ കൊണ്ട് ഞാനത് അടച്ചു തീർത്തു. എനിക്ക് കുറേ ഭൗതിക നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ സ്റ്റിൽ ഞാനിപ്പോഴും അവിടെ ആ ലൂപ്പിൽ മാതാവിൻ്റെ ഈശോയുടെയും സംരക്ഷണത്തിൻ്റെ ആ ഒരു ഇതിലാണ് ഞാൻ നിൽക്കുന്നത്. ഞാനിപ്പോഴും എന്താ എൻ്റെ ഇതെന്ന് വെച്ചാൽ എനിക്കിങ്ങനെ പോയാൽ മതി, അനുഗ്രഹങ്ങളൊന്നും വേണ്ട, എനിക്കിങ്ങനെ എൻ്റെ കൂടെയുള്ള ആ പ്രസൻസ് ഫീൽ ചെയ്യണം, എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആ ഈശോയും മാതാവിനെ എനിക്ക് വേണം. സോ എൻ്റെ ലൈഫിൻ്റെ എൻഡ് വരെ എനിക്ക് ഉടമ്പടിയിൽ പോകാനാണ് താല്പര്യം. പിന്നെ ഞാൻ ഇങ്ങനെ ഒരു വ്യക്തിയല്ല, എൻ്റെ സ്വഭാവത്തിൽ വന്ന മാറ്റങ്ങൾ ഇവിടുത്തെ ഇപ്പോൾ ഏറ്റവും ബിഗ് സിന്നറിൻ്റെ ഒരു ലിസ്റ്റ് എടുക്കുമെങ്കിൽ അതിലെ ഫസ്റ്റ് ആൾ ഞാനായിരിക്കും. പക്ഷേ അതിൽ നിന്നൊക്കെ എൻ്റെ ഒത്തിരി ക്യാരക്ടേഴ്സ് എന്നെ അറിയുന്നവർക്കറിയാം, ഒത്തിരി പേര് എന്നോട് വന്നിട്ടുണ്ട് നല്ല മാറ്റം ഉണ്ടെന്ന്. ദേഷ്യം, കുറേ അഴുക്ക സ്വഭാവങ്ങൾ, ഒത്തിരി ദേഷ്യം വരും. അപ്പോഴെല്ലാം കുരിശ് കാണുമ്പോഴത്തേക്കും ഞാനറിയാണ്ട് ഞാനാകെ വീക്കാകും. അപ്പോൾ കുരിശ് കാണുമ്പോൾ ആ ദേഷ്യവും എനിക്ക് എന്തൊക്കെ എൻ്റെ ഈ ലോ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കുരിശ് കാണുമ്പോൾ എനിക്കത് ഈശോയ്ക്ക് വേണ്ടി അത് ഓക്കെ വിട്ടേക്കാം. അങ്ങനെ കുറേ കാര്യങ്ങൾ വർക്കിൻ്റെ അടുത്തായിരുന്നാലും പഠിക്കുന്ന അടുത്തായിരുന്നാലും കുറേ കാര്യങ്ങൾ ഞാൻ കുരിശ് നോക്കിയിട്ട് എനിക്ക് ക്ഷമിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒന്നും അല്ല. സോ എന്തൊക്കെ ഇപ്പോൾ ഒത്തിരി കഷ്ടങ്ങൾ വന്നാലും ഒന്നും തോന്നുന്നില്ല, അത് ഞാൻ ഹാപ്പിയാണ്. ഞാൻ ഈശോയുടെ സ്നേഹം എന്താണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇനി എന്തൊക്കെ വന്നാലും അതെനിക്ക് തോന്നുന്നില്ല ഞാനത് വലുതായിട്ട് കാണുമെന്ന്. ഇതൊക്കെയാണ് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ. പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ചെയ്തിരുന്നത്, ഞാനൊരു ഓൾഡ് ഏജ് ഹോമിൽ പോകുമായിരുന്നു ബാംഗ്ലൂർ. അവിടെ നേഴ്സിൻ്റെ ജോലി കുറേ ഉണ്ട്, അവിടെ നൺ സിസ്റ്റേഴ്സ് റൺ ചെയ്യിക്കുന്നതാണ്. സോ അവർക്ക് ആവശ്യമുള്ള നേഴ്സിംഗ് വർക്കും ചെയ്യും, പ്ലസ് രാവിലെ 6 മണിക്ക് പോയിട്ട് അവരെ കുളിപ്പിക്കുക, അവർക്ക് വേണ്ടിയുള്ള എല്ലാ ഇതും ചെയ്തു കൊടുക്കും. പിന്നെ വീക്ക്ലി വൺസ് ഞാൻ ഇറങ്ങും. എനിക്ക് അന്ന് കാരുണ്യ പ്രവൃത്തി ചെയ്യാൻ ഞാൻ ഒരാളെ അവിടെ തപ്പി നടക്കും. എനിക്ക് കറക്റ്റായിട്ട് ഒരാളെ കാണും, അവർക്ക് ഫുഡ് വാങ്ങി കൊടുക്കുക, അവർക്ക് കാശ് എന്താ അവരുടെ ആവശ്യം എന്ന് വെച്ചാൽ അത് ഞാൻ അന്ന് അറ്റൻഡ് ചെയ്തിട്ടേ ഞാൻ പോവുള്ളൂ. വേറെ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും അത് കഴിഞ്ഞിട്ടേ ഞാൻ ചെയ്യുള്ളൂ. ഇംഗ്ലീഷ്, കന്നഡ, തമിഴ് പത്രം മേടിച്ചിട്ട് പോകും. പ്രായമായവർക്കൊന്നും കൊടുക്കില്ല, കാരണം ഞാൻ കൊടുത്തിട്ട് ഞാൻ ഇട്ടേച്ച് പോകുന്ന കണ്ടിട്ടുണ്ട്. സോ ഞാൻ എൻ്റെ ഏജിലുള്ള ഗേൾസിനും ബോയ്സിനും ആദ്യം കൊടുക്കില്ലായിരുന്നു, ഒരു ചമ്മലായിരുന്നു. പിന്നെ എനിക്ക് ബ്രേക്ക് ചെയ്യണം, എൻ്റെ കംഫർട്ട് സോണിൽ നിന്ന് വെളിയിൽ വരണമെന്ന് പറഞ്ഞ് കൂടുതൽ ആൺകുട്ടികളെ കണ്ട് തന്നെ നിർത്തി. ഇങ്ങനെയാണ്, ഈ പള്ളിയാണ്, ഇതിങ്ങനെയാണ്. എനിക്കറിയാവുന്നുള്ള ലാംഗ്വേജിൽ കന്നഡയിലാണെങ്കിലും തമിഴിലാണെങ്കിലും അവരെ കൺവിൻസ് ചെയ്ത് വായിക്കുമെന്ന് ചോദിക്കും. വായിച്ചിട്ട് എനിക്ക് നടന്ന അനുഗ്രഹങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്നെപ്പോലെ നിങ്ങൾക്ക് ആരെങ്കിലും കഷ്ടപ്പെടുന്ന അറിയാമെങ്കിൽ അവർക്കിത് പാസ് ചെയ്യുമെന്നും അഷുറൻസ് മേടിച്ചിട്ടേ ഞാൻ ആ പത്രം കൊടുക്കാറുള്ളൂ. എല്ലാ മാസവും പത്രം കൊടുക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങൾ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെ ഉയർത്തിയതിന് മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. 71 സങ്കീർത്തനം 16 തിരുവചനം. ദൈവമായ കർത്താവിൻ്റെ ശക്തമായ പ്രവൃത്തികളുടെ സാക്ഷ്യമായി ഞാൻ വരും, ഞാൻ അങ്ങയുടെ മാത്രം നീതിയെ പ്രകീർത്തിക്കും. റാണി എന്ന ഈ മകൾ സമയച്ചുരുക്കത്തിൻ്റെ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോ നേടിക്കൊടുത്ത നിരവധി അനുഗ്രഹങ്ങൾക്ക് പ്രത്യക്ഷീകരണ സാക്ഷിയായി നന്ദി പറയുകയാണ്. ഈശോ മകൾക്ക് DL കൊടുത്തതും വിസ പ്രാപിച്ചു കൊടുത്തതും
അവർക്കൊരു വീട് കൊടുത്തതും എല്ലാം അവരുടെ ലോൺ, എഡ്യൂക്കേഷൻ ലോൺ അടയ്ക്കാനുള്ള സാധ്യതകൾ നൽകിയതുമെല്ലാം ഈ മകൾ ഓരോന്ന് എണ്ണി എണ്ണി പറയുന്ന നന്ദിയുടെ ഒരു സാക്ഷ്യമാണിത്. പരിശുദ്ധ അമ്മ എപ്പോഴും സാമീപ്യത്തിലൂടെയും സ്വപ്നങ്ങളിലൂടെയും തിരുനാളത്തിലും വാക്സിലുമെല്ലാം പരിശുദ്ധ അമ്മ ഞാൻ കൂടെയുണ്ട്, അതുപോലെ തന്നെ അതിനേക്കാൾ എല്ലാറ്റിലും ഉപരി പരിശുദ്ധ അമ്മ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു മനോഹരമായ സാക്ഷ്യമാണിത്. എനിക്ക് ആരുമില്ല, എനിക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് ആരുമില്ലല്ലോ, ഞാനിവിടെ നിന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ന് കരയേണ്ട ഒരു ഗതി എനിക്ക് വന്നല്ലോ എന്ന് പറഞ്ഞു തീരും മുമ്പാണ് അതിൻ്റെ മെയിൻ രജിസ്ട്രാർ തന്നെ ഈ മകളെ വിളിച്ചുകൊണ്ട്, ഞാനാണ് ഇവിടുത്തെ പരമാധികാരി, നിനക്ക് എന്ത് വേണമെങ്കിലും എനിക്ക് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെയുള്ള ആത്മീയ അധികാരത്തെക്കുറിച്ചെല്ലാം ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമ്മോട് പ്രബോധനങ്ങളിൽ സംസാരിക്കുന്നുണ്ട്. നമ്മുടെ സങ്കടങ്ങളിൽ നാം സങ്കടപ്പെടാൻ പോലും അനുവദിക്കാത്ത ഒരു ഈശോ ആണ് നമ്മുടെ കൂടെയുള്ളത്. അമ്മ നമുക്കതിനു വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കുകയാണ്. ഒരു തവണ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നാം കൊയ്തെടുക്കുന്ന അനുഗ്രഹങ്ങളുടെ കണക്കിനെക്കുറിച്ച് എത്ര മേനിയാണ് നാം കൊയ്യുന്നത്, ഏതൊക്കെ ലെവലിലാണ് നാം ചെയ്യുന്നതെന്ന് ഒരു പ്രാവശ്യം നമ്മെ ഉദ്ബോധിപ്പിക്കുകയുണ്ടായി. അച്ഛൻ പറയുകയായിരുന്നു 30 മേനി, 60 മേനി, 100 മേനി എന്നെല്ലാം. റാണിയുടെ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്, എനിക്കിനി ഈശോ മാത്രം മതി, അതാണ് 100 മേനി. എനിക്ക് അനുഗ്രഹങ്ങളോ കൃപകളോ അഭിഷേകമോ എന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് 100 മേനി വിളവ് കൊയ്യാനാണ് താല്പര്യമെന്നാണ് ഈ സാക്ഷ്യത്തിലൂടെ റാണി ഇവിടെ ഏറ്റുപറയുന്നത്. നമുക്കറിയാം, മെയ് മാസം എന്നുള്ളത് ആത്മീയ വസന്തത്തിന് പുണ്യം പൂക്കുന്ന ഒരു കാലമാണ്. റാണിക്ക് എപ്പോഴും ഒരു വസന്തകാലം ലഭിച്ചതിനെക്കുറിച്ചുള്ള സന്തോഷത്തിലാണ് എന്ന് റാണി. എനിക്ക് വിസ കിട്ടിയതിനേക്കാൾ കൂടുതൽ എനിക്ക് ഈശോയെ ലഭിച്ചുവല്ലോ, എൻ്റെ കൂടെ നടക്കാനുള്ള ഒരു സാധ്യത പരിശുദ്ധ അമ്മ എനിക്ക് വളരെ അച്ചാരമായി നൽകിയിരിക്കുന്നു. എനിക്കിനി ലോകത്തിൽ എവിടെ പോയാലും ഭയപ്പെടേണ്ടതില്ല, എൻ്റെ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നവർ എൻ്റെ കൂടെ, സ്വർഗം എൻ്റെ കൂടെയുണ്ടെന്നെല്ലാം വളരെ ആത്മീയ അധികാരത്തോടെ അഭിമാനത്തോടെ ഏറ്റുപറയാൻ ഇന്ന് റാണിക്ക് സാധിക്കുന്നത് ഉടമ്പടിയുടെ ഒരു ഉറപ്പാണ്. എനിക്ക് യാതൊരു യോഗ്യതകളുമില്ലാതെ തന്നെ റാണി പറയുകയുണ്ടായി, ഒരു ഇൻ്റർവ്യൂ പോലുമില്ലാതെ എനിക്ക് വിസ ലഭിച്ചു, ഓഫർ ലെറ്റർ കിട്ടി, കോൺടാക്റ്റ് കിട്ടി എന്നെല്ലാം പറയുന്നത് ഉടമ്പടി കത്തിപ്പടരുന്നതിൻ്റെ, ദൈവസ്നേഹത്തിൻ്റെ ആഴം വർദ്ധിക്കുന്നതിൻ്റെ, ഉയരം വർദ്ധിക്കുന്നതിൻ്റെ, അതിൻ്റെ വീതി കണക്കാക്കാൻ സാധിക്കാത്തതിൻ്റെ എല്ലാം ഒരു വലിയ അടയാളമാണിത്. നമുക്ക് മനസ്സിലാകുന്നത് പോലെ അഹറോൻ്റെ വടി തളിർത്തതുപോലെ നാം വാഗ്ദാന കൂടാരത്തിലാണെങ്കിൽ നമുക്കും പൂത്തെളിയാൻ സാധിക്കുന്ന ഒരു വലിയ ശക്തിയാണ് ഉടമ്പടിക്കുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാം. റാണിക്ക് ലഭിച്ചതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങൾ പരിശുദ്ധ അമ്മ ഏറ്റെടുത്തുകൊണ്ട് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ നമ്മുടെ യോഗ്യതകളെല്ലാം കൃപകളാക്കി, അയോഗ്യതകളെ കൃപകളാക്കി നമ്മുടെ ജീവിതത്തിൽ ഇടപെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും